പതിയെ കണ്ണുകൾ തുറക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ് അങ്കവാക്യം അതുപോലെ അങ്കിവാക്യം. നിങ്ങൾക്ക് 2 മാർക്കിന് ചോദ്യം എന്ത് ചെയ്യും ഇവിടുന്ന് അങ്കവാക്യം അങ്കിവാക്യന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടും നാളെ വരും. ഓക്കെ, അപ്പോൾ നോക്കിയേ, ആദ്യം നമുക്ക് എന്താണ് അങ്കവാക്യം അതുപോലെ എന്താണ് അങ്കിവാക്യം എന്നുള്ള കാര്യം എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു ട്രിക്ക് പറഞ്ഞുതരാം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. എടാ, അങ്കിവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണേ, അങ്കിവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായ ഒരാശയം നൽകുന്ന വാക്യമാണ് അങ്കിവാക്യം. എന്താ? പൂർണ്ണമായി ഒരാശയം നൽകുന്ന വാക്യമാണെന്ന് പറയുന്നത് അങ്കിവാക്യം. പിന്നെ അങ്കിവാക്യത്തെ പ്രധാന വാക്യം എന്നും പറയുന്നു. അങ്കിവാക്യത്തെ പ്രധാന വാക്യം എന്നും പറയുന്നു. ഓക്കെ, പിന്നെ പ്രത്യേകത എന്താ? സ്വതന്ത്രമായി നിൽക്കാൻ സാധിക്കുന്ന വാക്യങ്ങളാണ് അങ്കിവാക്യങ്ങൾ. തെറ്റിപ്പോകാൻ പാടില്ല. ഏത് വാക്യമാണ്? അങ്കിവാക്യങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താണെന്നപ്പുറം ഒരു എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇത്രയും മാത്രം ഓർമ്മിക്കാം. സ്വതന്ത്രമായി നിൽക്കുമ്പോൾ ഓക്കെ, ഒരു വാക്യത്തെ ഞാൻ എന്ത് ചെയ്യാണ് സ്വതന്ത്രമായിട്ട് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിന് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും ഒരർത്ഥം കിട്ടും. ഓക്കെ, നമുക്ക് ആ ഒരു വാക്യം വായിക്കുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള വാക്യങ്ങൾ എന്ത് വിളിക്കുക? അങ്കിവാക്യം എന്ന് വിളിക്കാം. ഈ അങ്കിവാക്യം നമ്മൾ എന്ത് ചെയ്യും പ്രധാന വാക്യം എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഓർത്ത് വെക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, നോക്കണേ. അപ്പോൾ അങ്കിവാക്യം എന്താന്ന് മനസ്സിലായല്ലോ? പൂർണ്ണമായ ഒരു ആശയം നൽകുന്ന വാക്യമാണ് അങ്കിവാക്യം. അങ്കിവാക്യത്തെ പ്രധാന വാക്യം എന്ന് വിളിക്കുന്നു. സ്വതന്ത്രമായി നിൽക്കാൻ സാധിക്കുന്ന വാക്യങ്ങളാണെന്ന് പറയുന്നത് അങ്കിവാക്യം. ഓക്കെ, അപ്പൊ അങ്കി മനസ്സിലായി. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും പറയാം, നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അങ്കി എന്താന്നുള്ള കാര്യം മനസ്സിലായേ. അങ്കി നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കുറച്ച് അടുത്ത പേരൊക്കെ വിളിക്കാം. ഓക്കെ, അങ്കി എന്ന് വിളിക്കാം. ഓക്കെ, അങ്കി എന്ന് വിളിക്കാം. ഇനി ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു സ്കൂളിലൊക്കെ ക്ലബ്ബുകളിൽ മെമ്പേഴ്സ് ആയിരിക്കൂലേ? അല്ലേ അംഗങ്ങളായിരിക്കൂലേ നിങ്ങൾ? അല്ലെ, ഏതെങ്കിലുമൊക്കെ ക്ലബ്ബുകളിൽ നിങ്ങൾ എന്തായിരിക്കും? അംഗങ്ങളായിരിക്കും. അല്ലെ, ആരായിരിക്കും? അംഗങ്ങളായിരിക്കും. ഓക്കെ, അംഗങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളൊരു ക്ലബിന്റെ കൂടെ പോയി നിൽക്കുകയല്ലേ ചെയ്യുന്നേ? അല്ലേ, നിങ്ങളിപ്പോൾ ഒരു നാച്ചുറൽ ക്ലബ്ബിൽ നിങ്ങളൊരു അംഗമാണെങ്കിൽ ആ നാച്ചുറൽ ക്ലബ്ബിൽ നിങ്ങൾ അംഗമായിട്ട് കൂടിച്ചേർന്ന് നിൽക്കുകയല്ലേ ചെയ്യുന്നേ? അല്ലേ, അപ്പോൾ അങ്കിവാക്യത്തോട് ചേർന്ന് നിൽക്കുന്ന അങ്കിവാക്യത്തോട് ചേർന്ന് നിൽക്കുന്ന പൂർണ്ണ ആശയം ലഭിക്കാത്ത വാക്യങ്ങളെ നമ്മൾ എന്ത് വിളിക്കുക? അങ്കവാക്യം എന്ന് വിളിക്കുക. ഓക്കെ, നോക്കി, എന്താ അങ്കവാക്യം? പൂർണ്ണവാക്യത്തോട് ചേർന്ന് നിൽക്കുന്ന അപൂർണവാക്യം, അതായത് കംപ്ലീറ്റ് അല്ലാത്ത സെന്റൻസ്, അപൂർണവാക്യത്തെ അങ്കവാക്യം എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ഓർമ്മിക്കുക. നിങ്ങളിങ്ങനെ ഓർമ്മിക്കുക, നമ്മുടെ നാച്ചുറൽ ക്ലബ്. ഓക്കെ, നാച്ചുറൽ ക്ലബ്ബാണെന്ന് പറയുന്നത് അങ്കി. ഓക്കെ, അങ്കിവാക്യം. അപ്പൊ ആ നാച്ചുറൽ ക്ലബ്ബ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടൊരു അർത്ഥം കിട്ടുന്ന ഒരു ക്ലബ്ബാന്ന് ഓർമ്മിക്കുക. ഓക്കെ, ആ നാച്ചുറൽ ക്ലബിലേക്ക് നിങ്ങൾ എന്താണ് ഒരു അംഗമായി പോയി ചേരുകയല്ലേ? അല്ലേ, നിങ്ങളൊരു അംഗമായിട്ട് പോയി ചേരുകയല്ലേ? മനസ്സിലാവുണ്ടോ? ഒരു അംഗമായി ചേരുകയല്ലേ? അപ്പോൾ ഈ നാച്ചുറൽ ക്ലബ്ബാണെന്ന് പറയുന്നത് പൂർണ്ണവാക്യം. ഓക്കെ, കംപ്ലീറ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ആ പൂർണ്ണവാക്യത്തോട് ചേർന്ന് നിൽക്കുന്ന അപൂർണമായിട്ടുള്ള വാക്യത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അങ്കവാക്യം എന്ന് വിളിക്കുക. മനസ്സിലായോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നാച്ചുറൽ ക്ലബ്ബ് സ്വതന്ത്രമായി നിന്നാലും അത് കംപ്ലീറ്റ് അല്ലേ? നിങ്ങൾ അതിൽ പോയി ചേരുന്നല്ലേ ഉള്ളൂ. അല്ലെ, നിങ്ങൾ അതിൽ ചേർന്നാലും ചേർന്നില്ലെങ്കിലും അതെന്താണ്? സ്വതന്ത്രമായി നിൽക്കുന്ന ക്ലബ്ബാണ്. അല്ലേ? അപ്പൊ നിങ്ങൾ അംഗമായിട്ട് ചേരുകയല്ല അവിടെ. അപ്പോ പൂർണ്ണവാക്യത്തോട് ചേർന്ന് നിൽക്കുന്ന അപൂർണവാക്യം, ഓക്കെ, പൂർണ്ണമല്ലാത്ത വാക്യത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അങ്കവാക്യം എന്ന് വിളിക്കുക. അങ്കവാക്യത്തെ അപ്രധാന വാക്യം എന്ന് വിളിക്കാറുണ്ട്. മനസ്സിലായോ? ഒരു ഐഡിയ കിട്ടിയോ? ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഒരു എക്സാമ്പിൾ നോക്കിയേ. കുടയില്ലാത്തതിനാൽ മഴ നനഞ്ഞു. ഓക്കെ, എനിക്ക് ഇവിടുന്ന് മഴ നനഞ്ഞു എന്ന് പറയുന്ന വാക്യം നോക്കണേ. മഴ നനഞ്ഞു എന്ന് പറയുന്ന വാക്യത്തെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് സ്വതന്ത്രമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മീനിങ് കിട്ടുന്ന വാക്കല്ലേ? അല്ലെ, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അർത്ഥം കിട്ടുമല്ലോ. കാരണം എന്താ? മഴ നനഞ്ഞു. ഓക്കെ, കംപ്ലീറ്റ് സെന്റൻസ് ആണ്. പക്ഷേ ഇതിന്റെ കൂടെ നോക്കിയേ, കുടയില്ലാത്തതിനാൽ. ഈ സാധനം നമുക്ക് എവിടെയെങ്കിലും സ്വതന്ത്രമായി വെക്കാൻ പറ്റുമോ?
വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പൂർണ്ണമായ ഒരു വാക്യത്തോട് ചേർന്ന് നിൽക്കുന്ന ആ പൂർണ്ണമായ വാക്യം, അപ്പൊ അതെന്താണ്? അംഗവാക്യം. അപ്പൊ ഇതിൽ ഏതാണ് അംഗവാക്യം, ഏതാണ് അങ്കിവാക്യം? നോക്കിയേ, അങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സെന്റൻസ്. അപ്പൊ എന്താ? മഴ നനഞ്ഞു എന്ന് പറയുന്നതാണ് അങ്കിവാക്യം. ഏതാണ് അംഗവാക്യം? കുടയില്ലാത്തതിനാൽ. ഓക്കെ, അതായത് ഈ കുടയില്ലാത്തതിനാൽ എന്ന് പറയുന്ന സെന്റൻസ് കംപ്ലീറ്റ് ആണോ? കംപ്ലീറ്റ് ആണോ? കംപ്ലീറ്റ് സെന്റൻസ് ആണോ? അല്ല. കുടയില്ലാത്തതിനാൽ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. നനയാം, അല്ലെങ്കിൽ വെയിൽ കൊള്ളാം, എന്ത് വേണമെങ്കിൽ സംഭവിക്കാം അല്ലെ? കുടയില്ലാത്തതിനാൽ ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിൽ ഫില്ല് ചെയ്യാൻ പറ്റും. പക്ഷെ മഴ നനഞ്ഞു എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ് സെന്റൻസ് ആണ്. മനസ്സിലായില്ലേ? അങ്ങനെ പൂർണ്ണവാക്യത്തെ നമ്മൾ എന്ത് വിളിക്കുക? അങ്കിവാക്യം എന്ന് വിളിക്കുക. ഈ പൂർണ്ണവാക്യത്തോട് ചേർന്ന് നിൽക്കുന്ന അപൂർണമായിട്ടുള്ള ഇൻകംപ്ലീറ്റ് സെന്റൻസ് നമുക്ക് എന്ത് വിളിക്കാം? അംഗവാക്യം എന്ന് വിളിക്കാം. മനസ്സിലായോ? 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 ഓക്കെ ആണോ? ഇതേ നോക്ക്, ഇപ്പൊ നമ്മുടെ നാച്ചുറൽ ക്ലബിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതേ ഇവിടെ മഴ നനഞ്ഞു എന്ന് പറയുന്നതാണ് നമ്മുടെ നാച്ചുറൽ ക്ലബ്ബ്. ഓക്കെ, ആ ക്ലബിലേക്ക് പോയി ചേർന്ന അംഗം. ഓക്കെ, ആ അംഗമാണ് ആരെന്ന് പറയുന്നത്? കുട ഇല്ലാത്തതിനാൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ ഒരു കംപ്ലീറ്റ് സെന്റൻസിലേക്ക് പോയി ചേരുന്ന വാക്കുകൾ എന്ത് വിളിക്കുക നമ്മള്? അല്ലെങ്കിൽ അപൂർണമായ വാക്കുകൾ എന്ത് വിളിക്കുക? അംഗവാക്യം എന്ന് വിളിക്കുക. മനസ്സിലായോ? 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 ഓക്കെ ആണോ? അടുത്തൊരു സെന്റൻസ് വായിച്ചു നോക്കിയേ. മഴ പെയ്തെങ്കിലും ചൂട് കുറഞ്ഞില്ല. മഴ പെയ്തെങ്കിലും ചൂട് കുറഞ്ഞില്ല. അപ്പൊ ഇതിനെ നിങ്ങൾക്ക് ഈ ഒരു സെന്റൻസ് ഏത് ഭാഗത്തെയാണ് നിങ്ങൾക്ക് ഒന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റുക? കംപ്ലീറ്റ് മീനിങ് കിട്ടുന്ന, പൂർണ്ണമായിട്ടും അർത്ഥം കിട്ടുന്ന ഇതിൽ ഏതായിരിക്കും? നോക്കിയേ, ചൂട് കുറഞ്ഞില്ല. മനസ്സിലായില്ലേ? ചൂട് കുറഞ്ഞില്ല. ആ ചൂട് കുറഞ്ഞില്ല എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ് സെന്റൻസ് ആണ്, പൂർണ്ണവാക്യമാണ് അല്ലെ? ആ പൂർണ്ണവാക്യത്തോട് ചേരുന്ന കംപ്ലീറ്റ് അല്ലാത്ത സെന്റൻസ് ആണ്, പൂർണ്ണമല്ലാത്ത സെന്റൻസ് ആണെന്ന് പറയുന്നത് മഴ പെയ്തെങ്കിലും. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? അതായത് എടാ നോക്കിയേ, ഈ മഴ പെയ്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറം നമുക്ക് എന്ത് വേണമെങ്കിൽ ചേർക്കാം അല്ലെ? മഴ പെയ്തെങ്കിലും എന്താ? കുട നനഞ്ഞില്ല, അല്ലെങ്കിൽ മഴ പെയ്തെങ്കിലും തണുപ്പ് വന്നില്ല, മഴ പെയ്തെങ്കിലും മണ്ണ് നനഞ്ഞില്ല. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കംപ്ലീറ്റ്, ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി ചേർക്കാൻ പറ്റും അല്ലെ? അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് കംപ്ലീറ്റ് അല്ല എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ചൂട് കുറഞ്ഞില്ല, ഇത് കംപ്ലീറ്റ് ആയി പോയില്ലേ? ഈ സെന്റൻസിന് അപ്പുറത്തെ ഇപ്പുറത്തേക്ക് ഒന്നും ഇല്ലല്ലോ. ചൂട് കുറഞ്ഞില്ല. ഓക്കെ, കഴിഞ്ഞു. ആ സെന്റൻസ് എന്താണ്? അവിടെ തീർന്നു. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ എന്താ? പൂർണ്ണമായിട്ട് ഒരർത്ഥം കിട്ടുന്ന, അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കുമ്പോൾ പൂർണ്ണമായ അർത്ഥം ലഭിക്കുന്ന വാക്കുകളാണ് എന്ത് വിളിക്കുക നമ്മള്? അങ്കിവാക്യം എന്ന് വിളിക്കുക. ആ അങ്കിവാക്യത്തിലേക്ക്, ഈ അങ്കിവാക്യമാണ് നമ്മുടെ നാച്ചുറൽ ക്ലബ്ബ്. ഈ നാച്ചുറൽ ക്ലബ്ബിലേക്ക് വന്നു ചേരുന്ന മെമ്പറാണ്, അംഗമാണ് ആരെന്ന് പറയുന്നത്? നിങ്ങൾ അല്ലെ? അപ്പോ ഈ പൂർണ്ണവാക്യത്തോട് ചേർന്ന് നിൽക്കുന്ന അപൂർണവാക്യത്തെയാണ് എന്ത് വിളിക്കുക? അംഗം എന്ന് വിളിക്കുക. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ ആണോ? എപ്പോഴും അംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഓർമ്മിക്കുക? മെമ്പർ എന്ന് ഓർമ്മിക്കുക. ഒരു ക്ലബിലൊക്കെ മെമ്പർ ആവാന്ന് പറയുമല്ലോ നമ്മള്. അപ്പൊ അംഗം എപ്പോഴും എന്താണ്? നമ്മൾ ഏതെങ്കിലും ഒരു സാധനത്തിലേക്ക് പോയി ചേരുകയല്ലേ ചെയ്യുന്നേ അല്ലെ? അപ്പൊ അംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അപൂർണമായിട്ടുള്ള സെന്റൻസ് എന്ത് ചെയ്യുക? ഓർമ്മിക്കുക. അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. നിങ്ങൾക്ക് ഇങ്ങനെയാണ് ചോദിക്കുക: അങ്കിവാക്യം, അംഗവാക്യം, അങ്കിവാക്യം എന്നിവ വേർതിരിക്കുക. നോക്കിക്കോ, ഒരു എക്സാമ്പിൾ. മഴ പെയ്തപ്പോൾ കാറ്റ് ആഞ്ഞു വീശി. മഴ പെയ്തപ്പോൾ കാറ്റ് ആഞ്ഞു വീശി. ഇതിലേതാണ് അംഗവാക്യം? നോക്കണേ, ഏതാണ് അംഗവാക്യം? ഏതാണ് അങ്കിവാക്യം, ഏതാണ് അംഗവാക്യം എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സാർ ഒരാളെ വിളിക്കോ? ഫാത്തിമ. ഫാത്തിമ പറയ്. അതെ, കാറ്റ് ആഞ്ഞു വീശി അങ്കി. ഓക്കെ, കാറ്റ് ആഞ്ഞു വീശി അങ്കി. ഓക്കെ, പിന്നെ അതെ, മഴ പെയ്തപ്പോൾ അംഗവാക്യം അല്ലേ? ശരിയല്ലേ പറഞ്ഞത്? കാരണം എന്താ? കാറ്റ് ആഞ്ഞു വീശി എന്ന് പറയുന്നത് എന്താണ്? ഒരു പൂർണ്ണമായ വാക്യമാണ് അല്ലേ? കാറ്റ് ആഞ്ഞു വീശി എന്ന് പറയുന്നത് എന്താണ്? ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്, പൂർണ്ണമായ വാക്യമാണ്. അപ്പൊ ഈ പൂർണ്ണമായ വാക്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള എന്താ അപൂർണമായിട്ടുള്ള വാക്യമാണെന്ന് പറയുന്നത് മഴ പെയ്തപ്പോൾ. ഓക്കെ, അതായത് ഈ മഴ പെയ്തപ്പോൾ എന്ത് വേണമെങ്കിൽ നടക്കാം അല്ലെ? മഴ പെയ്തപ്പോൾ എന്താണ്? മഴ പെയ്തപ്പോൾ ഇടിയുണ്ടായി, അല്ലെങ്കിൽ മഴ പെയ്തപ്പോൾ മിന്നൽ വന്നു എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കാറ്റാഞ്ഞു വീശി അതെന്താണ്? കംപ്ലീറ്റ് സെന്റൻസ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ കാറ്റാഞ്ഞു വീശി എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഇവിടുത്തെ അങ്കിവാക്യം എന്ന് പറയുന്നത്. മഴ പെയ്തപ്പോൾ എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഇവിടുത്തെ അംഗവാക്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ തംസപ്പ് ചെയ്തേ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓക്കെ.
ദേ ഇനി അടുത്ത നോക്കിയേ, ദേ നമ്മൾ പറഞ്ഞ പോലെ കാറ്റാഞ്ഞു വീശി അങ്കിയാണ്, അങ്കം എന്താണ് മഴ പെയ്തപ്പോൾ. ഇനി അടുത്തൊരു ചോദ്യം നോക്കിയേ, കുട്ടി പഠിക്കാത്തതിനാൽ നോക്കണേ, കുട്ടി പഠിക്കാത്തതിനാൽ അധ്യാപകൻ വഴക്ക് പറഞ്ഞു. സാർ എന്താ എഴുത്, അത് കമന്റ് എന്താ? ആ കൊള്ളാം. ഓക്കെ, എടാ കുട്ടി പഠിക്കാത്തതിനാൽ അധ്യാപകൻ വഴക്ക് പറഞ്ഞു. കുട്ടി പഠിക്കാത്തതിനാൽ അധ്യാപകൻ വഴക്ക് പറഞ്ഞു. ഓക്കെ, ഇതിൽ ഏതായിരിക്കും അങ്കവാക്യം, ഏതായിരിക്കും അങ്കിവാക്യം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതായിരിക്കും? സാർ ഒരാളെ വിളിക്കോ? അശ്വിനി, ഗുഡ് ഈവനിങ്. എവിടെ അശ്വിനി? എന്തിയേ കൈ കാണിച്ചേ? ഓക്കെ, കണ്ട്. ഓക്കെ, പറയും. അപ്പൊ ഇതിൽ ഏതായിരിക്കും അങ്കിവാക്യം, ഏതായിരിക്കും അങ്കവാക്യം? അങ്കിവാക്യം അധ്യാപകൻ വഴക്ക് പറഞ്ഞു. അതെ, വെരി ഗുഡ്. അങ്കിവാക്യം എന്താണ്? അധ്യാപകൻ വഴക്ക് പറഞ്ഞു. ഇനി അങ്കവാക്യം എന്താ? അങ്കവാക്യം കുട്ടി പഠിക്കാത്തതിനാൽ. അതെ, വെരി ഗുഡ്. അല്ലെ, കുട്ടി പഠിക്കാത്തതിനാൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആണോ? പൂർണ്ണവാക്യമാണോ? അല്ല. കുട്ടി പഠിക്കാത്തതിനാൽ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. പരീക്ഷയ്ക്ക് തോറ്റു, മാർക്ക് കുറഞ്ഞു എന്നിട്ട് എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. പക്ഷെ അധ്യാപകൻ വഴക്ക് പറഞ്ഞു എന്ന് പറയുന്ന സെന്റൻസ് ആണ്, സെന്റൻസ് എന്താണ്? കംപ്ലീറ്റ് ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ അങ്കി എന്ന് പറയുന്നത് എന്താ? അധ്യാപകൻ വഴക്ക് പറഞ്ഞു. അങ്കവാക്യം എന്ന് പറയുന്നത് എന്താ? കുട്ടി പഠിക്കാത്തതിനാൽ. മനസ്സിലായോ? ഓക്കെ ആണോ? ഇത് ഇത്രയും നേരം സിമ്പിൾ സെന്റൻസ് ആണ്. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം നോക്കാം. വലുതായിരിക്കും, കുറച്ചുകൂടെ ഇത്രയും കൂടെ വലുതായിരിക്കും എന്ത് ചെയ്യാം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക. മഴയും കൂടെയൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. വായിച്ചു നോക്കിയേ, ഈ ഒരു ചോദ്യം നോക്കിയേ. മയക്കം പോകാതെ പരിഭ്രമിച്ചിരുന്ന ദൃഷ്ടദ്യുമ്നനെ അനങ്ങാൻ കഴിഞ്ഞില്ല. ഓക്കെ, ഏതാ? മയക്കം പോകാതെ പരിഭ്രമിച്ചിരുന്ന ദൃഷ്ടദ്യുമ്നനെ അനങ്ങാൻ കഴിഞ്ഞില്ല. ഓക്കെ, ഏതായിരിക്കും അങ്കി, ഏതായിരിക്കും അങ്കവാക്യം? നോക്കിയേ, അങ്കിവാക്യം എന്താ? ദൃഷ്ടദ്യുമ്നനെ അനങ്ങാൻ കഴിഞ്ഞില്ല. കംപ്ലീറ്റ് സെന്റൻസ് അല്ലേ? ദൃഷ്ടദ്യുമ്നന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? അനങ്ങാൻ കഴിഞ്ഞില്ല. ഓക്കെ, കഴിഞ്ഞു. കംപ്ലീറ്റ് സെന്റൻസ് എന്തായി? പൂർണ്ണമായി. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന അപൂർണമായിട്ടുള്ള വാക്യമാണ് എന്ന് പറയുന്നത് അങ്കവാക്യം. എന്താ? മയക്കം പോകാതെ പരിഭ്രമിച്ചിരുന്ന. ഓക്കെ, മയക്കം പോകാതെ പരിഭ്രമിച്ചിരുന്ന, അതാണെന്ന് പറയുന്നത് ഇവിടുത്തെ അങ്കവാക്യം. അങ്കിവാക്യം എന്താണ്? ദൃഷ്ടദ്യുമ്നന് അനങ്ങാൻ കഴിഞ്ഞില്ല. മനസ്സിലായോ? ഓക്കെ, അപ്പോ അങ്കവാക്യം എന്ന് പറഞ്ഞാൽ എന്താന്ന് ഓർമ്മിക്കുക. അങ്കവാക്യം എന്ന് പറയുന്നത് അംഗം. നമ്മൾ എപ്പോഴും എന്താ പല ക്ലബിലും പോയിട്ട് അംഗമായിട്ട് നമ്മൾ ചേരുകയാണ് ചെയ്യുക, അല്ലെ? അപ്പോൾ ഏതെങ്കിലും ഒരു പൂർണ്ണമായ വാക്യത്തോട് ചേർന്ന് നിൽക്കുന്ന അപൂർണമായ വാക്യമാണ് എന്തെന്ന് പറയുന്നത്? അങ്കവാക്യം എന്ന് പറയുന്നത്. ഓക്കെ, അംഗം, നമ്മൾ അംഗങ്ങളിലാവാ. ഓക്കെ, ഇനി അങ്കി എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് ആയിട്ടുള്ള സെന്റൻസ്, പൂർണ്ണമായിട്ടുള്ള വാക്യം. ഓക്കെ, അങ്കിവാക്യത്തെ നമ്മൾ പ്രധാന വാക്യം എന്ന് എന്ത് ചെയ്യാറുണ്ട്? വിളിക്കാറുണ്ട്. അടുത്ത ചോദ്യം നോക്കിയേ. വെയിലിന്റെ മുകൾ തട്ടിൽ എവിടെ നിന്നോ ബലിക്കാക്കകൾ അന്നം കൊത്താൻ ഇറങ്ങി വന്നു. വെയിലിന്റെ മുകൾ തട്ടിൽ എവിടെ നിന്നോ ബലിക്കാക്കകൾ അന്നം കൊത്താൻ ഇറങ്ങി വന്നു. ഓക്കെ, ഇതിപ്പോ വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും ഏതാണ് കംപ്ലീറ്റ് സെന്റൻസ് എന്നുള്ള കാര്യം, അല്ലേ? ഏതാണ്? നോക്കിയേ, ബലിക്കാക്കകൾ അന്നം കൊത്താൻ ഇറങ്ങി വന്നു. കംപ്ലീറ്റ് അല്ലേ? ബലിക്കാക്കകൾ അന്നം കൊത്താൻ ഇറങ്ങി വന്നു. ഓക്കെ, പിന്നെയോ അതാണ് എന്തെന്ന് പറയുന്നത്? അങ്കിവാക്യം എന്ന് പറയുന്നത്. പിന്നെയോ വെയിലിന്റെ മുകൾ തട്ടിൽ എവിടെ നിന്നോ. ഓക്കെ, അത് കംപ്ലീറ്റ് ആണോ സെന്റൻസ്? അല്ല. വെയിലിന്റെ മുകൾ തട്ടിൽ എവിടെ നിന്നോ, അതാണ് എന്തെന്ന് പറയുന്നത്? ഇവിടുത്തെ അപൂർണ വാക്യം, അതായത് അങ്കവാക്യം എന്ന് പറയുന്നത്. മനസ്സിലായുണ്ടോ സാർ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ തംസപ്പ് ചെയ്ത് എല്ലാവരും. ഓക്കെ ആണെങ്കിൽ തംസപ്പ് ചെയ്യാ. അടുത്ത ചോദ്യം. ഒരു കുട്ടിയുടെ നിസ്സഹായതയോടെ അയാൾ പാറാവുകാരന്റെ മുമ്പിൽ നിന്നു. ഒരു കുട്ടിയുടെ നിസ്സഹായതയോടെ അയാൾ പാറാവുകാരന്റെ മുന്നിൽ നിന്നു. ഇതിലേതാണ് അങ്കിവാക്യം, ഏതാണ് അങ്കവാക്യം? അങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണവാക്യം, അംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന അപൂർണവാക്യം. പറഞ്ഞോ സാർ, ഒരാളെ വിളിക്കാം. നമുക്ക് വിളിക്കാം. എടാ പറയ്, ഏതാണ് ഇതിലെ അങ്കവാക്യം, ഏതാണ് ഇതിലെ അങ്കിവാക്യം? ഒരു കുട്ടിയുടെ നിസ്സഹായതയോടെ. ഒരു കുട്ടിയുടെ നിസ്സഹായതയോടെ എന്താ? അംഗമല്ലേ, ഇത് ചേർന്ന് നിൽക്കുന്ന വാക്യമല്ലേ? കംപ്ലീറ്റ് സെന്റൻസ് ഏതാ? അയാൾ പാറാവുകാരന്റെ മുമ്പിൽ നിന്നു.
ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ കംപ്ലീറ്റ് സെന്റൻസ് എന്ന് പറയുന്നത് അല്ലേ. പൂർണ്ണമായിട്ടുള്ള വാക്യം എന്ന് പറയുന്നത് ഇതല്ലേ, അയാൾ പാറാവുകാരന്റെ മുമ്പിൽ നിന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന അപൂർണമായിട്ടുള്ള വാക്യമല്ലേ എന്തെന്ന് പറയുന്നത്, ഒരു കുട്ടിയുടെ നിസ്സഹായതയോടെ അല്ലേ. അപ്പൊ ഇതാണ് പൂർണ്ണമായിട്ടുള്ള സെന്റൻസ്, ഇതിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു അംഗമാണെന്ന് ഓർമ്മിക്കുക. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഏതാ നോക്കിയേ, അങ്കി എന്താ, അയാൾ പാറാവുകാരന്റെ മുമ്പിൽ നിന്നു. ഓക്കെ, അംഗവാക്യം എന്താ, ഒരു കുട്ടിയുടെ നിസ്സഹായതയോടെ. മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടോ? അംഗവാക്യം അങ്കിവാക്യം മനസ്സിലായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തംസപ്പ് ചെയ്തേ. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. 2 മാർക്കാണ്, 2x1 2 മാർക്ക് കണ്ടോ. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കോ, വായിച്ചോ, എല്ലാവരും വായിച്ചോ. യുദ്ധത്തിൽ വളരെ പരിക്കുകൾ ഏറ്റിട്ടുണ്ടെങ്കിലും കൗരവപ്പടയിൽ മരിക്കാതെ ശേഷിച്ച ആ 3 പേർ വിവരമറിഞ്ഞ് പാഞ്ഞു വന്ന് ചോരയിൽ ആണ്ടുകിടന്ന ദുര്യോധനനെ കണ്ടു. ഇത്രയും വലിയ സെന്റൻസ് ആയിരിക്കും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ, ഒന്നുകൂടെ വായിച്ചു നോക്കിയോ. യുദ്ധത്തിൽ വളരെ പരിക്കുകൾ ഏറ്റിട്ടുണ്ടെങ്കിലും കൗരവപ്പടയിൽ മരിക്കാതെ ശേഷിച്ച ആ 3 പേർ വിവരമറിഞ്ഞ് പാഞ്ഞു വന്ന് ചോരയിൽ ആണ്ടുകിടന്ന ദുര്യോധനനെ കണ്ടു. ഓക്കെ, എല്ലാരും പറയുന്നുണ്ട്. ശരി. ദേ നോക്കിയോ, എടാ നമുക്ക് എന്ത് ചെയ്യാം, യുദ്ധത്തിൽ വളരെ പരിക്കുകൾ ഏറ്റിട്ടുണ്ടെങ്കിലും കൗരവപ്പടയിൽ മരിക്കാതെ ശേഷിച്ച, ഇവിടം വരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അംഗവാക്യമായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അങ്കിവാക്യം എന്തായിരിക്കും, ആ 3 പേർ വിവരമറിഞ്ഞ് പാഞ്ഞു വന്ന് ചോരയിൽ ആണ്ടുകിടന്ന ദുര്യോധനനെ കണ്ടു. ഓക്കെ, എന്താ, ആ 3 പേർ വിവരമറിഞ്ഞു പാഞ്ഞു വന്ന ചോരയിൽ ആണ്ടുകിടന്ന ദുര്യോധനൻ എന്ത് ചെയ്തു, കണ്ടു. അതാണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ. നോക്കിയേ, അങ്കി എന്താണ്, ആ 3 പേർ വിവരമറിഞ്ഞ് പാഞ്ഞു വന്ന് ചോരയിൽ ആണ്ടുകിടന്ന ദുര്യോധനനെ കണ്ടു. അംഗവാക്യം എന്താണ്, യുദ്ധത്തിൽ വളരെ പരിക്കുകൾ ഏറ്റിട്ടുണ്ടെങ്കിലും കൗരവപ്പടയിൽ മരിക്കാതെ ശേഷിച്ച. മനസ്സിലായോ? അപ്പൊ ഇതാണെന്ന് പറയുന്നത് അങ്കിവാക്യം അംഗവാക്യം. ഓക്കെ, കിട്ടിയോ? മനസ്സിലാവണ്ടോ? ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കിയേ. ചൊടിയുള്ള ഒരു വൃദ്ധയുടെ ജാഗ്രതയോടുകൂടി മദാം മഗ്ലാർ ഒരു നിമിഷ നേരം കൊണ്ട് ഈശ്വരവന്ദന മുറിയിലേക്ക് പാഞ്ഞു. ഓക്കെ, എന്താ, ചൊടിയുള്ള ഒരു വൃദ്ധയുടെ ജാഗ്രതയോടുകൂടെ മദാം മഗ്ലാർ ഒരു നിമിഷ നേരം കൊണ്ട് ഈശ്വരവന്ദന മുറിയിലേക്ക് പാഞ്ഞു. എന്തൊക്കെയായിരിക്കും ഇതിലെ അങ്കി, ഏതൊക്കെയായിരിക്കും ഇതിലെ അംഗവാക്യം, പറഞ്ഞോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദേ നിങ്ങൾ ആദ്യം നോക്കേണ്ടത്, ഓക്കെ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എവിടുന്ന് നമുക്കിങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ, നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സെന്റൻസ് കിട്ടും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം നോക്കുക. മനസ്സിലായോ? ഇങ്ങനെ വലിയ സെന്റൻസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം ഏതാണ് അങ്കിവാക്യം എന്നുള്ള കണ്ടെത്താൻ നോക്കുക. ഓക്കെ, അതായത് ഏതാണ് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന സെന്റൻസ് നോക്കുക. അപ്പൊ നോക്കിയേ, ഇവിടെ ഏതാണ്, മദാം മഗ്ലാർ ഒരു നിമിഷ നേരം കൊണ്ട് ഈശ്വരവന്ദന മുറിയിലേക്ക് പാഞ്ഞു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന സെന്റൻസ് ആണ് അല്ലേ. നോക്കിയേ, മദാം മഗ്ലാർ ഒരു നിമിഷ നേരം കൊണ്ട് ഈശ്വരവന്ദന മുറിയിലേക്ക് പാഞ്ഞു. ഇതെന്താണ്, കംപ്ലീറ്റ് സെന്റൻസ് ആണ്. ഓക്കെ, ചൊടിയുള്ള ഒരു വൃദ്ധയുടെ ജാഗ്രതയോട് കൂടി, അതെന്താണ്, ഇതിൽ ചേർന്ന് നിൽക്കുന്ന അംഗവാക്യമാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെക്കുക. അപ്പൊ ഇങ്ങനെ വലിയ സെന്റൻസ് വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേതാണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന വാക്യം, ഓക്കെ, പൂർണ്ണമായി നിൽക്കുന്ന വാക്യം ഏതാന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അതായത് നിങ്ങൾക്ക് അതിലേതിനെ സ്വതന്ത്രമായിട്ട് എവിടെയെങ്കിലും എടുത്തു വെക്കാൻ പറ്റും. അങ്ങനെ സ്വതന്ത്രമായി നിൽക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മീനിങ് കിട്ടുന്നുണ്ടോ, അർത്ഥം കിട്ടുന്നുണ്ടോ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ടാമത്തെ അംഗവാക്യം, അതിനോട് കൂടി ചേർന്ന് നിൽക്കുന്ന അംഗം ഏതാണോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. മനസ്സിലായോ? ഓക്കെ ആണോ? ഇത് നോക്കിയത് കംപ്ലീറ്റ് ആണോ? ചൊടിയുള്ള ഒരു വൃദ്ധയുടെ ജാഗ്രതയോട് കൂടി എന്താ, കംപ്ലീറ്റ് ആണോ? ജാഗ്രതയോട് കൂടെ ആണോ, കംപ്ലീറ്റ് ആണോ? അല്ല. പക്ഷെ ഇവിടെ നോക്കിയേ, മദാം മഗ്ലാർ ഒരു നിമിഷ നേരം കൊണ്ട് ഈശ്വര വന്ദന മുറിയിലേക്ക് പാഞ്ഞു. ഓക്കെ, കംപ്ലീറ്റ് ആണ്. എന്ത് ചെയ്തു, അങ്ങോട്ട് പാഞ്ഞു പോയി, അത്രേ ഉള്ളൂ. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ ആണോ? തംസപ്പ് ചെയ്തേ. ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ, അംഗവാക്യം എന്ന് പറഞ്ഞാൽ എന്താ, അംഗം. നമ്മൾ എപ്പോഴും അംഗം എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മിക്കേണ്ടത്, നാച്ചുറൽ ക്ലബ്ബ്. ഓക്കെ, നമ്മുടെ സ്കൂളിലെ നാച്ചുറൽ ക്ലബ്ബാണ്. ഈ നാച്ചുറൽ ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യുന്ന മെമ്പേഴ്സാണ് ആരെന്ന് പറയുന്നത്, നിങ്ങളെന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ആ മെമ്പേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്, അംഗം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ നാച്ചുറൽ ക്ലബ്ബാണ് എന്തെന്ന് പറയുന്നത്, അങ്കി. അതായത് കംപ്ലീറ്റ് ആണല്ലോ. നമ്മളിപ്പോൾ ഇല്ലെങ്കിലും അത് ഇൻകംപ്ലീറ്റ് ആവുമോ?
ആകുമോ? അതെപ്പോഴും കംപ്ലീറ്റ് ആണ്. നാച്ചുറൽ ക്ലബ് എപ്പോഴും കംപ്ലീറ്റ് ആണ്. ഇതിലേക്ക് പോയി ചേരുന്ന ആരാണ്? നമ്മളാണ് മെമ്പേഴ്സ്, നമ്മളാണ് അംഗങ്ങൾ അല്ലേ? അപ്പോൾ ഓർമ്മിക്കുക, കംപ്ലീറ്റ് ആയിട്ട് മീനിങ് ലഭിക്കുന്ന, പൂർണ്ണമായി നിൽക്കാൻ പറ്റുന്ന കംപ്ലീറ്റ് ഒരു മീനിങ് ലഭിക്കുന്ന അർത്ഥമുള്ള വാക്യങ്ങളാണെന്ന് പറയുന്നത് അങ്കിവാക്യം. ഈ അങ്കിവാക്യത്തോട് ചേർന്ന് നിൽക്കുന്ന നമ്മൾ, ഓക്കെ, നാച്ചുറൽ ക്ലബിലേക്ക് പോയി ജോയിൻ ചെയ്ത നമ്മൾ, ഈ പോയി ജോയിൻ ചെയ്യുന്ന ആളുകളാണെന്ന് പറയുന്നത് അംഗവാക്യം. കംപ്ലീറ്റ് അല്ലാത്ത സെന്റൻസ്, പൂർണ്ണമല്ലാത്ത വാക്യങ്ങളാണെന്ന് വിളിക്കുക അംഗവാക്യം എന്ന് വിളിക്കുക. മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ തംസപ്പ് ചെയ്തേ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കോ. വിധവയായ സഹോദരിയും അവളുടെ 7 മക്കളും അയാളുടെ സംരക്ഷണത്തിലായിരുന്നു. ഏത് ചാപ്റ്ററിലാ? ഏത് പാഠഭാഗത്തിലാ? വിധവയായ സഹോദരിയും അവരുടെ 7 മക്കളും അയാളുടെ സംരക്ഷണത്തിലായിരുന്നു. ഏതായിരുന്നു ചാപ്റ്റർ? അതിന് വേണ്ടിയിട്ടായിരുന്നു ഭക്ഷണമൊക്കെ മോഷ്ടിക്കാൻ വേണ്ടി പോയത്. ആരായിരുന്നു? ഏത് ചാപ്റ്റർ ആയിരുന്നു? ഏതായിരുന്നു? ഏതാ? അതെ, വെരി ഗുഡ്, പാവങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലേതായിരിക്കും അംഗം, ഇതിലേതായിരിക്കും അങ്കി? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താ? അങ്കിവാക്യം നോക്കുക, കംപ്ലീറ്റ് ആയിട്ട് മീനിങ് കിട്ടുന്നത് ഏതിനാ നോക്കുക. ഓക്കെ, അപ്പൊ നോക്കുക, വിധവയായ സഹോദരിയും അവരുടെ 7 മക്കളും. ഓക്കെ, പോരാ, സുഖമല്ല, അയാളുടെ സംരക്ഷണത്തിലായിരുന്നു. ഓക്കെ, അയാളുടെ സംരക്ഷണത്തിലായിരുന്നു. അതെന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മീനിങ് ലഭിക്കുന്നുണ്ട് അല്ലെ? അയാളുടെ സംരക്ഷണത്തിലായിരുന്നു. അപ്പൊ അങ്കി ഏതാണ്? അയാളുടെ സംരക്ഷണത്തിലായിരുന്നു. ഓക്കെ, ഇനി വിധവയായ സഹോദരിയും അവരുടെ 7 മക്കളും, അതെന്തല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണോ? പൂർണ്ണവാക്യമാണോ? പിന്നെ നമ്മുടെ സൗണ്ട് വർക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ ആളുകൾ വന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യാം? സൗണ്ട് വർക്ക്. ഓക്കെ, അപ്പൊ നോക്കിയേ. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക്. ഇതേ അങ്കിവാക്യം എന്താണ്? അയാളുടെ സംരക്ഷണത്തിലായിരുന്നു. അംഗവാക്യം എന്താണ്? വിധവയായ സഹോദരിയും അവരുടെ 7 മക്കളും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്ന കാര്യങ്ങൾ? പിന്നെ ഒരു കാര്യം ഓർമ്മിക്കാം, എപ്പോഴും ഒരു ട്രിക്ക് പറഞ്ഞുതരാം. എപ്പോഴും അങ്കിവാക്യം എന്ന് പറയുന്നതിൻ്റെ അവസാനം ആരുണ്ടാവും? ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവും കേട്ടോ, ഓർമ്മിച്ച് വെച്ചോ. അങ്കിവാക്യം എന്ന് പറയുന്നത് ഫുൾ സ്റ്റോപ്പ്. നമ്മളൊരു സെന്റൻസ് കംപ്ലീറ്റ് ആവുമ്പോഴാണ് ഫുൾ സ്റ്റോപ്പ് വരുമ്പോഴാണല്ലോ. ആ ഫുൾ സ്റ്റോപ്പ് വരുന്ന ഓർമ്മിച്ചോ, വെറുതെ ഒരു ട്രിക്കായിട്ട് ഓർമ്മിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ദേ അരാജകമായ ഒരവസ്ഥയിൽ പോലും സത്യവും നീതിയും പുലർത്തുന്ന പത്രങ്ങളുടെ സാന്നിധ്യം സമൂഹത്തെ രക്ഷിക്കുന്നു. ഓക്കെ, നോക്കിയേ, എന്താ? അരാജകമായ ഒരവസ്ഥയിൽ പോലും സത്യവും നീതിയും പുലർത്തുന്ന പത്രങ്ങളുടെ സാന്നിധ്യം സമൂഹത്തെ രക്ഷിക്കുന്നു. ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് അങ്കിവാക്യം വന്നിട്ടുണ്ടാവും, കംപ്ലീറ്റ് സെന്റൻസ് വന്നിട്ടുണ്ടാവും അല്ലേ? ഇവിടെ ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടെ. അപ്പൊ വന്നിട്ടുണ്ടാവും എന്താ പത്രങ്ങളുടെ സാന്നിധ്യം സമൂഹത്തെ രക്ഷിക്കുന്നു. കംപ്ലീറ്റ് സെന്റൻസ് അല്ലേ? പത്രങ്ങളുടെ സാന്നിധ്യം എന്ത് ചെയ്യുന്നു? പത്രങ്ങളുടെ സാന്നിധ്യം സമൂഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്? രക്ഷിക്കുന്നു. കംപ്ലീറ്റ് സെന്റൻസ് അല്ലേ? പക്ഷെ ഇവിടെയോ അരാജകമായ ഒരവസ്ഥയിൽ പോലും സത്യവും നീതിയും പുലർത്തുന്ന, അത് കംപ്ലീറ്റ് ആണോ? ഓക്കെ ആണോ? മനസ്സിലായില്ലേ? അപ്പൊ ഇതിൽ ഏതായിരിക്കും അങ്കി, ഏതായിരിക്കും അംഗം? ഇവനാണ് ആരെന്ന് പറയുന്നത്? അങ്കിവാക്യം എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഇവനാണ് ആരെന്ന് പറയുന്നത്? അംഗം, അംഗവാക്യം. ഓക്കെ, അംഗവാക്യം. മനസ്സിലായോ? നോക്കിയേ, അങ്കി ഏതാണ്, അംഗം ഏതാന്ന് നോക്കിയേ. പത്രങ്ങളുടെ സാന്നിധ്യം സമൂഹത്തെ രക്ഷിക്കുന്നു. അത് കംപ്ലീറ്റ് സെന്റൻസ് അല്ലേ? പൂർണ്ണമായിട്ടുള്ള സെന്റൻസ് അല്ലേ? പത്രങ്ങളുടെ സാന്നിധ്യം സമൂഹത്തെ രക്ഷിക്കുന്നു. കംപ്ലീറ്റ്, ഫിനിഷ്, കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന അപൂർണമായിട്ടുള്ള വാക്യം, അരാജകമായ ഒരവസ്ഥയിൽ പോലും സത്യവും നീതിയും പുലർത്തുന്നു. ഓക്കെ, പുലർത്തുന്ന, ഇതിന് കംപ്ലീറ്റ് ആണോ? സെന്റൻസ് പൂർണ്ണമായിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അടുത്ത് നോക്കിയേ. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. നോക്കിയേ. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തോട്ടത്തിലൂടെ കടന്ന് പോരണമെന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു എപ്പോഴും അങ്കിവാക്യം വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പിനടുത്തൊക്കെയാണ് അങ്കിവാക്യം വരാം അല്ലേ? സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നിടത്താണ് എന്ത് ചെയ്യുക? അങ്കിവാക്യം വരിക. അപ്പം നോക്കിയേ, ഇതിലേതാണ് അംഗവാക്യം, ഏതാണ് അങ്കിവാക്യം എന്ന് എല്ലാവരും വായിച്ചു നോക്കിയേ. വേഗം വായിച്ചോ. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തോട്ടത്തിലൂടെ കടന്ന് പോരണമെന്നില്ല അല്ലേ? നോക്ക്, ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തോട്ടത്തിലൂടെ കടന്നു പോരണമെന്നില്ല. അപ്പൊ നോക്കിയേ, ഇതിലേതാണ് അങ്കിവാക്യം? പൂർണ്ണമായിട്ടുള്ള വാക്യം എന്താണ്? തോട്ടത്തിലൂടെ കടന്നു പോരണമെന്നില്ല.
അംഗവാക്യം എന്താണ്? ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക്, ഓക്കെ, ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക്, അതാണ് എന്തെന്ന് വരുന്നത് ഇവിടെ അംഗവാക്യമായിട്ട് വരുന്നത്. അടുത്ത നോക്കിയേ, വലിയൊരു ചോദ്യം നോക്കിയേ. സമൂഹത്തിന് ദിശാബോധം നൽകുന്നതിനും ഗുണപരമായ മാറ്റങ്ങൾ വരുന്നതിനും പത്രങ്ങൾ നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. പത്രങ്ങൾ നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വന്നു. ഇവിടെയാണ് ആര് വരിക? അംഗിവാക്യം വരിക അല്ലേ? സമൂഹത്തിന് ദിശാബോധം നൽകുന്നതിനും ഗുണപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും എന്താ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പത്രങ്ങൾ നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. സമൂഹത്തിന് ദിശാബോധം നൽകുന്നതിനും ഗുണപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും ഇതാണ് എന്ത് വരിക? അംഗവാക്യമായിട്ട് വരിക. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അപ്പോ നോക്കിയേ, അംഗവാക്യം എന്ന് പറഞ്ഞാൽ എന്താ? അംഗവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂർണ്ണവാക്യത്തോട് ചേർന്ന് നിൽക്കുന്ന ആ പൂർണ്ണവാക്യത്തെയാണ് എന്ത് വിളിക്കുക? നമ്മള് അംഗവാക്യം എന്ന് വിളിക്കുക. കംപ്ലീറ്റ് ആയിട്ട് മീനിങ് ലഭിക്കുന്ന, പൂർണ്ണമായി നിൽക്കുന്ന, സ്വതന്ത്രമായി നിൽക്കാൻ സാധിക്കുന്ന വാക്കുകളാണ് നമ്മൾ എന്ത് വിളിക്കുക? അംഗിവാക്യം എന്ന് വിളിക്കുക. മനസ്സിലായിട്ടുണ്ടോ? അംഗവാക്യം മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉറപ്പായിട്ടും വരുന്ന 2 മാർക്കിന് ചോദ്യം വരുന്ന പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്? പ്രയോഗം മാറ്റുക. ഓക്കെ, പ്രയോഗം മാറ്റുക. ഓക്കെ, അപ്പൊ അത് പഠിക്കാം, രണ്ടാമത് പഠിക്കാം. പക്ഷേ സാർ ഇവർക്ക് ബ്രേക്ക് കൊടുക്കുന്ന സമയമായോ? ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അല്ലേ? ഇപ്പൊ അത് ബ്രേക്ക് കഴിഞ്ഞിട്ട് എടുത്താലോ? ബ്രേക്ക് കഴിഞ്ഞിട്ട് പ്രയോഗം മാറ്റാം, അതാണ് നല്ലത് അല്ലേ? ഓക്കെ, നോമ്പൊക്കെ അടിച്ചു പൊളിച്ചിട്ട് വാ. ഓക്കെ, എല്ലാവരും തിരിച്ചു വന്നോളൂ. വേഗം തിരിച്ചു വന്നോ. ഓക്കെ. പെട്ടെന്ന് 10 മിനിറ്റ് പെട്ടെന്ന് തീർന്ന പോലെ ഉണ്ടാ അല്ലേ? ഒരു അരമണിക്കൂർ ബ്രേക്ക് തരട്ടെ എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത 2 മാർക്കിന്റെ ചോദ്യമാണ് എന്തെന്ന് പറയുന്നത്? പ്രയോഗം മാറ്റുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അംഗവാക്യം മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രയോഗം മാറ്റുക എന്ന് പറയുന്ന സാധനം പഠിക്കാം. ഓക്കെ, ആദ്യം എന്താണ് പ്രയോഗം നോക്കാം. കർത്താവിനും കർമ്മത്തിനും പ്രാധാന്യം കൊടുക്കുന്ന വാക്യരചനയാണ് പ്രയോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കർത്താവിനും പിന്നെ കർമ്മത്തിനും ക്രിയയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന വാക്യരചനയാണ് എന്ത് വിളിക്കുക? നമ്മൾ ക്രിയ അല്ലെങ്കിൽ പ്രയോഗം എന്ന് വിളിക്കുക. ഓക്കെ, ഇവിടെ കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സബ്ജക്റ്റ്. ഓക്കെ, കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റ്. പിന്നെ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ്. ഓക്കെ, കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റ്. ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബ്. ഓക്കെ, ഓർത്ത് വെക്കുക. അപ്പോൾ കർത്താവിനും കർമ്മത്തിനും പ്രാധാന്യം കൊടുക്കുന്ന വാക്യരചനയാണ് എന്തെന്ന് പറയുന്നത്? പ്രയോഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ 2 പ്രയോഗങ്ങളാണുള്ളത്. ഒന്ന് കർത്തരി പ്രയോഗവും, ഏതൊക്കെയാ? ഒന്ന് കർത്തരി പ്രയോഗം, ഒന്ന് കർമ്മണി പ്രയോഗം. ഏതൊക്കെ പ്രയോഗങ്ങളാ നോക്കണേ? കർത്തരി പ്രയോഗം, പിന്നെ രണ്ടാമത്തത് കർമ്മണി പ്രയോഗം. കർമ്മണി പ്രയോഗം. ഓക്കെ, ഇതേ നോക്കണേ. എടാ, കർത്തരി പ്രയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കണേ, കർത്താവിന് പ്രാധാന്യമുള്ളത്. ആർക്കാണ്? കർത്താവിന് പ്രാധാന്യമുള്ള പ്രയോഗങ്ങളെയാണ് എന്ത് വിളിക്കുക? കർത്തരി പ്രയോഗം എന്ന് വിളിക്കുക. അപ്പൊ എന്തായിരിക്കും കർമ്മണി പ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കർമ്മത്തിന്. ഓക്കെ, എന്തിനാണ്? കർമ്മത്തിന് പ്രാധാന്യമുള്ളത്. ഓക്കെ, കർമ്മത്തിന് പ്രാധാന്യമുള്ളത്. അപ്പോൾ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ആണ്, ഓർമ്മിക്കണേ, ഒബ്ജക്റ്റ് ആണ്. കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് ആണെന്നുള്ള എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇനി എന്താണ് കർത്തരി പ്രയോഗം ഇവിടെ പറയുന്നുണ്ട്? കർത്താവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രയോഗത്തിന് കർത്തരി പ്രയോഗം എന്ന് പറയുന്നു. കർത്താവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രയോഗത്തെ എന്ത് പറയുന്നു? നമ്മൾ കർത്തരി പ്രയോഗം എന്ന് പറയുന്നു. മനസ്സിലാവും? ബുദ്ധിമുട്ടണ്ട, ടെൻഷൻ ആവണ്ട, മനസ്സിലാവും. നോക്കിക്കോ, എടാ, അമ്മ കുട്ടിയെ ഉറക്കി. ഓക്കെ, സാർ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ഇട്ട് തരുമോ? ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പം ശരിയാക്കി തരാം. ഇപ്പം പറയാം. ഒന്ന് എഴുതി ആർമാദിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ലൈഡ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഒരു സാധനം ഉണ്ടെങ്കിൽ എഴുതാമല്ലോ എനിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പം സെറ്റ് ചെയ്യും. ഓക്കെ, നോക്കടാ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്. ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചു. അതാണ് നമ്മുടെ എക്സാമ്പിൾ എന്ന് ഓർമ്മിക്കാം. നോക്കണേ,
അല്ലെങ്കിൽ ഇതേ നോക്കിക്കോ, എക്സാമ്പിൾ ഇതേ നോക്കിക്കോ. രാമൻ രാവണനെ കൊന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ വാക്യം എന്ന് വിചാരിക്കാം. എന്താണ്? രാമൻ രാവണനെ കൊന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിലെ കർമ്മം ഏതാണ്, ഇതിലെ കർത്താവ് എന്താണ്, ഇതിലെ ക്രിയ എന്താണ് എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിലെ പ്രവൃത്തി എന്താണ്, ക്രിയ എന്താണ് നോക്കണം. ഓക്കെ, എന്താണ് ആദ്യം നോക്കേണ്ടത്? ക്രിയ. ഓക്കെ, എന്താണ് ആദ്യം നോക്കേണ്ടത്? ക്രിയ എന്താണ് എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഓക്കെ, ഇതിലെ ക്രിയ എന്താണ്? കൊന്നു. ഒരു പ്രവൃത്തിയല്ലേ, കൊല്ലുക എന്ന് പറഞ്ഞൊരു പ്രവൃത്തിയല്ലേ, അല്ലേ? ഒരു ആക്ടിവിറ്റി അല്ലേ എന്തെന്ന് പറയുന്നത്, കൊല്ലുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്രിയ എന്ന് പറയുന്നത് ആരാണ്? കൊന്നു. ഓക്കെ, ആരാണ്? ക്രിയ എന്താണ്? കൊന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്രിയയോട് ചോദിക്കുകയാണ് ആര് കൊന്നു എന്ന് ചോദിക്കാമെന്ന് വിചാരിക്കുക. ക്രിയയോട് ഞാൻ ചോദിച്ചു എന്താ, ആര് കൊന്നു എന്ന് ഞാൻ എന്താണ് ക്രിയയോട് ചോദിക്കുകയാണ്. അപ്പോൾ ആരാ കൊന്നത്? രാമൻ രാവണനെ കൊന്നു. ആരാ കൊന്നത്? അപ്പോൾ രാമൻ അല്ലേ? അപ്പോൾ രാമനെ ഞാൻ എന്ത് ചെയ്യാണ്, കർത്താവായിട്ട് എടുക്കുകയാണ്. അപ്പോൾ കർത്താവ് ആരാണ്? രാമൻ. ആരാണ്? രാമൻ. ഓക്കെ, ഇനി കർത്താവ് ചെയ്യുന്ന ക്രിയയുടെ അല്ലെങ്കിൽ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത്, റിസൾട്ട് അല്ലെങ്കിൽ ഫലം അനുഭവിക്കുന്നത് ആരാണോ അവനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കർമ്മം എന്ന് വിളിക്കുക. കർമ്മം. അപ്പോൾ രാമൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചത് ആരാണ്? രാവണനാണ്, അല്ലേ? അപ്പോൾ ഇവിടെ രാവണനാണ് പറയുന്നത് കർമ്മം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, റെഡി കിട്ടിയോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നോക്കിയേ നിങ്ങൾ ഇവിടെ അതിന് പകരം വേറൊരു സെന്റൻസ് തന്നു. അമ്മ കുട്ടിയെ ഉറക്കി. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് പ്രവൃത്തി നോക്കണം നമ്മൾ. ഏതാണ് ഇതിലെ ക്രിയ എന്ന് നോക്കണം. ഏതാണ് ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവൃത്തി, ഓക്കെ, ഒരു ആക്ടിവിറ്റി. ഇതിൽ അമ്മ കുട്ടിയെ ഉറക്കി എന്ന് പറയുന്നതിൽ ഏതാണ് ആക്ടിവിറ്റി, ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? ഉറക്കാണ്, അല്ലേ? ഉറക്കുന്നതാണല്ലോ ഒരു പ്രവൃത്തി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഉറക്കി എന്നുള്ളത് എന്തായിട്ട് എടുത്തു, ക്രിയയായിട്ട് എടുത്തു. ഓക്കെ, എന്തായിട്ട് എടുത്തു? പ്രവൃത്തി, ക്രിയ. നോക്കണേ, ക്രിയ ആയിട്ട് എടുത്തു. ഇനി ഞാൻ ക്രിയയോട് ചോദിക്കുകയാണ് ആരുറക്കി. ഓക്കെ, ആരുറക്കി? ആരാണ് ഉറക്കിയത്? അമ്മ കുട്ടിയെ ഉറക്കി, അല്ലെ? അപ്പൊ ഞാൻ ക്രിയയോട് ചോദിക്കുകയാണേ ആരാ ഉറക്കിയത്. അപ്പൊ ക്രിയ എന്നോട് മറുപടി പറഞ്ഞു അമ്മ. ഓക്കെ, അപ്പൊ അമ്മയാണ് ഇവിടുത്തെ ആരെന്ന് പറയാ. അമ്മയാണ് ആര്? കർത്താവ്. ആരാ? കർത്താവ്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയ ചെയ്യുന്നതാരോ, ഓക്കെ, ഒരു ക്രിയ ചെയ്യുന്നതാരോ അവരാണ് ആരെന്ന് പറയുന്നത്, കർത്താവ്. ക്രിയ ചെയ്യുന്നത് ആരാണോ അതാണെന്ന് പറയുന്നത് കർത്താവ്. ഓക്കെ, അപ്പോ നോക്കിയേ, ഈ കർത്താവ് ചെയ്ത ക്രിയയുടെ ഫലം അനുഭവിച്ചത് ആരാണ്? കുട്ടിയല്ലേ? അപ്പൊ ഈ കുട്ടിയാണ് ആരെന്ന് പറയുന്നത്, കർമ്മം. മനസ്സിലായോ? അപ്പൊ കർത്താവ്, കർമ്മം, ക്രിയ. കിട്ടിയോ? അപ്പൊ ഇവിടെ നോക്കിയേ, ഈ സെന്റൻസിലെ അമ്മ ആരാണ്? കർത്താവ്. ഈ സെന്റൻസിൽ ആരാണ്? അമ്മയാണ് ആരെന്ന് പറയുന്നത്, കർത്താവ്. ഓക്കെ, കർത്താവ് എന്ന് പറഞ്ഞാൽ ആരാ? പ്രവൃത്തി ചെയ്യുന്ന ആൾ. ഓക്കെ, ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, കർത്താവ്. പ്രവൃത്തി ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് എന്ന് പറയും, കർത്താവ് എന്ന് പറയും. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ഇവിടെ കുട്ടിയാണ് ആരെന്ന് പറയുന്നത്, കർമ്മം. ഓക്കെ, അതായത് നമ്മൾ പഠിച്ചത് എങ്ങനെയാ, കർത്താവ് ചെയ്യുന്ന ക്രിയയുടെ, ഓക്കെ, കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം, ഓക്കെ, റിസൾട്ട് ആർക്കാണോ കിട്ടുന്നത് അവരാണെന്ന് പറയുന്നത് കർമ്മം എന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടി ആരാണ്? ഇത് കർമ്മം. പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന ആൾ അവരാണ് എന്ത് വിളിക്കുക, നമ്മള് കർമ്മം എന്ന് വിളിക്കുക. മനസ്സിലായോ? ഇനി ഉറക്കി എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ പ്രവൃത്തി, ക്രിയ എന്ന് പറയുന്നത്. ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദമാണ് എന്തെന്ന് പറയുന്നത്, ക്രിയ. ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദമാണ് എന്തെന്ന് പറയുന്നത്, ക്രിയ. മനസ്സിലായോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഡി. പക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക കർത്തരി പ്രയോഗത്തെ കർമ്മണി പ്രയോഗത്തിലേക്ക് ആക്കുക എന്നായിരിക്കും എന്ത് ചെയ്യുക, നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുക. നോക്കണേ, എന്നെ ശ്രദ്ധിച്ചിരുന്ന എല്ലാവരും. ഞാനിവിടെ
കർത്തരി പ്രയോഗം. ഓക്കെ, പ്രയോഗം. കർത്തരി പ്രയോഗം എന്ന് പറഞ്ഞാൽ ആർക്ക് പ്രാധാന്യമുള്ള പ്രയോഗമാണ്? കർത്തരി പ്രയോഗം എന്ന് പറഞ്ഞാൽ ആർക്ക് പ്രാധാന്യമുള്ള പറഞ്ഞോ? ആർക്കാ പ്രാധാന്യം? കർത്തരി കർത്താവിന് അല്ലേ? കർത്താവിന് പ്രാധാന്യം. കർത്താവിന് പ്രാധാന്യം. നോക്കണേ, കർത്താവിന് പ്രാധാന്യം. ഓക്കെ, ഇനി കർമ്മണി പ്രയോഗം എന്ന് പറഞ്ഞാലോ? കർമ്മണി പ്രയോഗം പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോഗം എന്ന് പറഞ്ഞാൽ ആർക്കാണ് പ്രാധാന്യം? കർമ്മത്തിന് പ്രാധാന്യം. കർമ്മത്തിന് പ്രാധാന്യം. ഓക്കെ, ഇവിടുത്തെ എഴുതി വെച്ചു എന്നുള്ള അവിടെ വെച്ചോട്ടെ, അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചു. ഓക്കെ, എന്താ? അപ്പം നോക്കണേ, ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചു. ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചു. ഓക്കെ, ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചു. ഇതാണ് എൻ്റെ സെന്റൻസ്. ഓക്കെ, ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചു. ഇതാണ് എൻ്റെ എന്ന് പറയുന്നത് സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ വൃത്തിയിൽ എഴുതണോ? വൃത്തിയിൽ എഴുതണം ഒന്നുകൂടെ വേണോ? നോക്കാം, ഒന്നുകൂടെ എഴുതാം. ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചു. ഇതാണ് സെന്റൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് ഇതിലേതാണ് കർത്താവ്, ഇതിലേതാണ് കർമ്മം, ഇതിലേതാണ് ക്രിയ എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു പ്രവൃത്തി അല്ലേ? ക്രിയ എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലാവുന്നില്ലേ പറയുന്നേ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ ആണ് സംസാരിക്കുന്നത്? എന്താ പ്രശ്നം? ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ? അപ്പൊ നോക്കിയടാ, ഇതിലെന്താണ് ആദ്യം ക്രിയ എന്നുള്ളത് നോക്കുക. ക്രിയ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് ക്രിയ അല്ലേ? അപ്പൊ ഈ സെന്റൻസിൽ എന്താണ് ക്രിയ, എന്താണ് പ്രവൃത്തി? എന്താണ് പ്രവൃത്തി? രചിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ക്രിയ എന്ന് പറയുന്നത് അല്ലേ? രചിച്ചു എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഇവിടുത്തെ ക്രിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്രിയയോട് ഞാൻ ചോദിക്കാണ്, ആര് രചിച്ചു എന്ന് ഞാൻ ചോദിച്ചു അല്ലെ? ആരാണ് രചിച്ചത്? പറയും, ആരാണ് രചിച്ചത്? ചെറുശ്ശേരി. അപ്പൊ ഈ ചെറുശ്ശേരിയാണ് ഇവിടുത്തെ ആരെന്ന് പറയുന്നത്? കർത്താവ്. ആരാ? കർത്താവ്. ഓക്കെ, കർത്താവ് ചെയ്ത ക്രിയയുടെ ഫലം എന്താണ്? കൃഷ്ണഗാഥ അല്ലെ? അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? കർമ്മം. ഓക്കെ, എന്താണ്? കർമ്മം. ഓക്കെ, അപ്പോ ഈ സെന്റൻസിലെ ഏറ്റവും പ്രാധാന്യം ആർക്കാണ്? കർത്താവിനാണ് പ്രാധാന്യം. ആദ്യം വരുന്നത് കർത്താവാണല്ലോ, അങ്ങനെ ഓർമ്മിച്ചാൽ മതി. ആദ്യം വരുന്നത് ആരാണ്? കർത്താവാണ്. അപ്പൊ ഇത് ആർക്കാണ് ഈ സെന്റൻസിൽ പ്രാധാന്യം? ആർക്കാണ് പ്രാധാന്യം? പറയ്, ആർക്കാണ്? കർത്താവിന് പ്രാധാന്യം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് കർത്താവിന് പ്രാധാന്യമുള്ള പ്രയോഗം ഏതാണ്? കർത്തരിയാണോ കർമ്മണിയാണോ? പറഞ്ഞോ, കാണാൻ പറ്റും, പറഞ്ഞോ. കർത്തരി അല്ലെ? അപ്പൊ ഇതെന്താണ്? ഇതൊരു കർത്തരി പ്രയോഗമാണ്. നോക്കണേ, കർത്തരി പ്രയോഗമാണ്. ഓക്കെ, പ്രയോഗമാണ്. അതായത് കർത്താവിനാണ് ഇവിടെ പ്രാധാന്യം. ഇതിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റണം. അതായത് കർമ്മത്തിന് പ്രാധാന്യമുള്ള കർമ്മണി പ്രയോഗത്തിലേക്ക് എന്ത് ചെയ്യണം? പ്രയോഗത്തിലേക്ക് നമുക്ക് മാറ്റണം. ഓക്കെ, കർത്തരി പ്രയോഗത്തിൽ എന്ത് ചെയ്യണം? കർമ്മണി പ്രയോഗത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ മാറ്റണം. ഓർമ്മിക്കണേ, ഇതിനെന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്ക് മാറ്റണം എന്നെന്ത് ചെയ്യുക? ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നോക്കണേ, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? കർത്തരി പ്രയോഗത്തെ കർമ്മണി പ്രയോഗത്തിലേക്കാണല്ലോ മാറ്റേണ്ടത്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? കർമ്മത്തെ എടുത്തങ്ങ് എഴുതുക. ഓക്കെ, എന്താ? ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? കർമ്മത്തെ എടുത്തിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യുക? എഴുതുക. ഇവിടെ കർമ്മം ഏതാണ്? ഇവിടെ കർമ്മം ഏതാ? കർമ്മം ഏതാണ് ഇതില്? പറഞ്ഞോ. കർമ്മം കൃഷ്ണഗാഥയാണ് കർമ്മം അല്ലേ? അപ്പൊ എന്ത് ചെയ്യുക? കൃഷ്ണഗാഥ എന്നെന്ത് ചെയ്യുക? എഴുതുക. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്തു? ഞാൻ കർമ്മത്തെ എടുത്ത് എഴുതിയ കൃഷ്ണഗാഥ. കാരണം എന്താ? എനിക്ക് കർമ്മത്തിന് പ്രാധാന്യമുള്ള രീതിയിൽ പ്രയോഗത്തിലെ മാറ്റണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? കൃഷ്ണഗാഥ എന്ത് ചെയ്തു? എഴുതി. ഓക്കെ, ഇനി രണ്ടാമത് എന്ത് വരണം? നമ്മുടെ കർത്താവ് വരണം. ഓക്കെ, ആര് വരണം? കർത്താവ് വരണം. ഓക്കെ, അപ്പൊ കർത്താവ് ആരാ? ചെറുശ്ശേരി. ഓക്കെ, നോക്കണേ, കർത്താവ് ആരാണ്? ചെറുശ്ശേരി. ഓക്കെ, കർത്താവ് ആരാണ്? ചെറുശ്ശേരി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്തു? രണ്ടാമത്തെ ആര് ചേർത്തു? കർത്താവിനെ ചേർത്തേ. ഞാൻ എന്ത് ചെയ്യാണ്? രണ്ടാമത്തെ ഇവിടെ കർത്താവിനെ ചേർത്തു. ഓക്കെ, പക്ഷേ നമ്മൾ കർത്തരി പ്രയോഗത്തെ കർമ്മണി പ്രയോഗത്തിലാക്കുമ്പോൾ
കർത്താവിൻ്റെ കൂടെ നമ്മൾ പ്രത്യയങ്ങൾ എന്ത് ചെയ്യണം? ചേർക്കണം. ഓക്കെ, എന്താ? പ്രത്യയം ചേർക്കണം. അതായത് ആൽ എന്ന് പറയുന്ന പ്രത്യയം എന്ത് ചെയ്യണം? നമ്മൾ ഇതിനോട് ചേർക്കണം. ആൽ എന്ന് പറയുന്ന പ്രത്യയം എന്ത് ചെയ്യണം? നമ്മൾ ചെറുശ്ശേരി അല്ലെങ്കിൽ കർത്താവിനോട് ചേർക്കണം. അപ്പൊ നോക്കിയേ, ഇതെങ്ങനെ നമുക്ക് എഴുതാം? കൃഷ്ണഗാഥ ചെറുശ്ശേരിയാൽ. നോക്കണേ, കൃഷ്ണഗാഥ ചെറുശ്ശേരിയാൽ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? കർത്തരി പ്രയോഗത്തെ കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം? ഇതിനോട് ആൽ എന്ന് പറയുന്ന പ്രത്യയം, ഓക്കെ, ആൽ പ്രത്യയമാണെന്ന് ഓർമ്മിച്ചാൽ മതി. ഓക്കെ, കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് വരും, ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ഈ ഒരു കർത്താവിനോട് എന്ത് ചെയ്യുക? ആൽ എന്ന് പറയുന്ന പ്രത്യയം ചേർക്കുക. ഇനി നോക്കണേ, ഇനി അവസാനം എന്ത് ചെയ്യുക? നമ്മുടെ ക്രിയ എഴുതുക. എന്താ ക്രിയ? എന്തായിരുന്നു ഇവിടുത്തെ? രചിച്ചു അല്ലേ? ഇത് നോക്കണേ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? രചിച്ചു എന്ന് എഴുതി. ഓക്കെ, രചിച്ചു എന്ന് എഴുതി. ഓക്കെ, ഈ ക്രിയയോട് നോക്കണേ, ക്രിയയോട് നമ്മൾ എന്ത് ചെയ്യണം? പെട് എന്ന ധാതു ചേർക്കണം. എന്താണ്? പെട് എന്ന ധാതു എന്ത് ചെയ്യണം? ചേർക്കണം. അപ്പൊ എന്താവും? ചെറുശ്ശേരിയാൽ രചിക്കപ്പെട്ടു. ഓക്കെ, ചെറുശ്ശേരിയാൽ രചിക്കപ്പെട്ടു എന്നായിട്ട് എന്ത് ചെയ്യും? മാറും. ഓക്കെ, അപ്പൊ എന്താ? ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചു എന്ന് പറയുന്നത് എന്താണ്? കർത്താവിന് പ്രാധാന്യമുള്ള കർത്തരി പ്രയോഗമാണ്. അപ്പൊ കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കർമ്മത്തിന്റെ കൂടെ കർത്താവിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആൽ എന്ന് പറയുന്ന പ്രത്യയം ചേർക്കണം. ക്രിയയുടെ കൂടെ എന്ത് ചെയ്യണം? നമ്മൾ പെട് എന്ന് പറയുന്ന ധാതു ചേർക്കണം. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നറിയാം. ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ എന്ന് മാത്രം പറയും. ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, ഇനി നോക്കിയേ, ദേ നോക്കടാ, ദേ ഇവിടെ നോക്കാം നമുക്ക്. ദേ നോക്കിയോ, അമ്മ കുട്ടിയെ ഉറക്കി. ഇതാണ് നമ്മുടെ സെന്റൻസ്. എന്താണ്? അമ്മ കുട്ടിയെ ഉറക്കി. ഇതിൽ ഏതായിരുന്നു ക്രിയ? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതായിരുന്നു ക്രിയ? ക്രിയ പ്രവൃത്തി എന്തായിരുന്നു? പ്രവൃത്തി എന്തായിരുന്നു? ഉറക്കി. അപ്പൊ ക്രിയ നോക്കണേ, ക്രിയ. ഇതിൽ ഏതായിരുന്നു? ആരാണ് ഉറക്കിയത്? ഇതിലെ കർത്താവ് ആരാ? അമ്മ കർത്താവ്. ഓക്കെ, ആരാണ്? അമ്മ കർത്താവ്. കുട്ടിയാണ് എന്ത് ചെയ്യുന്നത്? ആ ക്രിയയുടെ ഫലം അനുഭവിച്ചത് അല്ലെ? അപ്പൊ കുട്ടിയാണ് ഇവിടെ ആരെന്ന് പറയുന്നത്? കർമ്മം. ഓക്കെ, ആരാണ്? കർമ്മം. അപ്പൊ എന്റെ ചോദ്യം, ഇത് കർത്തരി പ്രയോഗമാണോ കർമ്മണി പ്രയോഗമാണോ? ആർക്കാണ് ഇവിടെ പ്രാധാന്യം? കർത്താവിനാണ്. കർത്താവാണ് ആദ്യം വരുന്നത് അല്ലെ? അപ്പൊ ഇതെന്താണ്? കർത്തരി പ്രയോഗമാണ് അല്ലേ? അല്ലേ? കർത്തരി പ്രയോഗമാണ്. അപ്പൊ ഇതിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? ഇതിനെ നമുക്ക് കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റണം. എന്തിലേക്ക് മാറ്റണം? കർമ്മത്തിന് പ്രാധാന്യമുള്ള കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റണം. കർമ്മത്തിന് പ്രാധാന്യമുള്ള എന്തിലേക്ക് മാറ്റണം? കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റണം. അപ്പൊ ദേ ഇവിടെ നോക്കണ്ട കേട്ടോ, നിങ്ങൾ നോക്കണ്ട, ഇപ്പൊ നോക്കണ്ട. ഓക്കെ, നോക്കിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, എന്നാലും നോക്കണ്ട. ദേ അപ്പൊ ഇങ്ങനെ ഒരു സെന്റൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഇതിപ്പോ കർത്താവിനാണ് പ്രാധാന്യം, കർമ്മത്തിനല്ല. അപ്പൊ നമ്മൾ കർമ്മണി പ്രയോഗത്തിലേക്ക് അതായത് കർമ്മത്തിന് പ്രാധാന്യമുള്ള പ്രയോഗത്തിലേക്ക് മാറ്റുമ്പോൾ ആദ്യം ആരെ കൊണ്ടുവരണം? ആരെ കൊണ്ടുവരണം? കുട്ടിയാണ് ഇവിടുത്തെ കർമ്മം അല്ലെ? കർമ്മത്തെ എന്ത് ചെയ്യണം? ആദ്യം കൊണ്ടുവരണം. വേണ്ടേ? മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? ഞാൻ ആദ്യം കർമ്മത്തെ കൊണ്ടുവന്നു. ഇവിടെയാണ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. എടാ, നമ്മള് കർമ്മത്തെ കൊണ്ടുവരുന്ന സമയത്ത്, കർമ്മത്തിന് പ്രാധാന്യമുള്ള ക്രിയയിൽ കർമ്മത്തെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കർമ്മത്തിന്റെ കൂടെ എന്തെങ്കിലും ഒരു പ്രത്യയം ഉണ്ടെങ്കിൽ, ഈ പ്രത്യയമാണ് കേട്ടാ, എൻ്റെ ഉടെ ആൽ എന്നൊക്കെ പറയുന്ന പ്രത്യയമാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രത്യയം നോക്കണേ, നോക്കണേ, ദേ ഇവിടെ എ എന്ന് പറഞ്ഞ പ്രത്യയം കണ്ടോ? കുട്ടിയെ. ഓക്കെ, കുട്ടിയെ എന്ന് പറഞ്ഞ പ്രത്യയം കണ്ടോ? ആ പ്രത്യയത്തെ ഒഴിവാക്കിക്കൊണ്ട് സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ കർമ്മത്തെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഈ എ എന്ന് പറയുന്ന സാധനത്തെ അങ്ങോട്ട് ഒഴിവാക്കി. അപ്പൊ എന്തായിട്ട് മാറും? ഇവിടെ കുട്ടി എന്ന് മാത്രമായിട്ട് മാറും. ഓക്കെ അല്ലേ? കുട്ടിയായി. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, കുട്ടി എന്ന് മാത്രമായി. ഇനി രണ്ടാമത് നമുക്ക് ആരെ കൊണ്ടുവരണം? കർത്താവിനെ കൊണ്ടുവരണം. കൊണ്ടുവരണ്ടേ? കർത്താവിനെ കൊണ്ടുവരണം. പക്ഷേ ഈ കർത്താവിനെ കൊണ്ടുവരുമ്പോൾ ഇവരോട് ആരെ ചേർക്കണം? ആൽ എന്ന് പറയുന്ന പ്രത്യയം ചേർക്കണം. ചേർക്കണ്ടേ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ കുട്ടി അമ്മ അമ്മയാൽ. കുട്ടി അമ്മയാൽ. നോക്കണേ, കുട്ടി അമ്മയാൽ. നോക്കണേ, ഇനി എന്ത് ചെയ്യണം? ദേ നമ്മുടെ ക്രിയയുടെ കൂടെ ഏത് ധാതു ചേർക്കണം? പെട് എന്ന് പറയുന്ന ധാതു ചേർക്കണം. വേണ്ടേ? ക്രിയയുടെ കൂടെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? പെട് എന്ന് പറയുന്ന ധാതു ചേർക്കണം. ഓക്കെ, പെട് എന്ന് പറയുന്ന എന്ത് ചെയ്യണം? ധാതു ചേർക്കണം. ഓക്കെ, അപ്പൊ എന്താ? അമ്മയാൽ ഉറക്കപ്പെട്ടു. അമ്മയാൽ എന്ത് ചെയ്തു?
ഉറക്കപ്പെട്ടു. ഇതാണ് എന്ത് ചെയ്യുന്നത്, കർത്തരി പ്രയോഗത്തെ നമ്മൾ കർമ്മണി പ്രയോഗത്തിലേക്ക് ആക്കിയിട്ട് മാറ്റുമ്പോ. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ ആണോ? മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ദേ ഓർത്ത് വെക്കുക, ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്തൊരു സെന്റൻസ് നോക്കുക. അടുത്തൊരു സെന്റൻസ് നോക്കുക. വെള്ളായപ്പൻ മകനെ കുളിപ്പിച്ചു. വെള്ളായപ്പൻ മകൻ എന്ത് ചെയ്തു? കുളിപ്പിച്ചു. വെള്ളായപ്പൻ മകനെ കുളിപ്പിച്ചു. ഇതിനൊന്ന് മാറ്റി എഴുതി നോക്കിയേ എല്ലാവരും. മാറ്റി എഴുതി നോക്കിയേ, മാറ്റി എഴുതി നോക്കിയേ, മാറ്റി എഴുതി നോക്കിയേ. ഓക്കെ ഓക്കെ, എടാ നോക്കിയേ, ദേ ഒരാൾ പറയുന്നുണ്ട് അമ്മയാൽ കുട്ടി ഉറക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതും സ്കൂളിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, അതും ശരിയാണെന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. കാരണം നമുക്ക് കർത്തരി പ്രയോഗത്തിൽ നിന്ന് കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റുമ്പോൾ കർമ്മത്തിന് പ്രാധാന്യം ഉണ്ടായാൽ മതി, കർമ്മത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്താൽ മതി. ഓക്കെ, അത് കുഴപ്പമില്ല. സ്കൂളിൽ അങ്ങനെ പഠിപ്പിച്ചെങ്കിൽ ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. ഇങ്ങനെ എഴുതിയാലും എന്തല്ല, തെറ്റല്ല. ഓക്കെ, ഓർമ്മിച്ചോ? ദേ ഇനി വെള്ളായപ്പൻ മകനെ കുളിപ്പിച്ചു. വെള്ളായപ്പൻ മകനെ കുളിപ്പിച്ചു. വെള്ളായപ്പൻ മകനെ കുളിപ്പിച്ചു. അപ്പൊ നോക്കിയേ, ഇതിൽ ആരാണ് ക്രിയ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കണ്ടുപിടിക്കണം. ഇതിൽ ആദ്യത്തെ ക്രിയ ആരാ? ക്രിയ ആരാ? ക്രിയ ആരാണ്? ഇതിലെ പ്രവൃത്തി എന്താണ്? കുളിപ്പിച്ചു എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഇവിടുത്തെ ക്രിയ എന്ന് പറയുന്നത്. എന്താണ് ക്രിയ എന്ന് പറയുന്നത്? ഓക്കെ, ക്രിയ. ഇനി ആരാണ് കുളിപ്പിച്ചത്? ആരാണ് കുളിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എന്താ ഉത്തരം? ആരെന്ന് ചോദിക്കുമ്പോൾ എന്താ ഉത്തരം? വെള്ളായപ്പൻ അല്ലേ, വെള്ളായപ്പൻ. അപ്പൊ ഇവിടെ വെള്ളായപ്പനാണ് ആരെന്ന് പറയുന്നത്? ആരെന്ന് പറയുന്നത്? കർത്താവ്. ആരെന്ന് പറയുന്നത്? കർത്താവ്. ഓക്കെ, വെള്ളായപ്പനാണ് ആരെന്ന് പറയുന്നത്? കർത്താവ്. ഓക്കെ, വെള്ളായപ്പൻ ചെയ്ത ക്രിയയുടെ ഫലം അനുഭവിച്ചത് ആരാണ് ഇവിടെ? ആരാണ്? മകൻ. ഓക്കെ, അപ്പൊ ഈ മകനാണ് ആരെന്ന് പറയുന്നത്? കർമ്മം. ഓക്കെ, ആരെന്ന് പറയുന്നത്? കർമ്മം. അപ്പൊ ഇത് എന്താണ്? കർത്തരി പ്രയോഗമാണ്. അപ്പൊ കർമ്മണി പ്രയോഗത്തിലേക്ക് നമ്മൾ മാറ്റുമ്പോ നോക്കണേ, കർമ്മണി പ്രയോഗത്തിലേക്ക് നമ്മൾ മാറ്റുമ്പോ ആദ്യം ആരെ കൊണ്ടുവരണം? ആദ്യം ആരെ കൊണ്ടുവരണം? ആദ്യം നമ്മൾ കർമ്മത്തെ കൊണ്ടുവരണം അല്ലേ? കർമ്മത്തെ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. പക്ഷെ ഇവിടെ കർമ്മത്തിന്റെ കൂടെ എന്തുണ്ട്? ഒരു പ്രത്യയം വന്നിട്ടുണ്ട്. ആ പ്രത്യയത്തെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്തു? മകൻ. നോക്കണേ, മകൻ. എന്നിട്ട് രണ്ടാമത് എന്ത് ചെയ്യുക? ഈ കർത്താവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ? കർത്താവിനെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കൂടെ ആര് കൂടെ കൊണ്ടുവരണം? ആൽ പ്രത്യയം കൂടെ കൊണ്ടുവരണം അല്ലേ? അപ്പൊ എന്താ? വെള്ളായപ്പനാൽ, 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 പിന്നെയോ കുളിപ്പിച്ചു. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചേർക്കണം? നമ്മൾ പെടു എന്ന് പറഞ്ഞ ധാതു ചേർക്കണം. അപ്പൊ എന്താ? വെള്ളായപ്പനാൽ കുളിപ്പിക്കപ്പെട്ടു. ഓക്കെ, കുളിപ്പിക്കപ്പെട്ടു. ഓക്കെ, നോക്കിയേ, മകൻ വെള്ളായപ്പനാൽ കുളിപ്പിക്കപ്പെട്ടു. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണെങ്കിൽ പറഞ്ഞേ, ഓക്കെ ആണെങ്കിൽ പറഞ്ഞേ, ഓക്കെ ആണെങ്കിൽ പറഞ്ഞേ. ഓക്കെ, ഇനി അടുത്ത നോക്കാം നമുക്ക്. ദേ ദ്രൗണി രാജാവിനെ ആശ്ലേഷിച്ചു. ദ്രൗണി രാജാവിനെ ആശ്ലേഷിച്ചു. ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ശരി എന്ന് പറഞ്ഞേ? ഇങ്ങനെ കാണിച്ചാൽ മതി. ഇങ്ങനെയാണ്, ഇങ്ങനെ കാണിച്ചോ. കാണിച്ചോ 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 കാണിച്ചോ. ദേ നോക്കിക്കോ, ഏതാണ് ഉത്തരം? നോക്കിയേ, ദ്രൗണി രാജാവിനെ ആശ്ലേഷിച്ചു. ഓക്കെ, ഇതില് ആരാണ് ക്രിയ? നമ്മൾ ആദ്യം നോക്കുക. ആരാണ്? ആശ്ലേഷിച്ചു എന്നതാണ് ക്രിയ എന്ന് പറയുന്നത് അല്ലെ? ഇവിടെ ക്രിയ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇനി ആരാണ് ക്രിയ ചെയ്തത്? ദ്രൗണി അല്ലെ? അപ്പൊ ദ്രൗണിയാണ് ഇവിടെ ആരെന്ന് പറയുന്നത്? കർത്താവ്. ദ്രൗണി എന്ന് പറഞ്ഞ ആരായിരുന്നു? ദ്രൗണി എന്ന് പറഞ്ഞ ആരായിരുന്നു? ഇതല്ല കേട്ടോ, നമ്മുടെ ഈ ടോപ്പിക് അല്ല. ദ്രൗണി ആരായിരുന്നു? ദ്രൗണി ആരായിരുന്നു? അശ്വത്ഥമാവ്. ഓർമ്മയില്ലേ? ദ്രോണരുടെ പുത്രൻ. ഓക്കെ, ദ്രൗണി ഓർമ്മിക്കണേ. ഓക്കെ, അപ്പൊ ദ്രൗണി ആരാണ്? ഓർമ്മിക്കുക, ദ്രോണരുടെ പുത്രൻ അശ്വത്ഥമാവ് എന്ന് ഓർമ്മിക്കുക. ഓക്കെ, പിന്നെ ഇവിടെ കർമ്മം ഫലം അനുഭവിച്ചത് ആരാണ്? ദേ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? കർമ്മം വര രാജാവിനെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം? ഈ എന്ന് പറയുന്ന രാജാവിനെ എന്ന് പറയുന്ന പ്രത്യയം എന്ത് ചെയ്യണം? ഒഴിവാക്കണം. രാജാവ് മാത്രം കൊണ്ടുവരാ. ഓക്കെ, രാജാവിനെ മാത്രം കൊണ്ടുവന്നു. പിന്നെ രണ്ടാമത് എന്ത് ചെയ്യണം? ദ്രൗണി കർത്താവിനെ കൊണ്ടുപോകണം. കർത്താവിനോട് എന്ത് ചെയ്യണം? ആൽ പ്രത്യയം ചേർക്കണം. ഓക്കെ, പിന്നെ
ആശ്ലേഷിച്ചു. ക്രിയയുടെ കൂടെ എന്ത് ചെയ്യണം? പ്ലസ് പെട് എന്ന് പറയുന്ന ധാതു ആശ്ലേഷിക്കപ്പെട്ടു. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ദേ എല്ലാവരും ഓക്കെ എന്ന് പറയുന്നുണ്ട്. ശരി ശരി ശരി. ഓക്കെ, ദേ അടുത്ത് നോക്കിയേ. കർമ്മണി പ്രയോഗത്തെ കർത്തരി പ്രയോഗമാക്കുക. ഇത്രയും നേരം നമ്മൾ എന്താ ചെയ്തേ? കർത്തരി പ്രയോഗത്തെ, കർത്താവിന് പ്രാധാന്യമുള്ള പ്രയോഗത്തെ എന്താക്കി മാറ്റുക ചെയ്തേ? കർമ്മണി പ്രയോഗമാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ചെയ്യാനുള്ളതാണ് കർമ്മത്തിന് പ്രാധാന്യമുള്ള കർമ്മണി പ്രയോഗത്തെ എന്ത് ചെയ്യണം? കർത്തരി പ്രയോഗത്തിലേക്ക് ആക്കിയിട്ട് മാറ്റണം. പക്ഷേ പരീക്ഷയ്ക്ക് എന്താണൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇങ്ങനൊരു സാധനം എന്ത് ചെയ്യില്ല? തരില്ല. അതായത് കർത്തരി പ്രയോഗത്തെ കർമ്മണിയിലേക്ക് മാറ്റുക, കർമ്മണി പ്രയോഗത്തെ കർത്തരിയിലേക്ക് മാറ്റുക എന്ന് എന്ത് ചെയ്യില്ല? പരീക്ഷയ്ക്കൊരു സാധനം തരില്ല. ഓക്കെ, അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ഇന്ന കാര്യം എന്ത് ചെയ്യില്ല? നമ്മുടെ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കില്ല. ഓക്കെ, അപ്പോഴാണ് നമ്മൾ നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ഇനി കർത്തരി പ്രയോഗമാണോ അല്ലെങ്കിൽ കർമ്മണി പ്രയോഗമാണോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ ആൽ പ്രത്യയം ഉണ്ടോ പെട് ഉണ്ടോ നോക്കിയാൽ മതി. അല്ലേ? എടാ, ഈ ആൽ പ്രത്യയം ഉണ്ടോ പെട് കൂടെ ഉണ്ടോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു കർമ്മണി പ്രയോഗമാണ്, കർമ്മത്തിന് പ്രാധാന്യമുള്ള കർമ്മണി പ്രയോഗമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നോക്കിയേ. കർത്തരി പ്രയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിന് പ്രാധാന്യം നൽകുന്ന പ്രയോഗ രീതിയാണെന്ന് പറയുന്നത്. ഇത് കർത്തരി പ്രയോഗം നോക്കിയേ. രാമനാൽ കൊല്ലപ്പെട്ടു. രാമനാൽ കൊല്ലപ്പെട്ടു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ സാധനമാണ്. ഓക്കെ, ഇതിലെന്ത് ചെയ്യണം? നമുക്ക് കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റണം. ഓക്കെ, കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റുമ്പോൾ എന്താ? രാമൻ രാവണനെ കൊന്നു. ഓക്കെ, കർമ്മണി പ്രയോഗത്തെ കർത്തരി പ്രയോഗത്തിലേക്കാണ് മാറ്റിയത്. കർമ്മണി പ്രയോഗത്തെ കർത്തരിയിലേക്കാണ് മാറ്റിയത്. കർമ്മണിയെ കർത്തരിയിലേക്ക് മാറ്റുമ്പോൾ എന്താവും? രാമൻ രാവണനെ കൊന്നു. ഓക്കെ, രാമൻ രാവണനെ കൊന്നു എന്നായിട്ട് എന്ത് ചെയ്യും? മാറും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്. നോക്കിയോ, മനസ്സിലാവുന്നില്ലേ പറയുന്നേ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ ആണെങ്കിൽ പറഞ്ഞേ. ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാം. നോക്കണേ, ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാം. കൂട്ടുകാരൻ, നോക്കണേ, കാണാൻ പറ്റണില്ലേ? കൂട്ടുകാരൻ ഹരിയാൽ കാത്തു നിൽക്കപ്പെടും. കൂട്ടുകാരൻ ഹരിയാൽ കാത്തു നിൽക്കപ്പെടും. അപ്പം എൻ്റെ ചോദ്യം, ഇത് കർത്തരി പ്രയോഗമാണോ കർമ്മണി പ്രയോഗമാണോ? പറഞ്ഞോ, ഇത് കർത്തരി പ്രയോഗമാണോ കർമ്മണി പ്രയോഗമാണോ? പറഞ്ഞോ. കർത്തരി ആണെങ്കിൽ എ, കർമ്മണി ആണെങ്കിൽ ബി. ഓക്കെ, ഇതെന്താണ്? കർമ്മണി പ്രയോഗമാണ്. ഓക്കെ, കർമ്മത്തിനാണ് പ്രാധാന്യം, കർമ്മണി പ്രയോഗമാണ്. അപ്പം ഇതിനെന്ത് ചെയ്യണം? എനിക്ക് കർത്താവിന് പ്രാധാന്യമുള്ള കർത്തരി പ്രയോഗത്തിലേക്ക് മാറ്റണം. ഇതിലേക്ക് മാറ്റണം, കർത്തരി പ്രയോഗത്തിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മാറ്റുക? ശ്രദ്ധിച്ചോ, എങ്ങനെയാണ് മാറ്റുക? പറഞ്ഞോ. ഇതിലാദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിലെ കർത്താവ് ആരാണെന്നുള്ള കാര്യം നമ്മൾ കണ്ടെത്തണം. അല്ലേ? കർത്താവ് ആരാണെന്ന് എന്ത് ചെയ്യണം? നമ്മൾ കണ്ടെത്തണം. ഓക്കെ, മനസ്സിലാക്കുക. അപ്പോൾ അതിലെന്ത് ചെയ്യണം? ഇതിലാദ്യം നമ്മൾ ക്രിയ കണ്ടുപിടിക്കണം. ഇതിലെ ക്രിയ എന്ന് പറഞ്ഞാൽ എന്താ? കാത്തു നിൽക്കപ്പെടും എന്നുള്ളതല്ലേ ക്രിയ. കാത്തു നിൽക്കുക എന്ന് പറഞ്ഞൊരു പ്രവൃത്തിയല്ലേ? കാത്തു നിൽക്കപ്പെടും എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രിയ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ക്രിയ. ഓക്കെ, കാത്തു നിൽക്കപ്പെടുന്ന പറയുന്നതാണ് ക്രിയ. ഓക്കെ, ഇനി ആരാലാണ് കാത്തു നിൽക്കപ്പെടുന്നത്? ഹരിയാൽ. അല്ലേ? ഹരിയല്ലേ കാത്തു നിൽക്കുന്നത്? അല്ലേ? അപ്പൊ എന്താണ് ഇവിടെ? ഹരി എന്താണ്? കർത്താവ്. എന്താണ്? കർത്താവ്. ഓക്കെ, ഹരിയാണെന്ന് പറയുന്നത് ഇവിടുത്തെ കർത്താവ്. ഓക്കെ, ഇനി ഈ കർത്താവ് ചെയ്ത ക്രിയേന്റെ ഫലം അനുഭവിച്ചത് ആരാണ്? നമ്മുടെ കൂട്ടുകാരനാണ്. അപ്പൊ ഇതെന്താണ് ഇവിടെ വരിക? കർമ്മം. ഓക്കെ, എന്താണ്? കർമ്മം. ഓക്കെ, ഇനി കർത്തരിയിലേക്ക് ആക്കുന്ന സമയത്ത്, ഓക്കെ, നേരത്തെ നമ്മൾ പഠിച്ചത് നേരെ ഓപ്പോസിറ്റ് ആണ്. കർത്തരിയിലേക്ക് ആക്കുന്ന സമയത്ത് കർത്താവിന് എന്ത് ചെയ്യണം? ആദ്യം കൊണ്ടുവരണം. വേണ്ടേ? കർത്തരിയിലേക്ക് ആക്കുമ്പോൾ എന്ത് ചെയ്യണം? കർത്താവിനെ ആദ്യം കൊണ്ടുവരണം. ഓക്കെ, പക്ഷെ കൊണ്ടുവരുമ്പോൾ ഇവിടെ ആൽ പ്രത്യയം ഉണ്ട്. ഈ ആൽ പ്രത്യയം ആവശ്യമുണ്ടോ? ആ പ്രത്യയം ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്തു? ഹരി. ഓക്കെ, ഹരി. എന്ത് ചെയ്തു? ഹരി. ഇനി ഹരി. ഇനി ഈ സാധനത്തെ എന്ത് ചെയ്യണം? കൂട്ടുകാരൻ എന്ന് പറയുന്ന സാധനത്തെ എന്ത് ചെയ്യണം? ഇപ്പുറം കൊണ്ടുവരണം. വേണ്ടേ?
കൂട്ടുകാരൻ എന്ന് പറയുന്ന പ്രയോഗത്തെ എന്ത് ചെയ്യണം? ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. വേണ്ടേ? വേണ്ടേ? പക്ഷേ ഈ കൊണ്ടുവരുമ്പോൾ കൂട്ടുകാരൻ എന്നുള്ളത് കൂട്ടുകാരനെ എന്നായിട്ട് എന്ത് ചെയ്യും? മാറും. എന്തായിട്ട് മാറും? കൂട്ടുകാരനെ എന്നായിട്ട് മാറും. കാരണം ഇവിടെ നേരത്തെ നേ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം? നേ ഒഴിവാക്കണം. വേണ്ടേ? എ പ്രത്യയം ഒഴിവാക്കണം. ഓക്കെ, അപ്പൊ എന്താ? ഹരി കൂട്ടുകാരനെ, ഹരി കൂട്ടുകാരനെ എന്താ നമ്മൾ എന്ത് ചെയ്യണം? അവസാനം ക്രിയയുടെ കൂടെ എന്ത് ചേർക്കണം? പെട് എന്ന് പറയുന്ന ധാതു ചേർക്കണം. വേണ്ടേ? പെട് ചേർക്കണ്ടേ? ചേർക്കണ്ടേ? ചേർക്കണോ? സോറി, എന്ത് ചെയ്യണം? ഈ പെട് ഒഴിവാക്കണ്ടേ? വേണ്ടേ? ഈ പെട് ഒഴിവാക്കണ്ടേ? വേണ്ടേ? പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, ശ്രദ്ധിക്കുക. അമ്മ കുട്ടിയെ ഉറക്കി, അല്ലെങ്കിൽ എന്താ ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചു, ഇങ്ങനൊക്കെ പറയുന്നത് എന്താണ്? ഏത് ടെൻസാണത്? അത് ഏത് ടെൻസാണ്? ഏതാണത്? പാസ്റ്റ് ടെൻസാണ് അല്ലേ? അല്ലേ? പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ ഏതാണ് കാലം? ഏതാന്ന് നോക്കിയേ. എന്താ? കാത്തു നിൽക്കപ്പെടും. ഓക്കെ, അതായത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞതോ ആണോ? 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 അതായത് കാത്തു നിൽക്കപ്പെടും. ഓക്കെ, അതായത് നാളെ നടക്കാൻ പോകുന്ന സംഭവമാണ്. അപ്പൊ എന്താണത്? ഫ്യൂച്ചർ ടെൻസ് ആണ്. മനസ്സിലാവുന്നില്ലേ? കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണേ, ഇതേ കാത്തു നിൽക്കുന്നു, കാത്തു നിൽക്കുന്നു. ഇതേത് ടെൻസാ? പ്രസന്റ് ആണോ, ഫ്യൂച്ചർ ആണോ, അല്ലെങ്കിൽ പാസ്റ്റ് ആണോ? ഏതാണ്? കാത്തു നിൽക്കുന്നു. നമ്മൾ ക്ലാസ് കേൾക്കുന്നു, ഞാൻ ക്ലാസ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ? ഏതാണ്? പ്രസന്റ് ടെൻസ് ആണ് അല്ലേ? അതായത് വർത്തമാനമാണ്. പ്രസന്റ് എന്ന് പറഞ്ഞാൽ വർത്തമാനമാണ്, വർത്തമാനകാലമാണ്. ഓക്കെ, മനസ്സിലാക്കുക. ഇനി കാത്തു നിന്നിരുന്നു എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറിയത്? കാത്തു നിന്നിരുന്നു എന്ന് പറയുന്നത് എന്താ? കാത്തു നിന്നിരുന്നു എന്ന് പറയുമ്പോൾ എന്താ? കാത്തു നിന്നിരുന്നു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞു പോയി. ഓക്കെ, അതായത് ഭൂതകാലം. ഓക്കെ, ഇനി കാത്തു നിൽക്കും അല്ലെങ്കിൽ കാത്തു നിൽക്കപ്പെടും എന്നൊക്കെ പറയുമ്പോൾ എന്താണത്? എന്താണ് പറഞ്ഞോ? എന്താണത്? നോക്കിയേ, കാത്തു നിൽക്കപ്പെടും എന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചർ ആണ്, ഇനി വരാൻ പോകുന്ന കാര്യമാണ്. അപ്പോ നോക്കണേ, ഹരി കൂട്ടുകാരനെ കാത്തു നിൽക്കും എന്തായിട്ട് മാറും? സോറി, എടുത്തുപോയി. ഓക്കെ, കാത്തു നിൽക്കും, കാത്ത് നിൽക്കും എന്നായിട്ട് എന്ത് ചെയ്യും? മാറും. ഹരി കൂട്ടുകാരനെ കാത്തു നിൽക്കും. മനസ്സിലായോ? മനസ്സിലായോ? ഹരി കൂട്ടുകാരനെ കാത്തു നിൽക്കും. ദേ ഇനിയിപ്പോ ഇതിനൊന്ന് നിങ്ങൾ ഒരു ഐഡിയ പറഞ്ഞുതരാം. എടാ നോക്കിയേ, ഇതിനൊന്ന് നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിപ്പോ കർത്തരി പ്രയോഗമാണ്. ഓക്കെ, ഇതെന്താണിപ്പോ? കർത്തരി പ്രയോഗമാണ്. ഇതിനൊന്ന് കർമ്മണി പ്രയോഗമാക്കി നോക്കിയേ. കർമ്മണി പ്രയോഗമാക്കി നോക്കിയേ, എങ്ങനെയായിരിക്കും? കർമ്മണിയിലാക്കുമ്പോൾ ഇതാണ് കർമ്മം അല്ലേ? ഇതിങ്ങോട്ട് കൊണ്ടുവരാ, ഈ ഇതങ്ങ് ഒഴിവാക്കുക, കൂട്ടുകാരൻ മാത്രമായി അല്ലേ? എന്ത് ചെയ്യുക? ഹരിനിപ്പുറം കൊണ്ടുവരിക, ആൽ പ്രത്യയം ചേർക്കുക അല്ലേ? ആൽ പ്രത്യയം ചേർക്കുക, ഈ കാത്തു നിൽക്കും എന്നതിൻ്റെ കൂടെ പെട് എന്ന് പറയുന്ന ധാതു ചേർക്കുക. അപ്പൊ എന്തായിട്ട് മാറും? കൂട്ടുകാരൻ ഹരിയാൽ കാത്തു നിൽക്കപ്പെടും. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? മനസ്സിലായിട്ട് തംസപ്പ് ചെയ്തേ, അല്ലെങ്കിൽ നോടിയിൽ കാണിച്ചോ? ഓക്കെ, നല്ല രസമുണ്ടല്ലേ ഈ സ്ക്രീന് കാണാൻ. ഹായ്, ഇത് നീലയും കൂടെ ഉപയോഗിക്കായിരുന്നു. ദേ അപ്പൊ നോക്കിയേ, നോക്കിയേ, കർത്തരി പ്രയോഗം. അമ്മ കുട്ടിയെ ഉറക്കി അല്ലേ? എന്താ? കുട്ടി അമ്മയാൽ ഉറക്കപ്പെട്ടു. ഓക്കെ, നമ്മൾ പറഞ്ഞാണല്ലേ. നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് മകനെ വെള്ളായപ്പൻ ഓർത്തു. ഓക്കെ, അത് മതി, ഇത് വായിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇത് നോക്കിയാൽ മതി. പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഏകാന്തത അപ്പോൾ അയാളെ വലം ചെയ്യപ്പെട്ടു. പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഏകാന്തത അപ്പോൾ അയാളെ വലം ചെയ്യപ്പെട്ടു. ഓക്കെ, ഇത് ഏത് സെന്റൻസ് ആണ്? ഇത് കർത്തരി പ്രയോഗമാണോ കർമ്മണി പ്രയോഗം എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നോക്കിയേ, അപ്പൊ ഏതാണ്? പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഏകാന്തത അപ്പോൾ അയാളെ വലം ചെയ്യപ്പെട്ടു. ഓക്കെ, നോക്കിയേ, അതെന്തോ മിസ്റ്റേക്ക് ഉണ്ട്, അത് നോക്കണ്ട കേട്ടോ. ആ സെന്റൻസ് വേണ്ട, ഇത് വിട്ടെ, ഇത് നോക്കണ്ട കേട്ടോ. ഓക്കെ, ഇത് നോക്കിയാൽ മതി. അവൾ യുധിഷ്ഠിരനാൽ ആശ്വസിപ്പിക്കപ്പെട്ടു. അവൾ യുധിഷ്ഠിരനാൽ ആശ്വസിപ്പിക്കപ്പെട്ടു. അവൾ യുധിഷ്ഠിരനാൽ ആശ്വസിപ്പിക്കപ്പെട്ടു. ഓക്കെ, അപ്പൊ അതിനെ മാറ്റുമ്പോൾ എന്തായിട്ട് മാറും? യുധിഷ്ഠിരൻ അവളെ ആശ്വസിപ്പിച്ചു എന്നായിട്ട് എന്ത് ചെയ്യും? മാറും. നോക്കിയേ, എടാ ഇവിടെ ആൽ പ്രത്യയം വന്നിട്ടുണ്ട്, പെട് എന്ന് പറഞ്ഞ ധാതു വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഏതാണ്? കർത്തരി പ്രയോഗമാണോ കർമ്മണി പ്രയോഗമാണോ? ഏതാ?
കർത്തരിയാണോ കർമ്മണിയാണോ? കർത്തരിയാണോ കർമ്മണിയാണോ? കർമ്മത്തിനാണോ കർത്താവിനാണോ ഇവിടെ പ്രാധാന്യം? നമ്മൾ പറഞ്ഞു കർമ്മണി പ്രയോഗത്തിനാണ് എന്ത് വരിക? ആലും പെടു എന്ന് പറയുന്ന ധാതുവും വരിക അല്ലേ? 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 അപ്പം ഇതെന്താണ്? കർമ്മണി പ്രയോഗമാണ് അല്ലേ? കർമ്മണി പ്രയോഗമാണ്. അതായത് കർമ്മത്തിനാണ് ഇവിടെ പ്രാധാന്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കർത്തരി പ്രയോഗമാക്കണം. അപ്പം കർത്തരി പ്രയോഗമാക്കുന്ന സമയത്ത് കർത്താവിന് എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. വേണ്ടേ? വേണ്ടേ? അപ്പം ഈ ആൽ എന്ന് പറയുന്ന പ്രത്യയം എന്ത് ചെയ്യണം? ആൽ എന്ന് പറയുന്ന പ്രത്യയത്തെ എന്ത് ചെയ്യണം? നമ്മൾ ഒഴിവാക്കണം. വേണ്ടേ? ഒഴിവാക്കണ്ടേ? ഒഴിവാക്കണ്ടേ? വേണ്ടേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. വേണ്ടേ? പക്ഷേ എന്ത് ചെയ്യണം? എ എന്ന് പറയുന്ന പ്രത്യയം ചേർക്കണം. യുധിഷ്ഠിരൻ അവളെ. ഓക്കെ. ഇനി ഇത് നമ്മുടെ പെട് എന്ന് പറയുന്ന ധാതുവിന് എന്ത് ചെയ്യണം? പെട് എന്ന് പറയുന്ന ധാതുവിന് എന്ത് ചെയ്യണം? നമ്മൾ ക്യാൻസൽ ചെയ്യണം. വേണ്ടേ? വേണ്ടേ? പെട് എന്ന് പറയുന്ന ധാതുവിന് എന്ത് ചെയ്യണം? നമ്മൾ ക്യാൻസൽ ചെയ്യണം. അപ്പം എന്തായി? ആ യുധിഷ്ഠിരൻ അവളെ ആശ്വസിപ്പിച്ചു. മനസ്സിലായിട്ടുണ്ടോ? നോക്കിക്കോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കണേ. മനസ്സിലായിട്ടുണ്ടോ? ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയണോ? ദേ നോക്കടാ. ദേ നോക്ക്. അവൾ യുധിഷ്ഠിരനാൽ ആശ്വസിപ്പിക്കപ്പെട്ടു. ഇതാണ് നമ്മൾ നാളത്തെ പരീക്ഷയ്ക്ക് ഒരു സെന്റൻസ് എന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ നമുക്കിത് കർത്തരി പ്രയോഗമാണോ കർമ്മണി പ്രയോഗമാണോ എന്ന് മനസ്സിലാക്കണം. ഓക്കെ, കിട്ടുന്നുണ്ടോ പറയുന്നേ? അപ്പോൾ കർമ്മണി പ്രയോഗമാണോ കർത്തരി പ്രയോഗമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് നോക്കിയാൽ മതി? ഇതിൽ ആൽ എന്ന് പറയുന്ന പ്രത്യയവും പെട് എന്ന് പറയുന്ന ധാതു ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ. ആൽ എന്ന് പറയുന്ന പ്രത്യയവും ഇവിടെയുണ്ട്, പെട് എന്ന് പറയുന്ന ധാതുവും ഇവിടെയുണ്ട്. ഈ ആലും പെടും ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? എന്താണത്? കർമ്മണി പ്രയോഗമാണ്. എന്താണ്? കർമ്മണി പ്രയോഗമാണ്. മനസ്സിലായോ? 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 അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് കർമ്മണി പ്രയോഗമാണെന്ന്. ഇനി നമ്മുടെ പണി എന്താ? ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഇതിനെന്തിലേക്ക് മാറ്റണം? എന്തിലേക്ക് മാറ്റണം? കർമ്മണി എന്തിലേക്ക് മാറ്റണം? കർത്തരി പ്രയോഗത്തിലേക്ക് മാറ്റണം. എന്തിലേക്ക് മാറ്റണം? കർത്തരി പ്രയോഗത്തിലേക്ക് മാറ്റണം. വേണ്ടേ? വേണ്ടേ? അപ്പോൾ കർത്താവിന് പ്രാധാന്യമുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യണം? നമുക്കിതിനെ മാറ്റണം. ഓക്കെ. അപ്പം നമ്മൾ നോക്കുക, ഇതിൽ ഏതാണ് ക്രിയ നോക്കുക. ഓക്കെ. ഈ സെന്റൻസിൽ എന്ത് നോക്കുക? ആദ്യം ഏതാണ് ക്രിയ നോക്കുക. ഏതാണ് പ്രവൃത്തി? ഏതാണ് ഒരു ആക്ടിവിറ്റി ഇവിടെ എന്ന് പറയുന്നത്? ഏതാണ്? ആശ്വസിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണെന്ന് പറയുന്നത് ക്രിയ അല്ലേ? അല്ലേ? വേദ മനസ്സിലാവുണ്ടോ? ഓക്കെ. ആശ്വസിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണെന്ന് പറയുന്നത് ഇവിടുത്തെ ക്രിയ. ഓക്കെ. അപ്പോൾ ക്രിയയോട് ഞാൻ ചോദിക്കുകയാണ്, ആരാശ്വസിപ്പിച്ചു? ആരാൽ ആശ്വസിപ്പിക്കപ്പെട്ടു എന്ന് ചോദിക്കുകയാണ്. ആരെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ക്രിയയുടെ ഉത്തരം എന്തായിരിക്കും? യുധിഷ്ഠിരനാൽ അല്ലേ? യുധിഷ്ഠിരനാൽ അല്ലേ? ക്രിയ പറയുന്ന ഉത്തരം എന്തായിരിക്കും? ആരാശ്വസിപ്പിച്ചു? യുധിഷ്ഠിരൻ ആശ്വസിപ്പിച്ചു. അപ്പോൾ ഈ യുധിഷ്ഠിരനായിരിക്കും ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? കർത്താവ്. ആരെന്ന് പറയുന്നത്? കർത്താവ്. ഓക്കെ. കർത്താവ്. അവൾ എന്നുള്ളതായിരിക്കും എന്ന് പറയുന്നത് ഇവിടുത്തെ കർമ്മം. എന്തായിരിക്കും? കർമ്മം. കാരണം കർത്താവ് ചെയ്ത ക്രിയയുടെ ഫലം അനുഭവിച്ചത് ആരാണ്? അവളല്ലേ? യുധിഷ്ഠിരൻ ചെയ്ത ആശ്വസിപ്പിക്കുക എന്ന് പറയുന്ന ക്രിയയുടെ ഫലം, റിസൾട്ട് കിട്ടിയത് ആർക്കാണ്? അവൾക്കല്ലേ? അല്ലേ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ. അപ്പോൾ ഇത് മനസ്സിലാക്കി ഞാൻ. ഓക്കെ. ഇത് ഇത്രയും നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇതിനെ കർത്താവിന് പ്രാധാന്യമുള്ള, അതായത് യുധിഷ്ഠിരന് പ്രാധാന്യമുള്ള സെന്റൻസ് ആക്കി മാറ്റണം. കർത്താവിന് പ്രാധാന്യമുള്ള എന്തായിട്ട് മാറ്റണം? സെന്റൻസ് ആക്കി മാറ്റണം. ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആദ്യം കർത്താവിനെ കൊണ്ടുവരണം. ആദ്യം എന്ത് ചെയ്യണം? കർത്താവിനെ എനിക്ക് ഇപ്പുറത്തേക്ക് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ ആൽ എന്ന് പറയുന്ന പ്രത്യയത്തെ ആദ്യം ഒഴിവാക്കണം. വേണ്ടേ? ആൽ എന്ന് പറയുന്ന പ്രത്യയത്തെ ഒഴിവാക്കണ്ടേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? യുധിഷ്ഠിരൻ. ഓക്കെ. യുധിഷ്ഠിരൻ എന്ത് ചെയ്തു? എഴുതി. ഓക്കെ. യുധിഷ്ഠിരൻ, അതായത് കർത്താവ് എന്ത് ചെയ്തു? ആദ്യം വന്നില്ലേ? കർത്താവ് എന്ത് ചെയ്തു? ആദ്യം വന്നു. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഈ അവൾ എന്ന് പറയുന്ന കർമ്മത്തെ രണ്ടാമത് കൊണ്ടുവരണം. ക്രിയ എപ്പോഴും ലാസ്റ്റാന്ന് ഓർമ്മിച്ചാൽ മതി. ക്രിയ എപ്പോഴും എന്തായിരിക്കും? ലാസ്റ്റിലെന്ന് ഓർമ്മിക്കുക. ഓക്കെ. അപ്പോൾ കർമ്മത്തെ എന്ത് ചെയ്യണം? നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. വേണ്ടേ? അപ്പോൾ കർമ്മം അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്തായിട്ട് മാറും? അവൾ എന്നുള്ളത് അവളെ എന്തായിട്ട് മാറും? അവളെ എന്നായിട്ട് മാറും. മാറൂലേ? ഇനി ഇവിടെ ആശ്വസിപ്പിക്കപ്പെട്ടു എന്നുള്ള പെട് എന്ന് പറയുന്ന ധാതുവിന് എന്ത് ചെയ്യണം? എനിക്ക് ഒഴിവാക്കണം. വേണ്ടേ? അപ്പൊ ഞാൻ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്തായിട്ട് കിട്ടും? ആശ്വസിപ്പിച്ചു. യുധിഷ്ഠിരൻ അവളെ ആശ്വസിപ്പിച്ചു. മനസ്സിലായോ?
സാർ ഇവർക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുന്നോ? ഒന്ന് തല ഇങ്ങനെ പുകഞ്ഞിരിക്കരുത്, ഒരു 5 മിനിറ്റ് ബ്രേക്ക്. ഓക്കെ, ഒറ്റ 5 മിനിറ്റ്, വേഗം വരണേ, 5 മിനിറ്റ്. ഓക്കെ, വന്നേ വേഗം ബ്രേക്ക് കഴിഞ്ഞു. ഓക്കെ, ദേ അപ്പോൾ നമ്മൾ ഇപ്പോൾ അവസാനം പഠിച്ച കാര്യം എന്താണ്? കർമ്മണി പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്തിന് പ്രാധാന്യമുള്ള പ്രയോഗമാണ്? കർമ്മത്തിന് പ്രാധാന്യമുള്ള പ്രയോഗമാണ്. കർത്തരി പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്തിന് പ്രാധാന്യമുള്ള പ്രയോഗമാണ്? എന്തിന് പ്രാധാന്യമുള്ള പ്രയോഗമാണ്? കർത്താവിന് പ്രാധാന്യമുള്ള പ്രയോഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്താ? ദേ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളിത് ആദ്യം നോക്കേണ്ടത് എന്താ? ഇങ്ങനെ ഒരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ആരാണ് ആദ്യം എന്ത് നോക്കുക? ആദ്യം ക്രിയ ഏതാ നോക്കുക, അല്ലേ? പ്രവൃത്തി ഏതാ നോക്കുക. ഇതിലെ പ്രവൃത്തി ഏതാ? ഒന്നുകൂടെ ഫ്രഷ് ആയിട്ട് പറയാണ്ട് നമുക്ക് അടുത്തേക്ക് പോവാം, വേഗം അടുത്തേക്ക് പോവാം. നോക്കിയേ, ഇതിലെ പ്രവൃത്തി ഏതാ? പ്രവൃത്തി എന്താ? ആശ്വസിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണെന്ന് പറയുന്നത് ഇവിടുത്തെ ക്രിയ എന്ന് പറയുന്നത്, അല്ലേ? കിട്ടിയോ? നിങ്ങൾക്ക് ഒന്നുകൂടെ ഫ്രഷ് ആയിട്ട് പറഞ്ഞിട്ടാണേ, ശ്രദ്ധിക്കണേ. ക്രിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളിത് നേരത്തെ മനസ്സിലാക്കി. ഇത് കർത്തരിയാണോ കർമ്മണിയാണോ? കർത്തരി പ്രയോഗമാണോ കർമ്മണി പ്രയോഗമാണോ? അത് നമ്മളിങ്ങനെ മനസ്സിലാക്കിയേ. ഇവിടെ പെടുണ്ട്, ഇവിടെ ആൽ എന്ന് പറയുന്ന പ്രത്യയമുണ്ട്. ഓക്കെ, അപ്പൊ പെടും ആലും ഉണ്ടെങ്കിൽ അത് ആരാണ്? കർമ്മണി പ്രയോഗമാണ്, അല്ലേ? കർമ്മണി പ്രയോഗമാണെന്നുള്ള കാര്യം എന്ത് ചെയ്യണം? ഓർമ്മിച്ച് വെക്കണം. കിട്ടുന്നുണ്ടോ പറയുന്നത്? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഡീലല്ലേ? ഓക്കെ, അപ്പോൾ പെടും പിന്നെ അതുപോലെ ആലും ഉള്ളത് കൊണ്ട് ഇതെന്താണ്? ഇത് കർമ്മണിയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യാം? നമുക്കറിയാം. ഓക്കെ, കർമ്മണിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ക്രിയയോട് ചോദിക്കുകയാണ്, ആരാശ്വസിപ്പിച്ചു, അല്ലെ? ആര് ഞാൻ എന്ത് ചെയ്യാണ്? നിങ്ങൾ തന്നെ സ്വയം ചോദിച്ചാൽ മതി കേട്ടോ പരീക്ഷയ്ക്ക്. ആര് ചെയ്തു എന്ന് ചോദിച്ചാൽ മതി. ആരാണ്? യുധിഷ്ഠിരൻ. അപ്പോൾ ഇവിടെ യുധിഷ്ഠിരൻ ആരെന്ന് പറയുന്നത്? ആരാ? കർത്താവ്. ഓക്കെ, ആരാണ്? കർത്താവ്. അവൾ എന്ന് പറയുന്നത്, അല്ലേ? യുധിഷ്ഠിരൻ ചെയ്ത ക്രിയയുടെ ഫലം അനുഭവിച്ചത് ആരാണ്? അവളാണ്. ഇപ്പം ഇവിടെ അവളാണ് ആരെന്ന് പറയുന്നത്? കർമ്മം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ശരിയായിരുന്നു. ഇത് എന്ത് പ്രയോഗമാണ്? കർമ്മണി പ്രയോഗമാണ്. ഓക്കെ, അപ്പം ഇതിനെന്തിലേക്ക് മാറ്റണം? നമുക്ക് കർത്തരി പ്രയോഗത്തിലേക്ക് മാറ്റണം. എന്തിലേക്ക് മാറ്റണം? കർത്തരി പ്രയോഗത്തിലേക്ക് മാറ്റണം. അപ്പം ഞാൻ എന്ത് ചെയ്യണം? കർത്താവിന് പ്രാധാന്യമുള്ള പ്രയോഗത്തിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിച്ചോ, ബോർഡിലേക്ക് നോക്കണേ. ദേ ആദ്യം എന്ത് ചെയ്യണം? ദേ കർത്താവിന് എന്ത് ചെയ്യണം? ആദ്യം കൊണ്ടുവരണം. വേണ്ടേ? കർത്താവിന് എന്ത് ചെയ്യണം? കർത്താവിന് എന്ത് ചെയ്യണം? കർത്താവിന് എന്ത് ചെയ്യണം? ആദ്യം കൊണ്ടുവരണം. ഓക്കെ, കർത്താവിന് ആദ്യം കൊണ്ടുവന്നേ. പക്ഷേ ഇവിടെ ആദ്യം കൊണ്ടുവരുമ്പോൾ ഇവിടെയുള്ള ആൽ എന്ന് പറയുന്ന പ്രത്യയത്തെ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. വേണ്ടേ? ആൽ എന്ന് പറയുന്ന പ്രത്യയത്തെ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇവിടെ യുധിഷ്ഠിരൻ എന്ന് എഴുതി. ഓക്കെ ആണേ, യുധിഷ്ഠിരൻ എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യണം? എനിക്ക് അവൾ എന്ന് പറയുന്ന കർമ്മത്തെ എന്ത് ചെയ്യണം? രണ്ടാമത് കൊണ്ടുവരണം. എന്ത് ചെയ്യണം? രണ്ടാമത് കൊണ്ടുവരണം. എപ്പോഴും ക്രിയ അവസാനം തരുമെന്ന് ഓർമ്മിക്കുക കേട്ടോ. ക്രിയ എപ്പോഴും എന്തെങ്കിലും ലാസ്റ്റിനെ ഓർമ്മിക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? അവൾ എന്ന് പറയുന്ന കർമ്മത്തെ എന്ത് ചെയ്യണം? എനിക്ക് രണ്ടാമത് കൊണ്ടുവരണം, അല്ലേ? പക്ഷെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എ എന്ന് പറയുന്ന പ്രത്യയം ചേർക്കണം. അവളെ എന്നാക്കണം. എന്നാലേ സെന്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ യുധിഷ്ഠിരൻ അവൾ ആശ്വസിപ്പിച്ചു. ശരിയാണോ? അവളെ എന്ന് വേണം, അല്ലേ? ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവസാനത്തെ നമ്മുടെ ക്രിയയുടെ കൂടെയുള്ള ഈ പെട് എന്ന് പറയുന്ന സാധനത്തെ എന്ത് ചെയ്യണം? പെട് എന്ന് പറയുന്ന ധാതുവിനെ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അപ്പൊ എന്ത് വന്നു? യുധിഷ്ഠിരൻ അവളെ ആശ്വസിപ്പിച്ചു എന്ന് വന്നു. മനസ്സിലായോ? ഓക്കെ ആണോ? ബുദ്ധിമുട്ടാണെന്ന് അറിയാം, പക്ഷേ കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയുന്ന പോലെ നിങ്ങൾ മനസ്സിലാക്കി എടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. ദേ അടുത്തൊരു നോക്കിയേ. ദേ കഞ്ഞിയും കപ്പയും കാലമായപ്പോൾ ചിരുത കോരനെ വിളിച്ചു. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണേ, ഇതൊക്കെ ശ്രദ്ധിച്ചു വെച്ചോ. കഞ്ഞിയും കപ്പയും കാലമായപ്പോൾ ചിരുത കോരനെ വിളിച്ചു. ഓക്കെ, ഇതിലെയാണ് നമുക്ക് സെന്റൻസ് അടുത്ത മാറ്റേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക, ഇതിലേതാണ് കർമ്മം എന്ന് നോക്കുക. ഓക്കെ, ഏതാണ് ക്രിയ, ഏത് ആക്ടിവിറ്റിയാണ്, ഏതാണ് പ്രവൃത്തി എന്നുള്ള കാര്യം നോക്കുക. ഇതിൽ ഏതാണ് പ്രവൃത്തി? വിളിച്ചു, അല്ലെ? വിളിക്കുക എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ക്രിയ എന്ന് പറയുന്നത്, അല്ലേ? മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ചോദിക്കുകയാണ് ക്രിയയോട് ഞാൻ ചോദിക്കുകയാണ്, ആര് വിളിച്ചു? ഓക്കെ, ഞാൻ ക്രിയയോട് എന്ത് ചോദിക്കുകയാണ്? ആര് വിളിച്ചു എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ക്രിയ എനിക്ക് ഉത്തരം തരികയാണ്, കഞ്ഞിയും കപ്പയും കാലമായപ്പോൾ ചിരുത, അല്ലേ? അപ്പൊ ഇത് മുഴുവനും എന്താണ് ഇവിടെ? ഇത് മുഴുവനും ഇവിടെ എന്തായിട്ട് വരും? നമുക്ക് കർത്താവിൻ്റെ കൂടെ വരും. ഓക്കെ, ഇവിടെ കർത്താവ് ചിരുതയാണ്, പക്ഷെ ചിരുതയുടെ കൂടെ മുഴുവൻ എന്തായിട്ട് നമുക്ക് എടുക്കണം? കർത്താവായിട്ട് എടുക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കർത്താവ് ചെയ്ത വിളിച്ചു എന്ന് പറയുന്ന ക്രിയയുടെ ഫലം അനുഭവിച്ചത് ആരാണ്? കോരനാണ്, അല്ലേ? അപ്പൊ ഇവിടെ കോരനാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ കർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? നോക്കണ, ഇവിടെ ശരിക്കും ചിരുത മാത്രമാണ് കർത്താവ്. പക്ഷെ ചിരുത മാത്രം ഉണ്ടെങ്കിൽ പറ്റില്ല. ചിരുത കഞ്ഞിയും കപ്പയും കാലമായപ്പോഴാണ് ചിരുത വിളിച്ചത്, അല്ലേ?
അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നോക്കണേ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഇത് ഏത് പ്രയോഗമാണ്? കർത്താവിന് പ്രാധാന്യമുള്ള കർത്തരി പ്രയോഗമാണ്. അല്ലേ? 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 ഓക്കെ അല്ലേ? അല്ല? ഓക്കെ. അപ്പോൾ കർത്താവിന് പ്രയോഗമുള്ള പ്രയോഗത്തിൽ നിന്ന് നമ്മൾ കർമ്മത്തിന് പ്രാധാന്യമുള്ള പ്രയോഗത്തിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? കർത്താവിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? കർത്താവിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? പഠിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ കൂടെ എന്ത് ചേർക്കണം? ആൽ എന്ന് പറയുന്ന പ്രത്യയം ചേർക്കണം. വേണ്ടേ? ആൽ എന്ന് പറയുന്നത് എന്ത് ചേർക്കണം? പ്രത്യയം ചേർക്കണം. പിന്നെ കർമ്മത്തിൻ്റെ കൂടെ നമ്മുടെ ക്രിയയുടെ കൂടെ എന്ത് ചേർക്കണം? ക്രിയയുടെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? പെട് ചേർക്കണം. വേണ്ടേ? 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 അപ്പോൾ ഞാൻ മാറ്റി എഴുതിയ ഉത്തരം ഒന്ന് നോക്കിയേ. കഞ്ഞിയും കപ്പയും കാലമായപ്പോൾ ചിരുതയാൽ എന്ത് ചെയ്തു? ചിരുതയാൽ. അപ്പൊ എന്ത് ചെയ്തു? ഞാൻ ഇവിടുത്തെ നിയമം പാലിച്ചു. കർത്താവിന്റെ കൂടെ ആൽ എന്ന് പറയുന്ന പ്രത്യയം ചേർത്തു. ചേർത്തില്ലേ? ചേർത്തില്ലേ? ഓക്കെ അല്ലേ? ചേർത്തില്ലേ? പിന്നെയോ ഞാൻ നമ്മുടെ കോരനെ എന്ന് പറയുന്ന പ്രത്യയം ഞാൻ എന്ത് ചെയ്തു? ഒഴിവാക്കി. ഇവിടെ കോരൻ എന്ന് മാത്രമായി. ആയില്ലേ? ആയില്ലേ? ഓക്കെ. അവസാനത്തെ വിളിച്ചു എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു? പെടുക എന്ന് പറയുന്നത് ധാതു ചേർത്ത് വിളിക്കപ്പെട്ടു എന്നാക്കി. അപ്പൊ ശരിയായില്ലേ? ശരിയായില്ലേ? പക്ഷെ നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കർമ്മത്തെ എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അല്ലേ? 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 പക്ഷേ നമ്മൾ കർമ്മത്തെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചില സന്ദർഭത്തിൽ എന്തായി പോവും? ഈ സെന്റൻസ് തെറ്റായി പോവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഇപ്പം എങ്ങനെയാ? കോരൻ കോരൻ കഞ്ഞിയും കപ്പയും കാലമായപ്പോൾ ചിരുതയാൽ വിളിക്കപ്പെട്ടു. സുഖമുള്ള സെന്റൻസ് ആണോ? അല്ല. പക്ഷേ നമ്മൾ പ്രാധാന്യം ആർക്ക് തന്നെ കൊടുക്കണം? കർമ്മത്തിന് തന്നെ കൊടുക്കണം. അതായത് കോരന് തന്നെ കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. കോരന് എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി. മനസ്സിലായില്ല? ഒന്നുകൂടെ പറയണോ? ദേ നോക്കടാ, നോക്കിക്കോ. ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ഓൾ സ്റ്റാൻഡപ്പ്. എണീറ്റോ എല്ലാവരും. ഓൾ സ്റ്റാൻഡപ്പ്. വേഗം വേഗം ഓൾ സ്റ്റാൻഡപ്പ്. എണീറ്റോ എണീറ്റോ. ഓൾ സ്റ്റാൻഡപ്പ്. ഓൾ സ്റ്റാൻഡപ്പ്. ഓൾ സ്റ്റാൻഡപ്പ്. ഓൾ സ്റ്റാൻഡപ്പ്. എടാ ജ്യോതിഷേ എണീറ്റോ എണീറ്റോ. ഓക്കെ. ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് ഡൗൺ. ഓ അമ്മൂമ്മമാരും അപ്പൂമ്മമാർക്ക് കൈയൊക്കെ പൊക്കാൻ വയ്യ. ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് ഡൗൺ. ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് ഡൗൺ. ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് ഡൗൺ. ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് ഡൗൺ. ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് അപ്പ്. ചമ്മിപ്പോയി. ഹാൻഡ്സ് ഡൗൺ ആരും ചെയ്തിട്ടില്ല. എല്ലാവരും ഹാൻഡ്സ് ഡൗൺ ചെയ്തു, പക്ഷേ ഹാൻഡ്സ് ഡൗൺ പറഞ്ഞിട്ടില്ല. ഓക്കെ. ഇരിക്കി വേഗം നമുക്ക് വേഗം തീർക്കാം. ഓ മൈ ഗോഡ്, 7:37 സമയം. നമുക്ക് തീർക്കണ്ടേ വേഗം? എന്തോരം പഠിക്കാണ്ട്, ഇനി ലെറ്റർ പഠിക്കാണ്ട്, മറ്റേ ചാപ്റ്റർ പഠിക്കാണ്ട്. നമുക്ക് എല്ലാവരും കൂടി ഇന്നിവിടെ ഉറങ്ങാം. ഓക്കെ. ഒരു രാത്രി എല്ലാവരും കൂടെ ഉറങ്ങാം. ഓക്കെ. അപ്പോൾ നോക്കിക്കോ, ഇത് ഇത്രയടാ. ശ്രദ്ധിക്കാം. നിങ്ങൾ മനസ്സിലൊരു കാര്യം ഓർമ്മിച്ച് വെക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രം. ഒരു അവസാനത്തെ ട്രിക്കാണ് നമ്മുടെ ട്രിക്ക്. അവസാനത്തെ ട്രിക്ക്. നിങ്ങളൊരു കാര്യം ഓർമ്മിക്കുക. ദേ നോക്കണേ. കർത്തരി പ്രയോഗത്തിൽ നിന്ന് കർമ്മണിയിലേക്ക് മാറ്റുമ്പോൾ, കർമ്മത്തിന് പ്രാധാന്യമുള്ള പ്രയോഗത്തിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വെക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ കൂടെ എന്ത് ചേർക്കണം? എന്ത് ചേർക്കണം? എന്ത് ചേർക്കണം? എന്ത് ചേർക്കണം? പറയ്. ആൽ എന്ന് പറയുന്ന പ്രത്യയം ചേർക്കണം. കർത്താവിൻ്റെ കൂടെ ആൽ എന്ന് പറയുന്ന പ്രത്യയം ചേർക്കണം. പിന്നെ ദേ നോക്കണേ. ദേ നമ്മുടെ കർമ്മത്തിൻ്റെ കൂടെ എന്തെങ്കിലും വിഭക്തി പ്രത്യയം ഇപ്പോൾ എ എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ. കർമ്മത്തിനോട് എന്ത് ചെയ്യണം? ഇങ്ങനെ എ എന്നുള്ള സാധനത്തിന് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഓക്കെ. അത് ഒഴിവാക്കണം. പിന്നെ മൂന്നാമത്തെ നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ്, ക്രിയയുടെ കൂടെ നോക്കണേ. ക്രിയയുടെ കൂടെ എന്ത് ചെയ്യണം? പെട് എന്ന് പറയുന്ന ധാതു ചേർക്കണം. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. മനസ്സിലായോ? കർത്തരിയിൽ നിന്ന് കർമ്മണിയിലേക്ക് മാറ്റുമ്പോൾ, കർത്താവിന് പ്രാധാന്യമുള്ള പ്രയോഗത്തിൽ നിന്ന് കർമ്മണിയിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം? ഈ 3 കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഈ 3 കാര്യം ചെയ്ത് നോക്കിയേ. ദേ നോക്കണേ. ആ 3 കാര്യം ഓർമ്മിക്കണേ. അപ്പോൾ ഇതിലേതാണ് വിളിച്ചു എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? എന്തെന്ന് പറയുന്നത്? പറയും. എന്തെന്ന് പറയുന്നത്? എന്താ വിളിച്ചു എന്ന് പറയുന്നത്? എന്താ? കർമ്മമാണോ ക്രിയയാണോ കർത്താവാണോ? പറഞ്ഞോ. ഏതെടുത്തോടാ? ക്രിയ അല്ലേ? ക്രിയ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണെന്ന് പറയുന്നത് ക്രിയ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രിയയുടെ കൂടെ എന്ത് ചേർക്കണം? പെട് വരണം. വേണ്ടേ? വേണ്ടേ? പെട് വരണോ? ഓക്കെ. പെട് വരണം. ഓക്കെ. പെട് എന്ത് ചെയ്യണം? വരണം. പിന്നെ നമ്മൾ പറഞ്ഞു കോരൻ. ഓക്കെ. ഇതാണെന്ന് പറയുന്നത് കോരനാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? കർമ്മം എന്ന് പറയുന്നത് അല്ലേ? കർമ്മം എന്ന് പറയുന്നത് ഇത് മുഴുവനാണ് എന്തെന്ന് പറയുന്നത്? എന്തെന്ന് പറയുന്നത്?
കർത്താവ് എന്ന് പറയുന്നത്. കർത്താവ് അല്ലേ? കർത്താവ് അല്ലേ? അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ കൂടെ എന്ത് ചേർക്കണം? ആൽ എന്ന് പറയുന്ന പ്രത്യയം ചേർക്കണം. കർമ്മത്തിന് എന്ത് ചെയ്യണം? ഈ സാധനത്തിന് അങ്ങോട്ട് ഒഴിവാക്കണം അല്ലേ? നേൻ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലേ? അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? ഇവിടെ ഉത്തരം നോക്കിയേ. കഞ്ഞിയും കപ്പയും കാലമായപ്പോൾ ചിരുതയാൽ. ഈ പറഞ്ഞ നിയമം നമ്മൾ പാലിച്ചില്ലേ? ചിരുതയാൽ ആല് ചേർത്തില്ലേ? പിന്നെയോ കോരനെ എന്നുള്ള സ്ഥാനത്ത് എന്ത് ചെയ്തു? ഞാൻ ഒഴിവാക്കി, കോരന് മാത്രമാക്കി. ആക്കിയില്ലേ? പിന്നെ ക്രിയയോട് ഞാൻ എന്ത് ചെയ്തു? പെടു എന്ന് പറയുന്ന ധാതു ചേർത്തു, വിളിക്കപ്പെട്ടു. മനസ്സിലായോ? ഇത് ഓർത്ത് വെക്കുക, ചോദ്യം വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഓക്കെ ആണോ? വേഗം ഓക്കെ ആണോ? ദേ അവസാനത്തെ ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം വിടാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിയേ. പകച്ചു പായുന്ന ആനകൾ അവരെ ചവിട്ടി അരച്ചു. ഇതാണ് നമ്മുടെ സെന്റൻസ്. പകച്ചു പായുന്ന, ദേ നാളെ നിങ്ങൾ പരീക്ഷ ഹോളിലാണ് ഇരിക്കുന്നതെന്ന് ഓർമ്മിക്കുക. ദേ നോക്കുക, ഇതാണ് നമ്മുടെ സെന്റൻസ്. പകച്ചു പായുന്ന ആനകൾ അവരെ ചവിട്ടി അരച്ചു. ഓക്കെ, ഇതില് എന്താണ് പ്രവൃത്തി, എന്താണ് ക്രിയ? പറഞ്ഞോ. എന്താണ് ഒരു ആക്ടിവിറ്റി? എന്താ ഇതിൽ ചെയ്ത ആക്ടിവിറ്റി? എന്താ പറഞ്ഞോ എല്ലാവരും? ഇതിൽ ക്രിയ എന്താ? ഉത്തരം നോക്കല്ലേ. ക്രിയ എന്താ? അതെ, ചവിട്ടി അരച്ചു എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ ക്രിയ എന്ന് പറയുന്നത് അല്ലേ? ക്രിയ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കാണ്, ക്രിയയോട് ചോദിക്കാണ് ആര്? ഓക്കെ, ആര് എന്ന് ചോദിക്കാണ്. ആരാണ് ചവിട്ടി അരച്ചത്? എന്ത് ചെയ്യാണ്? ഞാൻ ക്രിയയോട് ചോദിക്കാണ്. അപ്പൊ ക്രിയ പറഞ്ഞു, ആരാ ചവിട്ടി അരച്ചത്? ആനകളാന്ന് പറഞ്ഞു അല്ലെ? പകച്ചു പായുന്ന ആനകളാണ് ചവിട്ടി അരച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ക്രിയ നോക്കിയേ, ക്രിയ ചെയ്ത ആളാരാണ്? ഈ ഒരു ക്രിയ ചെയ്ത ആരാണ്? ആനകളാണ്. അപ്പൊ ആനകളാണെന്ന് പറയുന്നത് കർത്താവ് അല്ലെ? ആനകളാണെന്ന് പറയുന്നത് കർത്താവ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ കർത്താവ് ചെയ്ത ക്രിയയുടെ ഫലം അനുഭവിച്ചത് ആരാണ്? അവരാണ്. അപ്പൊ ഇവിടെ അവരാണെന്ന് പറയുന്നത് കർമ്മം എന്ന് പറയുന്നത് അല്ലേ? അപ്പോ ഇതിൽ ആർക്കാണ് പ്രാധാന്യം? കർത്താവിനാണ് പ്രാധാന്യം. കർത്താവാണ് ആദ്യം വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കുക? ഇത് കർത്തരി പ്രയോഗമാണോ കർമ്മണിയാണോ? കർമ്മണിയാണോ? കർത്തരി. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ കർത്തരി പ്രയോഗമാണ്. അപ്പൊ ഇത് എന്തിലേക്ക് മാറ്റണം? നമുക്ക് കർമ്മണിയിലേക്ക് മാറ്റണം. ഓക്കെ, ഒന്നും കിട്ടിയില്ലെങ്കിൽ ഐഡിയ ആണ് പറയുന്നത്. കർമ്മണിയിലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ 3 നിയമങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കർമ്മണിയിലേക്ക് മാറ്റുമ്പോ. എന്തൊക്കെയായിരുന്നു? ആല് ചേർക്കണം, പെടുവേണം, പിന്നെ കർമ്മത്തിന്റെ കൂടെ എന്തെങ്കിലും പ്രത്യേകം അതിനെ ഒഴിവാക്കണം. വേണ്ടേ? ഈ 3 സാധനം നിങ്ങൾ മനസ്സിൽ ഓർത്താൽ മതി. ഒന്നും കിട്ടിയില്ല, ഈ 3 സാധനം മനസ്സിൽ ഓർക്കുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ നോക്കണേ. കർമ്മണിയിലേക്ക് മാറ്റുമ്പോ കർമ്മത്തെ എന്ത് ചെയ്യണം? എനിക്ക് ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരണം. വേണ്ടേ? കർമ്മത്തെ എന്ത് ചെയ്യണം? ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരണം. മനസ്സിലാവുന്നുണ്ടോ പറയുന്ന എല്ലാവർക്കും? ഭയങ്കര ബുദ്ധിമുട്ടായി പോയോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ കർമ്മത്തെ എന്ത് ചെയ്യണം? ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? കർമ്മത്തെ കൊണ്ടുവരാൻ നോക്കുമ്പോ കർമ്മത്തിന്റെ കൂടെ ഒരാളുണ്ട്. ഈ രേ എന്ന് പറയുന്ന ആള്. ഏ വേണോ? നമുക്ക് വേണോ? ഏ വേണോ? വേണ്ട. അപ്പൊ എന്താണ്? അവർ എന്ന് മാത്രമാക്കി. എന്താക്കി മാറ്റി? ഭയങ്കര എളുപ്പമാണ്, മനസ്സിലായി. ഓക്കെ, അപ്പൊ എന്താണ്? അവർന്ന് മാത്രമാക്കി. കിട്ടുന്നുണ്ടോ? അവർന്ന് മാത്രമാക്കി. ഇനി നമുക്ക് രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താ? നമ്മുടെ ആദ്യത്തെ കർത്താവിനെ രണ്ടാമതിലേക്ക് കൊണ്ടുപോകട്ടെ. രണ്ടാമത് കൊണ്ടുപോകണം. അപ്പൊ നോക്കിയേ, അവർ പകച്ചു പായുന്ന ആനകൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കർത്താവിന്റെ കൂടെ എന്ത് ചേർക്കണം? എന്ത് പ്രത്യയം ചേർക്കണം? ആൽ പ്രത്യയം ചേർക്കണം. വേണ്ടേ? അപ്പൊ എങ്ങനെ വരും? ദേ പകച്ചു പായുന്ന ആനകളാൽ. ആൽ എന്ന് പറഞ്ഞ പ്രത്യയം ചേർത്തില്ലേ? പിന്നെ ക്രിയയുടെ കൂടെ എന്ത് ചെയ്യണം? ക്രിയയുടെ കൂടെ പെടു എന്ന് പറയുന്ന ധാതു ചേർക്കണം. ചവിട്ടി അരക്കപ്പെട്ടു. അപ്പൊ ഉത്തരം ശരിയായില്ലേ? ഓക്കെ അല്ലേ? മനസ്സിലായില്ല? ഓക്കെ അല്ലേ? ആർദ്ര ഓക്കെ അല്ലേ? മോൻ കണ്ടപ്പോ ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് കൂടുതലും പരീക്ഷയ്ക്ക് ചോദ്യതാ സാധ്യങ്ങൾ സൂപ്പർ. എല്ലാം കിളി പോയി തോന്നും. സാധ്യതാ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ആകാശിന് സാറിന് ചിരിക്കാതെ സാറെ കിട്ടി. ഭയങ്കര ചിരി. ഓക്കെ, കൂടുതലും പരീക്ഷയ്ക്ക് കർത്തരിയിൽ നിന്ന് കർമ്മണിയിലേക്കായിരിക്കും എന്ത് ചെയ്യുക? കർമ്മണിയിലേക്കായിരിക്കും നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ കൂടുതലും ചോദിക്കുക. അപ്പം കർമ്മണിയിലേക്കാക്കുമ്പോൾ 3 നിയമങ്ങൾ ഓർമ്മിക്കുക. ആൽ എന്ന് പറയുന്ന പ്രത്യയം ചേർക്കണം, പിന്നെ ക്രിയയുടെ കൂടെ പെടു എന്ന് പറയുന്ന ധാതു ചേർക്കണം, പിന്നെ കർത്താവിന്റെ കൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രത്യയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രത്യയത്തെ ഒഴിവാക്കണം. ഈ 3 സാധനം എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? പിന്നെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു സാധനമാണ് കർമ്മണിയിലേക്കാക്കുമ്പോൾ കർമ്മമാണ് എന്ത് ചെയ്യേണ്ടത്? ആദ്യം വരേണ്ടത്. ഓക്കെ, എല്ലാ സന്ദർഭത്തിലും അല്ല, ഒട്ടുമിക്കതിനും എന്ത് ചെയ്യണം? കർമ്മം ആദ്യം വരണം. ഓക്കെ, പിന്നെയോ
നോക്കണേ. പിന്നെയോ ക്രിയയുടെ കൂടെ എന്ത് ചേർക്കണം? കൂടെ നമ്മൾ ആൽ പ്രത്യയം ചേർക്കണം. അപ്പൊ ക്രിയ എന്ത് ചെയ്യണം? രണ്ടാമത് കൊണ്ടുവരണം. എന്ത് ചെയ്യണം? ക്രിയ കൊണ്ടുവരണം. മനസ്സിലായിട്ടുണ്ടോ? വേഗം മനസ്സിലായിട്ടില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയാം. രണ്ട് രീതിയിലാണ് ചോദിക്കുക. നിങ്ങളോട് പ്രയോഗം ഏതാണെന്ന് ചോദിക്കില്ല, പ്രയോഗം മാറ്റുക എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ട് പ്രയോഗം തരും. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അത് കർത്താവിനാണോ അവിടെ പ്രാധാന്യം, കർമ്മത്തിനാണോ പ്രാധാന്യം എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എഴുതുക. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് ആക്കി എഴുതുക. ഓക്കെ, കർമ്മണിയിലേക്ക് മാറ്റുമ്പോൾ ആൽ പിന്നെ പെട് ചേർക്കണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് തന്ന സെന്റൻസിൽ എന്താ ഇപ്പൊ ആനകളാൽ, അപ്പൊ നിങ്ങൾ ആൽന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് മനസ്സിലായിക്കോളുക? അത് കർമ്മണി പ്രയോഗമാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ജോലി എന്താണ്? കർത്തരി പ്രയോഗത്തിലേക്ക്, കർത്താവിന് പ്രാധാന്യമുള്ള പ്രയോഗത്തിലേക്ക് മാറ്റിയെടുക്കണം. ഓക്കെ ആണേ? ഓക്കെ അല്ലേ? അംഗവാക്യൊക്കെ മനസ്സിലായിട്ടില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഫൈൻ. ഇനി നോക്കിയേ, എങ്ങനെ ഒരു കത്ത് എഴുതാം? ഓക്കെ, ഒരു കത്ത് എഴുതാം. ഒരു ഒഫീഷ്യൽ ലെറ്റർ ആണ് പറയുന്നത്. നമ്മുടെ ഫോർമൽ ലെറ്റർ ആണ്, ഇൻഫോർമൽ ലെറ്റർ അല്ല. ഒഫീഷ്യൽ ആയിട്ട് നമ്മൾ അയക്കേണ്ട ലെറ്റർ ആണ്. ആശുപത്രി മാലിന്യം പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പത്രാധിപർക്ക് കത്ത് എഴുതുക. പത്രാധിപർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിക്കോ നമ്മുടെ വാർഡ് മെമ്പർക്കോ അല്ലെങ്കിൽ പഞ്ചായത്ത് ചെയർമാനോ അങ്ങനെ ചെയർപേഴ്സണോ അങ്ങനെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? അയക്കാൻ പറ്റും. പഞ്ചായത്തല്ല കേട്ടോ, നമ്മുടെ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണാണ് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു ഒഫീഷ്യൽ ലെറ്റർ എഴുതുമ്പോൾ നോക്കണേ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്കൊരു സന്തോഷമില്ലല്ലോ. പറയുന്നുണ്ടോ? പറയുന്ന കാര്യങ്ങൾ ഓക്കെ ആണോ? ജ്യോതിസേ ഓക്കെ ആണോ? ദാൻ സെബാസ്റ്റ്യൻ ഓക്കെ ആണോ? ഫിലിക്സ് ഒക്കെ ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? എടാ നോക്കിയേ, ഇനി കത്ത് എഴുതുമ്പോൾ നമ്മളൊരു ഒഫീഷ്യൽ ലെറ്റർ നോക്കണേ. നമ്മൾ ഫ്രണ്ട്സിന് കൂട്ടുകാർക്കൊക്കെ എഴുതുമ്പോൾ പ്രിയപ്പെട്ട അമൽ, നമ്മൾ ഡേറ്റും സ്ഥലം എഴുതി പ്രിയപ്പെട്ട അമൽ എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്താൽ മതി. പക്ഷേ നമ്മൾ മന്ത്രിമാർക്ക് നമ്മുടെ പിണറായി വിജയൻ സാറിന് ഒരു കത്ത് എഴുതുമ്പോൾ പ്രിയപ്പെട്ട പിണറായി വിജയൻ ചേട്ടാ എന്നിട്ടാണ് എഴുതുക? ആണോ? അങ്ങനെയാണ് എഴുതുക? അല്ലല്ലോ, നമ്മളൊരു ഫോർമലായിട്ടൊരു സാധനം എഴുതുമല്ലേ. അപ്പോൾ നമ്മൾ എഴുതേണ്ട സാധനമാണിത്. ഒരു ഫോർമൽ ലെറ്റർ എഴുതേണ്ട രീതിയാണ് ഇത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? പ്രേക്ഷകൻ എന്ന് എഴുതുക. എന്തെഴുതുക? പ്രേക്ഷകൻ. പ്രേക്ഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ കത്ത് അയക്കുന്നത് അയാളാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രേക്ഷകൻ എന്ന് വിളിക്കുക. ആരാണോ കത്ത് അയക്കുന്നത് അയാളാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രേക്ഷകൻ എന്ന് വിളിക്കുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നിങ്ങളിപ്പോൾ നാളെ എഴുതുമ്പോൾ ഇങ്ങനെയാണ് അക്ഷരം വന്നു പോയതെങ്കിൽ പ്രേക്ഷ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി. ഓക്കെ, പ്രേക്ഷ എന്നാണ് വന്നിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി. കാരണം എന്താ? പ്രേക്ഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TV പ്രേക്ഷകനല്ലേ? അതല്ല, എന്ത് ചെയ്യണം? ഇത് മാത്രം മതി, പ്രേക്ഷകൻ. ഓക്കെ, എന്ത് ചെയ്യാം? ആദ്യം പ്രേക്ഷകൻ. ആരാണോ കത്തയക്കുന്നത് അവരാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രേക്ഷകൻ എന്ന് വിളിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പേര്, വീട്ടുപേര്, സ്ഥലം, പോസ്റ്റ് ഓഫീസ്, ജില്ല, പിൻകോഡ് ഇതൊന്നും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്കിപ്പം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എന്ത് ചെയ്തോളൂ? ഫില്ല് ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ എന്താ? മലനാട് പഞ്ചായത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എഴുതുന്ന കത്ത്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്കിവിടെ അമ്മു എന്ന് എഴുതാം. നോക്കണേ, അമ്മു. വീട്ടുപേര് അമ്മു നിവാസ്. പിന്നെ സ്ഥലം നമുക്ക് തന്നിട്ടുണ്ടാവും. എന്താ? ഇപ്പോൾ മലമ്പുഴ എന്നാണെങ്കിൽ മലമ്പുഴ. പിന്നെ പോസ്റ്റ് ഓഫീസ് മലമ്പുഴ PO. മലമ്പുഴ PO എന്ന് എഴുതുക. പിന്നെ ജില്ല എന്തെങ്കിലുമൊക്കെ എഴുതുക. കോഴിക്കോട് അങ്ങനെ ജില്ല എഴുതുക. പിന്നെ പിൻകോഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഒരു 000 അങ്ങോട്ടെ. ഓക്കെ, വെറുതെ ഇട്ടോ. ഓക്കെ, എഴുതുക. ഇനി നമ്മൾ ആർക്കാണോ കത്തയക്കുന്നത്, നമ്മുടെ കത്ത് ആരാണോ സ്വീകരിക്കുന്നത് ആ സ്വീകരിക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്വീകർത്താവ് എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക? സ്വീകർത്താവ് എന്ന് വിളിക്കുക. ഓക്കെ, മനസ്സിലായോ? നമ്മളിപ്പോൾ മുഖ്യമന്ത്രിക്കാണ് കത്തയക്കുന്നതെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? സ്വീകർത്താവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം ആർക്ക് കത്തയക്കാനായിരുന്നു? പത്രാധിപർക്ക് കത്തയക്കാനായിരുന്നു അല്ലേ? അപ്പൊ നോക്കിയേ, സ്വീകർത്താവ്, മുഖ്യ പത്രാധിപർ. എന്നിട്ട് എന്ത് ചെയ്യുക? പത്രത്തിന്റെ പേര് മലയാള മനോരമ എന്നാണെങ്കിൽ എന്തെങ്കിലും. എന്നിട്ട് എന്ത് ചെയ്യുക? സ്ഥലം, ഏത് സ്ഥലത്തേക്കാണ്? വെറുതെ എറണാകുളം എന്ന് എടുക്കുക. പോസ്റ്റ് ഓഫീസ് എറണാകുളം PO എന്ന് അടിക്കുക. ജില്ല അടിക്കുക, എറണാകുളം എന്ന് അടിക്കുക. പിൻകോഡ് എന്ത് ചെയ്യുക? എന്തെങ്കിലുമൊക്കെ അടിക്കുക. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇതാണ് ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പകുതി മാർക്ക് ഇവിടെ കിട്ടിക്കോളും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എന്താ? പ്രണവേ നോക്കണ്ട, ശ്രദ്ധിക്കണ്ടോ നീ? പ്രണവല്ലേ സാർ? പ്രണവ് ശ്യാം, നീ ശ്രദ്ധിക്കണ്ടോ? ഓക്കെ, വർത്താനം പറയല്ലേ, ശ്രദ്ധിച്ചിരിക്കേ. എടാ ഓക്കെ, അപ്പൊ നോക്കിക്കോ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? പ്രേക്ഷകൻ എഴുതുക. പിന്നെ സ്വീകർത്താവ്, ആരാണോ കത്തയക്കുന്നത് അവരാണ് എന്തെന്ന് പറയുന്നത്? പ്രേക്ഷകൻ എന്ന് പറയുന്നത്. പ്രേക്ഷായല്ല, ഷായാണെന്ന് ഓർമ്മിക്കണം കേട്ടോ. ക്ഷ എന്ന് മാറിക്കഴിഞ്ഞാൽ സംഭവം മാറിപ്പോയി. ഓക്കെ, പ്രേക്ഷകൻ, സ്വീകർത്താവ്.
ഓക്കെ, എഴുതിയോ? ഇത്രയും നിങ്ങൾ ആദ്യം കത്തിന് എഴുതാം. ഓക്കെ, എന്നതിന് ശേഷം നിങ്ങൾ എഴുതേണ്ടത് ബഹുമാനപ്പെട്ട സാർ. ഓക്കെ, ബഹുമാനപ്പെട്ട സാർ. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ വിഷയം എഴുതുക. ഇനി നിങ്ങൾ വിഷയം ആദ്യം എഴുതിയാലും ഒരു തെറ്റുമില്ല. ആദ്യം ഇവിടെ വിഷയം എഴുതിയാലും എന്തില്ല, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ഈ രീതിയിൽ എഴുതിക്കോ, കുഴപ്പമില്ല. ബഹുമാനപ്പെട്ട സാർ. എന്നിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്താ നോക്കുക. എന്താ പ്രശ്നം? എന്താ? ആശുപത്രി മാലിന്യം. അതാണ് നമ്മുടെ പ്രശ്നം. പേര് എന്ന് എഴുതാം, കുഴപ്പമില്ല. ലെറ്ററിൽ പേര് എന്ന് എഴുതാം, കുഴപ്പമില്ല. ഓക്കെ, നോക്ക് എടാ, നോക്കിയേ. അപ്പോൾ വിഷയം ആശുപത്രി മാലിന്യമാണ്. എന്ത് ചെയ്യുക? നമ്മൾ എഴുതുക. നമ്മുടെ വിഷയം എന്താണെന്ന് എഴുതുക. നോക്കിയേ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ പ്രദേശത്ത് ആശുപത്രി മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിൻ്റെ ഭാഗമായി പരിസരവാസികൾക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ വളരെ വലുതാണ്. ഇതിനെ അടിസ്ഥാനമാക്കി താങ്കളുടെ പത്രത്തിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കണമെന്ന് അപേക്ഷിക്കാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഓക്കെ, വളരെയേറെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ഞങ്ങളുടേത്. നഗരത്തിലെ ഒരു പ്രധാന ആശുപത്രിയിലെ മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കാൻ തുടങ്ങിയിട്ട് ഏതാനും ആഴ്ചകളായി. ഇത് പക്ഷികൾ കൊത്തിവലിച്ച് കിണറുകളിലും മറ്റും കൊണ്ടുപോയി ഇടുന്നു. കൂടാതെ ഇവിടെ നിന്ന് വമിക്കുന്ന ദുർഗന്ധമാണ് ഏറെ അസഹനീയം. പിന്നെയോ, ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താങ്കളുടെ പത്രത്തിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ആവശ്യമായ നടപടി കൈക്കൊള്ളുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ എഴുതി. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കറക്റ്റ് തന്നിട്ടുണ്ടാവും. എന്താണോ നിങ്ങളുടെ വിഷയം. ഇപ്പോൾ പ്രകൃതി മരം മുറിക്കുന്നതിനെതിരെ എന്ത് ചെയ്യുക? പഞ്ചായത്ത് മെമ്പർക്ക് ഒരു കത്ത് എഴുതുക എന്നാണെങ്കിൽ ആ രീതിയിൽ എന്ത് ചെയ്യുക? ഉത്തരം മാറ്റി എഴുതുക. പിന്നെയോ, അവസാനം നോക്കിയേ, ഇതേ നോക്കണേ. അവസാനം എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത് നോക്കിയേ. മുകളിൽ പറഞ്ഞ പ്രശ്നം എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ. താങ്കളിൽ നിന്ന് അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കത്ത് ചുരുക്കുന്നു. താങ്കളിൽ നിന്ന് അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കത്തു ചുരുക്കുന്നു എന്ന് വിശ്വസ്തയോടെ ആരാണോ പേര് ഉപ്പ്. ഓക്കെ, വിശ്വസ്തയോടെ പേര് ഉപ്പ്. മനസ്സിലായോ? ഇവിടെ എന്ത് ചെയ്യുക? സ്ഥലവും തീയതിയും എഴുതുക. ഓക്കെ, മനസ്സിലായോ? ഇവിടെ നോക്കിയേ, നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ടിനാണ് കത്തയക്കുന്നതെങ്കിൽ എങ്ങനെ അവസാനിപ്പിക്കുക? വിശ്വസ്തയോടെ എന്നാണ് എഴുതുക. അല്ല, എന്ന് സ്നേഹപൂർവ്വം അമൽ. ഓക്കെ, സ്നേഹപൂർവ്വം ഐഷ. അത്രേ ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ സ്നേഹപൂർവ്വം പ്രണവ്. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. അതാണ് ഫ്രണ്ട്സിനെ എഴുതുമ്പോൾ കത്ത്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒഫീഷ്യൽ ലെറ്റർ എഴുതുന്ന സമയത്ത് വിശ്വസ്തയോടെ ഒപ്പ് എന്നാണ് എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് കത്തിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, ഒഫീഷ്യൽ ലെറ്റർ ആണ്, ഓർമ്മിക്കണേ. ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് ആണ്. സ്വീകർത്താവ്, പ്രേക്ഷകൻ, സ്വീകർത്താവ്, നമുക്ക് പറയാനുള്ള വിഷയം, ബഹുമാനപ്പെട്ട സാർ. ഈ രീതിയിൽ നമ്മുടെ വിഷയം എന്താണെന്ന് എഴുതുക. അവസാനം എന്ത് ചെയ്യുക? മുകളിൽ പറഞ്ഞ പ്രശ്നങ്ങൾ എത്രമാത്രം ഗൗരവമുള്ളതാണ് മനസ്സിലായല്ലോ. എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു എന്ന് വിശ്വസ്തയോടെ. ഈ ഫോർമാറ്റിനാണ് നമ്മൾ എന്ത് വിളിക്കുക? കത്തിൻ്റെ ഫോർമാറ്റ് എന്ന് വിളിക്കുക. മനസ്സിലായോ? ഓക്കെയാണ് തംസപ്പ് ചെയ്തേ? ഓക്കെയാണ് തംസപ്പ് ചെയ്യാം? ഓക്കെയാണ്? ഓക്കെ, ഇനി എങ്ങനെ ഒരു പത്രവാർത്ത എങ്ങനെ തയ്യാറാക്കാം? പത്രവാർത്ത എങ്ങനെ എഴുതാം? ഓക്കെ, പത്രവാർത്ത നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വീട്ടിലൊക്കെ പേപ്പറിൽ ന്യൂസ് കാണുന്നതായിരിക്കും അല്ലെ? എപ്പോഴും എന്തായിരിക്കും? ആദ്യം ഒരു തലക്കെട്ട് ഉണ്ടാവും അല്ലേ? പിന്നെ നമ്മൾ തലക്കെട്ട് ആദ്യം കൊടുത്ത് ഒരു ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മുടെ വാർത്തയിൽ എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ആര്, എപ്പോൾ, എവിടെ. നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രശ്നത്തെക്കുറിച്ചാണ് എഴുതുന്നതെങ്കിൽ ആരാണ് പ്രശ്നം നടത്തിയത്, എപ്പോഴാണ്, എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ്, എന്തുകൊണ്ട് എന്നീ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യണം? നമ്മുടെ വാർത്തയിൽ ഉത്തരമുണ്ടായിരിക്കണം. പിന്നെ വിവരണം പോലെ ആവരുത്. അതായത് വാർത്ത എന്ന് പറയുന്നത് വെറുതെ വലിച്ചു നീട്ടി എന്ത് ചെയ്യാൻ പാടില്ല? വിവരിക്കാൻ പാടില്ല. കുറഞ്ഞ വാക്കുകൾ എന്ത് ചെയ്യണം? വലിയ ആശയതലത്തെ നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി പറ്റണം. പിന്നെയോ, ആശയം നഷ്ടപ്പെടുത്താതെ അടുക്കും ചിട്ടയിലും നല്ല ഭാഷയിൽ എഴുതുക. സത്യസന്ധമായി എഴുതണം. ഗണ്ണിക തിരിച്ച് എഴുതണം. ഗണ്ണിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരഗ്രാഫ് തിരിച്ച്. ഓക്കെ, എന്താണ്? പാരഗ്രാഫ് തിരിച്ച് എന്ത് ചെയ്യണം? എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. മനസ്സിലായോ? ദേ നോക്കിയോ, ഒരു എക്സാമ്പിൾ നോക്കിയേ. മനുഷ്യത്വം നശിച്ചിട്ടില്ല. ഒരു ആകർഷകമായ ശീർഷകം ഞാൻ കൊടുത്തില്ലേ? മനുഷ്യത്വം എന്ത് ചെയ്തില്ല? നശിച്ചിട്ടില്ല. ഓക്കെ, ആകർഷകമായ എന്ത് ചെയ്തു? ഒരു ശീർഷകം കൊടുത്തു. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വന്തം ലേഖനം എന്ന് എഴുതണം. സ്വലേ എന്നൊക്കെയാണ് എഴുതുക. സ്വലേ എന്ന് എഴുതിയാലും മതി. സ്വന്തം ലേഖനം എന്ന് എഴുതുക. ഓക്കെ, സ്വന്തം ലേഖൻ. എന്ത് ചെയ്യുക? നിങ്ങൾ ഇതുപോലെ നഗരത്തിൽ ഇന്നലെ ഒരു കൊച്ചു കുട്ടിയെ പണത്തിനു വേണ്ടി തട്ടിക്കൊണ്ടു പോയവരെ അതിസാഹസികമായി ഒരു കൂട്ടം ചെറുപ്പക്കാർ രക്ഷപ്പെടുത്തി. ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് നഗരത്തെ ഞെട്ടിച്ച ഈ സംഭവം ഉണ്ടായത്.
ഞാൻ എന്ത് ചെയ്തു, ഒരു പാരഗ്രാഫ് ഞാൻ ഇവിടെ അവസാനിപ്പിച്ചേ, ഒരു പാരഗ്രാഫ് ഞാൻ ഇവിടെ അവസാനിപ്പിച്ചു. ഇവിടെ മുതൽ ചെയ്തു, ഇവിടെ മുതൽ ഞാൻ രണ്ടാമത്തെ പാരഗ്രാഫ് ആരംഭിച്ചു. ഓക്കെ, ഇവിടെ മുതൽ എന്ത് ചെയ്തു, ഞാൻ സെക്കൻഡ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? മനസ്സിലാവുന്നുണ്ടോ? പിന്നെയോ നമ്മൾ എന്ത് ചെയ്യാണ്, ആ വിവരം ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുകയാണ്. സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുന്ന കുട്ടിയെയാണ് 4-5 പേർ തട്ടിക്കൊണ്ടുപോയത്. ഇത് കണ്ടു നിന്ന കുറച്ച് ചെറുപ്പക്കാർ തട്ടിക്കൊണ്ടുപോയ വണ്ടിയുടെ പിറകെ പായുകയായിരുന്നു. അമിത വേഗത്തിൽ ഓടിയ കാറിനെ പിടിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. ചെറുപ്പക്കാരുടെ അവസരോചിതമായ ഇടപെടൽ കാരണം ഒരു കുട്ടിയുടെ ജീവനാണ് രക്ഷിക്കാൻ കഴിഞ്ഞത്. തുടർന്ന് അതിസാഹസികമായി പിടികൂടിയ ആ പെരും കള്ളന്മാരെ ചെറുപ്പക്കാരും നാട്ടുകാരും ചേർന്ന് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ചോദ്യം ചെയ്യലിലൂടെയാണ് പണത്തിനു വേണ്ടിയാണ് തങ്ങൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് അവർ സമ്മതിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച വിപുലമായ ചടങ്ങിൽ കുട്ടിയെ രക്ഷിച്ച ആ ചെറുപ്പക്കാരെ ആദരിച്ചു. മനസ്സിലായോ? പിന്നെ അപ്പൊ നോക്കിയേ, മൂന്നാമത്തെ പാരഗ്രാഫ് എന്ത് ചെയ്തു, ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നോക്കണേ. ഒന്ന്, നമ്മളൊരു ഇൻട്രോ കൊടുത്തു, ഒരു ആമുഖം ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് കൊടുത്തു. സെക്കൻഡ് എന്ത് ചെയ്തു, ഞാൻ നമ്മുടെ കാര്യങ്ങളൊന്ന് പറഞ്ഞു. ഇനി അവസാനം എന്താണ്, ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, പിന്നെയോ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്ന സ്ഥലം MLA, നമ്മൾ അങ്ങനെയല്ലേ വാർത്തയിലൊക്കെ കാണുമല്ലോ, സ്ഥലം MLA ചെറുപ്പക്കാരുടെ പ്രവൃത്തിയെ പ്രശംസിക്കുകയും അവർക്ക് പാരിതോഷികം നൽകുകയും ചെയ്തു. ഇത്തരം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ഇത്തരം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഏവരും മാതൃകയാക്കണമെന്നും വിശിഷ്ട അതിഥി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ കുട്ടിയുടെ മാതാപിതാക്കൾ നന്ദി അറിയിച്ചു. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. വാർത്ത എന്ത് ചെയ്തു, അവസാനിച്ചു. മനസ്സിലായോ? അപ്പോൾ പത്രവാർത്ത എഴുതുമ്പോൾ 3 പാരഗ്രാഫായി തിരിക്കുക. ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇൻട്രോ, നമ്മുടെ വാർത്ത എന്താണോ അത് എഴുതുക. സെക്കൻഡ് പാരഗ്രാഫ് എന്ത് ചെയ്യുക, നടന്ന സംഭവം, ആര്, എന്ത്, എങ്ങനെ, എപ്പോൾ എന്നുള്ള കാര്യം വിശദമാക്കി എഴുതുക. എന്നിട്ട് അവസാനം എന്ത് ചെയ്യുക, നമ്മുടെ വാർത്തയെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുക. 3 പാരഗ്രാഫ് എന്ത് ചെയ്താൽ മതി, പത്രവാർത്ത എഴുതിയാൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബോക്സ് ഒക്കെ ആക്കി എഴുതാം. കുഞ്ഞു ബോക്സ് അല്ലേ, വലിയ ബോക്സ് ആയിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ ഇവിടെ മാനുഷികം അല്ലെങ്കിൽ എന്താ ഒരു ഹെഡിങ് എഴുതുക. മനസ്സിലായിട്ടുണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യുക, സ്വന്തം ലേഖൻ, ഇതാണ് പത്രത്തിന്റെ ഫോർമാറ്റ് ആണ്, സ്വന്തം ലേഖൻ. ഓക്കെ, മനസ്സിലായോ? പത്രം നിങ്ങൾക്ക് ഓക്കെ, സംഭവം മനസ്സിലായോ? ഞാൻ എത്ര മാർക്കാന്നുള്ള ലാസ്റ്റ് പറയാം. ഓക്കെ, മനസ്സിലായോ സംഭവം? പത്രവാർത്ത എഴുതുന്ന രീതി മനസ്സിലായോ? ഓക്കെ ആണെങ്കിൽ തംസപ്പ് ചെയ്ത്, ഓക്കെ ആണ് ഇതേ. ഇനി നിങ്ങൾക്ക് നാളെ ഉപന്യാസം ചോദിക്കും, എസ്സേ ചോദിക്കും. ഓക്കെ, എന്ത് ചോദിക്കും? എസ്സേ ചോദിക്കും. സാർ കുറച്ച് വെള്ളം ഉണ്ടോ? കുറച്ച് വെള്ളം കുടിക്കട്ടെ, വയറിനൊരു വേദന വന്നു, കുറേ സമയം നിന്നടി. അതായത് നമ്മുടെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്സവമാണ് എന്തെന്ന് പറയുന്നത്, എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഉത്സവമാണ് എന്തെന്ന് പറയുന്നത് ഓണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഓണക്കാലാകുമ്പോൾ നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരില്ലേ, അല്ലേ? എന്താ, പൂക്കളൊക്കെ വിടരാൻ തുടങ്ങും, ചെടികളൊക്കെ പൂടാൻ തുടങ്ങും, അങ്ങനെയല്ലേ? അപ്പോൾ ഓണക്കാലത്തെ എങ്ങനെ നമ്മുടെ മലനാട്, നമ്മുടെ കേരളം വരവേൽക്കുന്നു എന്നും ഒന്നാമത്തെ കാര്യമാണ്. ഓണത്തെ നമ്മുടെ കേരളം എങ്ങനെ വരവേൽക്കുന്നു എന്നും രണ്ടാമത് നമ്മുടെ ഓണത്തിന് വന്നിട്ടുള്ള മൂല്യച്യുതി. ഇന്ന് ഓണം വിപണിയുടെ ഉത്സവമായിട്ട് മാറിയിരിക്കുകയാണ്, അല്ലേ? കാരണം പണ്ടൊക്കെയുള്ള ആളുകൾ നമ്മുടെ വീട്ടിൽ അമ്മയുടെ അച്ഛനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ പൂക്കൾ ഇങ്ങനെ പാടത്തും വരമ്പത്തും തൊടിയിലൊക്കെ പോയിട്ട് പൂക്കൾ ശേഖരിച്ചാണ് എന്ത് ചെയ്യുക, പൂക്കളൊക്കെ ഒരുക്കിയിരുന്നത്, അല്ലേ? നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഇടുന്ന പച്ചക്കറി ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, അവർ ഓണസദ്യയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓണക്കിറ്റ്, അല്ലേ, പച്ചക്കറി കിറ്റ്, പിന്നെ പൂക്കളുടെ കിറ്റ്, എല്ലാം കിറ്റ് രൂപത്തിലാണ്, അല്ലേ? അപ്പൊ ഇന്ന് ഓണം എന്തിന്റെ ഉത്സവമായി മാറിക്കഴിഞ്ഞു? വിപണിയുടെ ഉത്സവമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഓണത്തിന് ഇന്ന് വന്നിട്ടുള്ള മാറ്റം രണ്ടാമത്. പിന്നെ മൂന്നാമത് ഓർമ്മിക്കുക, നമുക്ക് ഈ കവിതയിൽ അവസാന ഭാഗമാകുമ്പോൾ നമ്മുടെ കവിയെ, ഓക്കെ, എഴുത്തുകാരനെ നോക്കണേ, നമ്മുടെ വൈലോപ്പള്ളി ശ്രീധരമേനോനെ, വൈലോപ്പള്ളിയെ നമുക്ക് സ്വയം ഒരു പുള്ളുവനായി അവതരിച്ചതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി സാധിക്കും. ആരായിട്ടാണ്? സ്വയം ഒരു പുള്ളുവനായി. പുള്ളുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണേ, പുള്ളുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഓണാവുന്ന സമയത്ത് ഓക്കെ, പണ്ട് കാലത്ത് ഓണമാവുന്ന സമയത്ത് വീടുകൾ തോറും, ഓക്കെ, കേരളത്തിലെ എല്ലാ വീടുകൾ തോറും ഓണത്തെ പ്രകീർത്തിച്ചുകൊണ്ട്, അതായത് ഓണത്തെ പുകഴ്ത്തിക്കൊണ്ട്, ഓണത്തിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് പാട്ടുപാടി നടന്ന ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പുള്ളുവന്മാരെന്ന് വിളിക്കുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ, ഓണമുറ്റത്ത് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ കവി
തന്നെ സ്വയം ഒരു പുള്ളുവനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സ്വയം എന്ത് ചെയ്യുന്നുണ്ട്, പുള്ളുവനായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ആ പുള്ളുവൻ എന്ന് പറയുന്നത് കേരള സംസ്കാരത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു പ്രധാന കണ്ണിയായിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, വൈലോപ്പള്ളി അവതരിപ്പിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇന്നത്തെ കാലത്ത് പരിഷ്കാരത്തിന്റെ തിണ്ണയിലുള്ളവർ, പരിഷ്കാരം എന്ന് പറഞ്ഞാൽ മോഡേൺ ആയിട്ടുള്ള ആളുകൾ, ഓക്കെ, ഇന്നത്തെ കാലത്ത് മോഡേൺ ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള പുള്ളുവന്മാരെ എന്ത് ചെയ്യാം, ചിലപ്പോൾ കളിയാക്കിയേക്കാം, അവരെ വീട്ടിലേക്ക് വരുമ്പോൾ ആട്ടി അകറ്റിയേക്കാം. ഓക്കെ, പക്ഷെ അവരറിയുന്നില്ല അഭിമാനം. വൈലോപ്പള്ളി പറയാണ് എന്താ, അങ്ങനെ പുള്ളുവന്മാരെ മാറ്റി നിർത്തുന്ന ആളുകൾ അറിയുന്നില്ല എൻ്റെ അഭിമാനം എത്ര മാത്രമാണ് എന്നുള്ള കാര്യം. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഓർമ്മിച്ച് വെക്കേണ്ടത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, ഓണത്തെ വരവേൽക്കാൻ എങ്ങനെ നമ്മുടെ മലനാട് ഒരുങ്ങുന്നു. 2 എന്താണ്, കവി സ്വയം ഒരു പുള്ളുവനായിട്ട് മാറുന്നു. 3 എന്താണ്, നമ്മുടെ ഓണത്തിന് വന്നിട്ടുള്ള മൂല്യച്യുതി. ഓക്കെ ആണോ? എടാ, ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്, നിങ്ങൾ അത് ഓർത്താൽ മതി. അതായത് വൈലോപ്പള്ളിയെ ഓണക്കവിതകൾ അല്ലെങ്കിൽ ഓണത്തെക്കുറിച്ച് പാടുന്ന കവി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പല നിരൂപകന്മാരും കളിയാക്കിയിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? വൈലോപ്പള്ളി കൂടുതലും ഓണത്തെക്കുറിച്ചാണ് എഴുതുക, അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ കൂടുതലും ഓണത്തെക്കുറിച്ചാണെന്ന് പറഞ്ഞിട്ട് പല നിരൂപകരും ആരെ കളിയാക്കിയിട്ടുണ്ട്, നമ്മുടെ വൈലോപ്പള്ളിയെ കളിയാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു മറുപടി കൂടിയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ഓണമുറ്റത്ത് എന്ന് പറയുന്ന കവിത. ഓക്കെ, അതാണ് പറയുന്നത്, ഞാനൊരു പുള്ളുവനായതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അഭിമാനിക്കുന്നു എന്നൊക്കെ കവി പറയുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഓർമ്മിക്കാതെ ഓർത്ത് വെച്ചാൽ മതി. ഇതേ നോക്ക്, നമുക്ക് എല്ലാ ലൈനും നമുക്ക് പറയുമ്പോൾ നമുക്ക് പിന്നെയും രാത്രി ഇവിടെ ഉറങ്ങേണ്ടി വരും എല്ലാവരും കൂടെ. അപ്പൊ നമുക്ക് വേഗം പറഞ്ഞു പോവാം. നോക്കിയേ, ഈ മലനാട്ടിൻ, നോക്കണേ, ഇത് വേഗം നമുക്ക് നോക്കാം. ഇത് നോക്കിയേ, ഈ മലനാട്ടിൻ വായുവിലുണ്ടൊരു മധുരോദാര വികാരം, മഞ്ഞാലീറനൊടുത്തൊരു പാവനഭാവം. അത് നോക്കണേ, അതൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. ഇതേ പിന്നെ നോക്കിയേ, നമ്മുടെ തുമ്പപ്പൂ നോക്കണേ, ഓണത്തെ വരവേൽക്കാൻ തുമ്പപ്പൂ എങ്ങനെയാണ് ഒരുങ്ങി നിൽക്കുന്നത് നോക്കിയേ. മഴ കൊണ്ടാലും പാവം തുമ്പകൾ മലരിൻ കുട, ഓക്കെ, മലരിൻ കുട വിറച്ച് നിൽക്കുകയല്ലോ മേടുകൾ തോറും. അതായത് നമ്മുടെ പാടത്തും വരമ്പത്തും എല്ലായിടത്തും എന്ത് ചെയ്യുന്നുണ്ട്, മഴ കൊണ്ടാലും, ഓക്കെ, നമുക്കറിയാം ഈ ഓണക്കാലത്ത് ചെറിയൊരു മഴയൊക്കെ ഉണ്ടാവും. ആ മഴ കൊണ്ടാലും പൂക്കുട, നിങ്ങൾ തുമ്പപ്പൂവിന്റെ ചിത്രം കണ്ടിട്ടുണ്ടോ? തുമ്പപ്പൂ കണ്ടിട്ടുണ്ടോ? തുമ്പപ്പൂ കണ്ടിട്ടുണ്ടോ? കണ്ടവരെന്ന് പറഞ്ഞേ. ഈശ്വരാ, തുമ്പപ്പൂ കണ്ടിട്ടില്ലേ? എടാ, തുമ്പപ്പൂ നമ്മുടെ ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പൂക്കളിൽ ഒന്നാണെന്ന് പറയുന്നത് തുമ്പ. നമ്മളൊക്കെ പൂവിട്ട് തുടങ്ങും, നമ്മുടെയൊക്കെ വീട്ടിൽ 10 ദിവസം പൂവിടുമല്ലോ. പൂവിടുന്ന സമയത്ത്, പൂക്കളം തീർക്കുന്ന സമയത്ത് ഫസ്റ്റ് ദിവസം നമ്മൾ തുമ്പ മാത്രമേ ഇടുള്ളൂ. രണ്ടാമത്തതാണ് തുമ്പ പ്ലസ് വേറെ എന്തെങ്കിലും പൂ, തുമ്പ പ്ലസ് അത് അങ്ങനെയാണ് പോവാ. അപ്പൊ തുമ്പയാണ് ഏറ്റവും പ്രാധാന്യം. നമ്മളൊക്കെ വീട്ടിൽ പറയാം, തുമ്പപ്പൂ ഇല്ലെങ്കിൽ ഓണ പൂക്കളം കംപ്ലീറ്റ് ആവില്ല എന്നാ പറയാ, പൂർത്തിയാവില്ല എന്നൊക്കെയാ പറയാ. അപ്പൊ തുമ്പപ്പൂ നോക്കണേ, തുമ്പപ്പൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നമ്മുടെ പൂക്കൂട കണ്ടിട്ടുണ്ടോ? പൂക്കൂട കണ്ടിട്ടുണ്ടോ? നമ്മളെ പൂവൊക്കെ വെക്കുന്ന ഒരു കൂട. ഓക്കെ, ആ പൂക്കൂട പോലെ, പൂക്കൂട വിരച്ച് നിൽക്കുന്നത് പോലെ മഴ കൊണ്ടാലും ഇങ്ങനെ വയലേലകൾ തോറും വിറച്ചുകൊണ്ട് ആര് നിൽക്കും? നമ്മുടെ തുമ്പപ്പൂക്കൾ നിറഞ്ഞു നിൽക്കും. എപ്പോഴാണ്? ഓണക്കാലം വരുമ്പോ. പിന്നെയോ, തിരികൾ തെറുത്ത് കൊളുത്താനുറ്റ മുഹൂർത്തം കാത്ത് കുഴഞ്ഞു മടങ്ങിയ കരവിരലോടെ ദീപക്കുറ്റികൾ നാട്ടിയിരിപ്പോ നറുമുക്കുറ്റികൾ. മുക്കുറ്റി ചെടികളുടെ പ്രത്യേകത പറയാണ്. ഓക്കെ, മുക്കുറ്റി ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ചെടിയാണ്. എൻ്റെ ഇതിങ്ങനെ ഇങ്ങനെയൊക്കെയുള്ളൊരു പൂവാണ് മുക്കുറ്റി പൂ എന്ന് പറയുന്നത്. മുക്കുറ്റി കാണിക്കാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ മുക്കുറ്റി പൂക്കൾ എങ്ങനെയാണ്? നമ്മൾ ദീപം ഇല്ലേ, ദീപം എന്ന് പറഞ്ഞാൽ അറിയാലോ, വിളക്കല്ലേ, വിളക്കറിയോ? ആ വിളക്കിൽ നമ്മൾ തിരി കത്തിക്കൂലോ, വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിളക്കിൽ എങ്ങനെയാണോ തിരികൾ കത്തിച്ച് വെക്കുന്നത്, അതുപോലെ നമ്മുടെ നറുമുക്കുറ്റികൾ എന്ത് ചെയ്യാണ്? പാടത്ത് നിറയെ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. നറുമുക്കുറ്റി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മനസ്സിലാക്കുക. അപ്പൊ തുമ്പപ്പൂ എന്ത് ചെയ്യാണ്? മുക്കുറ്റി യെല്ലോ, തുമ്പ യെല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ട്, ഇത് കഴിഞ്ഞിട്ട് തരാം. ഓക്കെ, അപ്പൊ നോക്കിയേ, അപ്പൊ മനസ്സിലാക്കി വെക്കുക. തുമ്പപ്പൂ എങ്ങനെയാണ്? തുമ്പപ്പൂ ആ ഒരു മഴയത്ത് അല്ലെ, ആ ഒരു തണുപ്പത്ത് ഇങ്ങനെ വിറച്ച് നിൽക്കുകയാണ്. എങ്ങനെയാ? പൂക്കൂട വിരിച്ചതുപോലെ. പിന്നെ നറുമുക്കുറ്റികൾ എന്താ? വിളക്ക് കത്തിക്കാൻ വേണ്ടി തിരി തയ്യാറാക്കി നിർത്തിയതുപോലെ മുക്കുറ്റി പൂവുകൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്? നമ്മുടെ വയലേലുകൾ തോറും കാണാൻ നിൽക്കുകയാണ്. ഓക്കെ, വിരിഞ്ഞു നിൽക്കുകയാണ്. പിന്നെയോ, ഇത് നോക്കിയോ, ഓർത്ത് വെച്ചോ, ഏത് മുറങ്ങാതെമ്പാടും, നോക്കണേ, ഏത് മുറങ്ങാതെമ്പാടും വയലേലകൾ തോറും നടുവിൽ പൊൽക്കിരിയെഴിയും വെള്ളിത്താലമെടുത്തു നിരന്നു ലസിപ്പോ നെയ്യാമ്പലുകൾ. നെയ്യാമ്പൽ എന്ന് പറഞ്ഞൊരു പൂവുണ്ട്. ഓക്കെ, ആ പൂവ് മാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നെയ്യാമ്പൽ എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ടോ? നോക്ക്,
ഇത് കണ്ടോ, ഇത് കണ്ടോ, അതായത് വെളുത്ത പൂവായിരിക്കും. ഓക്കെ, പക്ഷെ നടുവിൽ ഒരു മഞ്ഞ നിറമായിരിക്കും. മനസ്സിലായോ? എടാ വെള്ള നിറമാണ്, പക്ഷെ അതിൻ്റെ നടുവിൽ എന്തുണ്ട്? ഒരു മഞ്ഞ നിറമുണ്ട്. കണ്ടോ? മഞ്ഞ നിറം കണ്ടോ? കണ്ടോ 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 കണ്ടോ? ഓക്കെ, ഇതിനാണ് എന്ത് വിളിക്കുക? നെയ്യാമ്പലുകൾ എന്ന് വിളിക്കുക. അയ്യോ, ആരോ വിളിക്കുക ഫോണിൽ. ഓക്കെ, അപ്പൊ നെയ്യാമ്പൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നെയ്യാമ്പൽ എന്ന് മനസ്സിലായില്ലേ? അപ്പൊ നെയ്യാമ്പലുകൾ എങ്ങനെയാ നിൽക്കുന്നത് നോക്കിയേ. ഏതും ഉറങ്ങാതെമ്പാടും, ഉറങ്ങാതെ വയലേലകൾ തോറും നടുവിൽ പൊൽക്കിരി എഴിയും. പൊന്നിന്റെ കിഴി. പൊന്നിന്റെ കിഴി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മുടെ പണ്ട് രാജാക്കന്മാരൊക്കെ ആളുകൾക്ക് പണം കൊടുക്കുക എങ്ങനെയാ? കിഴിയിൽ പൊതിഞ്ഞിട്ടാ. കണ്ടിട്ടുണ്ടോ? ഒരു ഗോൾഡൻ കളറിലൊരു തുണിയിൽ പൊതിഞ്ഞിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഒരു വെള്ളിപ്പാത്രത്തിന്റെ നടുവിൽ, വെളുത്ത പാത്രത്തിന്റെ നടുവിൽ ഈ പൊന്നിന്റെ കിഴി വെച്ചതുപോലെയാണ് എന്ത് ചെയ്യുന്നത്? വയലേലകൾ തോറും നെയ്യാമ്പലുകൾ എന്ത് ചെയ്യുന്നത്? വിടർന്നു നിൽക്കുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, ബാക്കിയൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ ഓർമ്മിക്കുക. ആർപ്പു വിളിപ്പിൻ ഉണ്ണികളെ, അലകടലെ, മേന്മകൾ മേൽമേൽ കുരവയിടൂ. അതായത് ഓണത്തപ്പം വരികയാണ്, ഓണം വരികയാണ്. അപ്പം എന്ത് ചെയ്യാണ്? പ്രകൃതിയോടും ആളുകളോടൊക്കെ സന്തോഷിക്കാൻ വേണ്ടി കവി പറയുന്നുണ്ട്. പിന്നെയോ നോക്കിയേ, പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ സാർ പറഞ്ഞല്ലോ നേരത്തെ. എന്താ? കവി സ്വയം ഒരു പുള്ളുവനായിട്ട് അവതരിക്കുന്നുണ്ട്. പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ, പായും കുടയും നെയ്യും, പിന്നെ പല കൈവേലകൾ ചെയ്യും, പുഞ്ചകൾ കൊയ്യും കാലം കറ്റമെതിച്ചും കിതയ്ക്കും ഗ്രാമ പെൺകൊടിമാരുടെ കരളുകൾ തുള്ളാൻ കാലുകൾ നർത്തന കലവികൾ കൊള്ളാം. നോക്കിയേ, ഇത്രേ പറയുന്നുള്ളൂ. അതായത് കുറെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നോക്കിയേടാ, കവി എന്ത് ചെയ്യാണ്? പണ്ടത്തെ കവി താനൊരു സ്വയം പുള്ളുവനാണെന്ന് പറയാണ്. ഓക്കെ, പുള്ളുവനായിട്ട് പണ്ട് അധ്വാനിക്കുന്ന സ്ത്രീകൾ, ഓക്കെ, നമുക്കറിയാം ഒരുപാട് കർഷകർ എന്ത് ചെയ്യാറുണ്ട്? അധ്വാനിക്കുന്ന ആളുകളാണ് പണ്ട്. അപ്പോൾ അങ്ങനെ അധ്വാനിക്കുന്ന കർഷകരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അവർക്ക് ആനന്ദം പകരുന്ന രീതിയിൽ പണ്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ട്? പാട്ടുകൾ പാടാറുണ്ടായിരുന്നു, അല്ലേ? പിന്നെയോ അങ്ങനെ ഞാൻ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ വെറ്റിലയും മുറുക്കാനും ഒക്കെ തന്നിട്ട് എന്നെ സന്തോഷിപ്പിക്കാറുണ്ട്. ഓർത്ത് വെക്കുക. പിന്നെ ഓണക്കാലത്തുണരും ഞാൻ തിരുവോണപ്പാട്ടുകൾ എൻ പാട്ടുകൾ. ഓക്കെ, ഓണക്കാലത്താണ് എന്ത് ചെയ്യുക? ഞാൻ ഉണരുക. തിരുവോണപ്പാട്ടുകളാണെന്ന് പറയുന്നത് എൻ്റെ പാട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അവസാനം നോക്കാം നമുക്ക്. ദേ നോക്കണേ. ദേ പഴമയിൽ അഴിയും. ദേ നോക്കണേ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ദേ പഴമയിലിഴയും പല്ല് കൊഴിഞ്ഞൊരു പാട്ടാണെന്ന് പഴിക്കാമെന്നു പരിഷ്കാരത്തിന് തിണ്ണയിലുള്ളവർ പഴമോടരിയും പപ്പടവും നാവതു വേഗം അയക്കാൻ നോക്കും. നോക്കണേ, ഇത് ഇമ്പോർട്ടൻറ്റ് വരികളാണ് കേട്ടോ. നോക്കിക്കോ, എന്താണെന്ന് മനസ്സിലാക്കാം. പഴമയിലിഴയും പല്ല് കൊഴിഞ്ഞൊരു പാട്ടാണ്. അതായത് ഇന്നത്തെ സമൂഹം ഓണത്തെ നോക്കിക്കാണുന്ന, അല്ലെങ്കിൽ ഓണപ്പാട്ടുകാരെ, പുള്ളുവന്മാരെ നോക്കിക്കാണുന്നതിനെ കുറിച്ച് പറയാണ്. ഇപ്പോഴത്തെ കാലത്തെ ആളുകൾ, ഇപ്പോഴത്തെ ആധുനിക മനുഷ്യർ, വിദ്യാസമ്പന്നരെന്ന് വിചാരിക്കുന്ന നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഈ ഓണപ്പാട്ടുകാർ അല്ലെങ്കിൽ പുള്ളുവനായിട്ടുള്ള ആളുകൾ വീട്ടിലേക്ക് വരുമ്പോൾ പഴമയിലിഴയും പല്ല് കൊഴിഞ്ഞൊരു പാട്ടാണ്, അതായത് പഴഞ്ചൻ പാട്ടാണ്, ഓക്കെ, എന്താ ഒരു രസമില്ലാത്ത പഴയ പാട്ടാണെന്ന് പറഞ്ഞിട്ട് പഴിക്കുക, അല്ലെന്താ കുറ്റപ്പെടുത്തുക. പഴമയിലിഴയും പല്ല് കൊഴിഞ്ഞൊരു പാട്ടാണെന്ന് പഴിക്കാം. ഇന്ന് പരിഷ്കാരത്തിൻ തിണ്ണയിലുള്ളവർ, പരിഷ്കാരത്തിന് തിണ്ണാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ആളുകൾ, ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ള ആളുകൾ, പരിഷ്കാരികളായിട്ടുള്ള ആളുകൾ. ഓക്കെ, അങ്ങനെ ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ള പരിഷ്കാരികളായിട്ടുള്ള ആളുകളെ പഴമയിലിഴയും പല്ല് കൊഴിഞ്ഞൊരു പാട്ടാണ് നിന്റെ പുള്ളുവൻ പാട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? എന്നെ വേഗം പഴമോട് അരിയും പപ്പടവും തന്ന്, ഓക്കെ, അരിയും പപ്പടവും ഒക്കെ തന്നിട്ട് വേഗം എന്നെ അയക്കാൻ, വേഗം എന്നെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ആളുകൾ എന്ത് ചെയ്യാണ്? നോക്കുകയാണ്. പക്ഷേ ഇവരറിയുന്നില്ല എൻ്റെ അഭിമാനം, അല്ലെ? ഇവരറിയുന്നില്ല എൻ്റെ അഭിമാനം. കാരണം ഞാൻ പാടുന്നത് വെറും ഓണപ്പാട്ടുകളല്ല. കേരളത്തിന് എന്താണ്? കേരളത്തിൻ്റെ സംസ്കാരമാണ്, കേരളത്തിൻ്റെ പൈതൃകമാണ്. അതുകൊണ്ട് തന്നെ ആ പാട്ടുകൾ പാടുന്ന ഞാൻ എന്താണ്? അഭിമാനിയാണെന്ന് എന്ത് ചെയ്യാണ്? പറയുകയാണ്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വെക്കുക. മനസ്സിലായോ? നമുക്ക് മുഴുവൻ വരികൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഇന്ന് തീരില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇത് വേഗം നമുക്ക് കവിതയുടെ ആശയം ഒന്ന് വായിച്ചു നോക്കാം. ഇത് നോക്കിയേ, മലയാള നാട് നെഞ്ചിലേറ്റിയ മധുരോദാരമായ വികാരമാണ് ഓണം. മഞ്ഞിൽ കുളിച്ച പാവനമായ ഭാവത്തോടെ മലനാട്, മലനാട് എന്ന് പറയുമ്പോൾ കേരളമാണ്, മലനാട് ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നു. ഓക്കെ, ഇനി തുമ്പപ്പൂവിനെ കുറിച്ച് പറയുകയാണെ. മഴ കൊണ്ടിട്ടും, ഓക്കെ നോക്കണേ, മഴ കൊണ്ടിട്ടും പാവം തുമ്പച്ചെടികൾ പൂക്കുട നിറച്ച്, പൂക്കുട, പൂവൊക്കെ വെക്കുന്ന ഒരു കൂട, ഓർമ്മിക്കുക, പൂക്കുട നിറച്ച് കുന്നുകൾ തോറും വിറച്ച് നിൽക്കുകയാണ്. പിന്നെയോ തിരികൾ തെറുത്ത്, നോക്കണേ, ഇനി നമ്മുടെ നെയ്യാം മുക്കുറ്റിൻ്റെ കാര്യം പറയണം. എന്താ?
തിരികൾ തെറുത്ത് കൊളുത്താനിട്ട നല്ല നേരവും നോക്കി. അതായത് തിരികൾ എങ്ങനെയാണ് ഒരു വിളക്കില് എങ്ങനെയാണോ തിരികൾ ഇട്ട് വെക്കുക, തിരികൾ എങ്ങനെയാണോ അതുപോലെ വിളക്ക് കൊളുത്താൻ വേണ്ടി കാത്തിരിക്കുന്ന തിരികൾ പോലെ ആര് നിൽക്കുകയാണ്? നോക്കിയേ, നമ്മുടെ കുഴഞ്ഞു മടങ്ങിയ കൈവിരലുകളോടെ മനോഹരമായ മുക്കുറ്റി ചെടികൾ ദീപക്കുറ്റികൾ നാട്ടിയിരിക്കുന്നു. അപ്പൊ തുമ്പപ്പൂക്കൾ എന്താണ്? മഴയത്ത് നനഞ്ഞ് വിറച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ദീപക്കുറ്റികൾ മുക്കുറ്റിച്ചെടികൾ എന്താണ്? ദീപക്കുറ്റികൾ പോലെ നിൽക്കുകയാണ്. പാടശേഖരങ്ങൾ തോറും നടുഭാഗത്ത് സ്വർണ്ണ കിഴിയെരിയുന്ന വെള്ളിത്താലമെടുത്ത് നെയ്യാമ്പലുകൾ ഉറങ്ങാതെ കാത്തു നിൽക്കുന്നു. അപ്പൊ തുമ്പപ്പൂക്കളെ കുറിച്ച് പറഞ്ഞു, മുക്കുറ്റിച്ചെടികളെ കുറിച്ച് പറഞ്ഞു, മുക്കുറ്റിപ്പൂക്കളെ കുറിച്ച് പറഞ്ഞു, പിന്നെയോ നെയ്യാമ്പലുകളെ കുറിച്ച് പറഞ്ഞു. പിന്നെ എന്താ പറയുന്നത്? കമുകിൻ പൂവരി. കവുങ്ങ് അറിയാലോ? കവുങ്ങ് അറിയോ നിങ്ങൾക്ക്? സാർ കവുങ്ങിൻ്റെ ഇംഗ്ലീഷ് എന്തായിരുന്നു? കോക്കനട്ട്. അത് തെങ്ങല്ലേ? ഓക്കെ, അടയ്ക്ക. നമ്മള് കവുങ്ങ് മറന്നു. കവുങ്ങൊക്കെ ആരൊക്കെ ആരെങ്കിലും ഓർമ്മിക്കണം കേട്ടോ. കവുങ്ങനൊക്കെ അറിയായിരുന്നല്ലോ. പക്ഷേ ഓക്കെ, കവുകിൻ വിതറിയതുപോലെ നിലാവ് വീണ വഴിയെ ഓണത്തപ്പൻ എഴുന്നള്ളുകയാണ്. അപ്പൊ നോക്കണേ, ഈ കവുങ്ങിന്റെ വെളുത്ത പൂക്കളാണ് കവുങ്ങിന്റെ പൂക്കൾ എന്ന് പറയുന്നത്. അപ്പോ ഈ കവുങ്ങിന്റെ പൂക്കൾ വിതറിയതുപോലെയുള്ള വഴിയിലൂടെ എന്താ? നിലാവിന്റെ വെളിച്ചത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ആ നിലാവിന്റെ വെളിച്ചത്തിൽ ആര് കടന്നു വരികയാണ്? ഓണത്തപ്പൻ. ഓക്കെ, നമ്മുടെ മലയാള നാടിനെ കാണാൻ വേണ്ടിയിട്ട്, കേരള നാടിനെ കാണാൻ വേണ്ടിയിട്ട് ഓണത്തപ്പൻ കടന്നു വരികയാണ്. അപ്പൊ പറയാണ് എന്താ? ആ ഓണത്തപ്പനെ വരവേൽക്കാൻ വേണ്ടിയിട്ട്, അല്ലയോ ഉണ്ണികളെ, അലകടലെ ആർപ്പ് വിളിക്കിൻ, സന്തോഷിക്കുവീൻ, കൊച്ചരുവികളെ, ചെറു കന്യകളെ, മേൽക്കുമേൽ കുരവയിടൂ. നല്ല അതിഥി ആരാണ് നമുക്കിനി ഇതുപോലുള്ളത്? ഇത്രയും നല്ലൊരു അതിഥി എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ ഗസ്റ്റ്. ഓക്കെ, ഇത്രയും നല്ലൊരു അതിഥി നമുക്ക് വേറെ ആരുമില്ല. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ അതിഥി ഓണത്തപ്പം വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ആർത്തുല്ലസിക്കുവീൻ, സന്തോഷിക്കുവീൻ. ഓക്കെ, പിന്നെയോ ഉദയസൂര്യനാകുന്ന ചങ്ങല വിളക്കിന്റെ നാളം അല്പം ഉയർത്തി അതിഥിയെ സ്വീകരിക്കാൻ ഓണക്കോടിയുടുത്ത പ്രഭാത കന്യക ഒരുങ്ങിയെത്തി. ഉദയസൂര്യൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സൺറൈസ്. ഓക്കെ, സൂര്യൻ ഉദിക്കുന്ന സമയം. ഓക്കെ, സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന ഇപ്പൊ കഴിയും, ലീവ് ആവല്ലേ, ഇപ്പൊ ഇറങ്ങല്ലേ? ഓക്കെ, ഇപ്പൊ കഴിയും. ഓക്കെ, അപ്പൊ എന്താ? ഈ സൂര്യൻ ഉദിച്ചു വരുന്ന പ്രഭാതം, മോർണിംഗ്. ഓക്കെ, രാവിലെ ഈ ഒരു പ്രഭാത സമയത്ത് രാവിലെ ഓണക്കോടി ഉടുത്തു വരുന്ന പ്രഭാത കന്യക, ആ പ്രഭാതത്തിന്റെ വെളിച്ചം, ആ ഒരു പ്രഭാതത്തിന്റെ ഭംഗിയോട് കവി പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? പ്രഭാതമേ, അല്ലയോ ഉഷസ്സേ, നീ എന്ത് ചെയ്യുക? നമ്മുടെ ഓണത്തപ്പനെ വരവേൽക്കുക. പിന്നെയോ ഓണത്തപ്പന്റെ കാലുകൾ പനിനീർ കൊണ്ട് കഴുകി മലയാള തറവാടിന്റെ മുറ്റത്തെ മനോഹരമായ മണിപീഠത്തിലേക്ക് ഇരുത്തിയാലുമെന്ന് പ്രഭാത കന്യകയോട് കവി പറയുന്നു. അതായത് ആ കടന്നു വരുന്ന ഓണത്തപ്പൻ എന്ത് ചെയ്യുക? പനിനീർ കൊണ്ട് കാലുകൾ കഴുകിയിട്ട് നമ്മുടെ മലയാള നാടിന്റെ സംസ്കാരത്തിന്റെ മണ്ണിൽ എന്താ ഒരു ഇരിപ്പിടം തീർത്ത് അവിടെ ഇരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഉഷസ്സിനോട് കവി പറയുകയാണ്. ഞങ്ങളുടെ ചെറു സ്വപ്നങ്ങൾ തേടിയലഞ്ഞ പൂക്കളെ എന്ത് ചെയ്യുക? രാജാവാണ് എഴുന്നള്ളിയത്. അതായത് ഞങ്ങളുടെ സ്വപ്നത്തിന്റെ പ്രതീകമായിട്ടുള്ള രാജാവാണ് എന്ത് ചെയ്യുന്നത്? ഇന്ന് ഞങ്ങളുടെ മുന്നിൽ വന്നെത്തി നിൽക്കുന്നത്. അദ്ദേഹത്തിന് അനുയോജ്യമായ വരവേൽപ്പ് നൽകുക. കവി നാട്ടുനന്മകളെ വിളിച്ചു നടത്തുന്ന പുള്ളുവനായി. നോക്കണേ, പിന്നീട് ആദ്യം എന്ത് ചെയ്യാണ്? ഓണത്തപ്പനെ കുറിച്ച് പറയാണ്. പിന്നീട് നാട്ടുനന്മകളെ വിളിച്ചു നടത്തുന്ന പുള്ളുവനായി സ്വയം കവി എന്ത് ചെയ്യാണ്? സങ്കല്പിക്കുന്നു. ഞാൻ പഴയൊരു പുള്ളുവനാണ്, പായും കൂടെയും നെയ്തും പല കൈവേലകൾ ചെയ്യുന്ന പുള്ളുവനാണ് ആരെന്ന് പറയുന്നത്? ഞാനെന്ന് പറയുന്നത്. പിന്നെയോ പുഞ്ചകൾ തോറും, അതായത് വയലുകൾ തോറും, പുഞ്ചകൾ തോറും കൊയ്യുന്ന കാലത്തെ കറ്റമെതിച്ച് കിതയ്ക്കുന്ന, അതായത് കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, കിതയ്ക്കുന്ന പെൺകുട്ടികളുടെ കരളുകൾക്ക് തുള്ളാനും കാലുകൾക്ക് നൃത്തക്കളികൾ കൊള്ളാനും പഴയ നാടൻ കവിതകൾ പാടിക്കൊണ്ട് ഞാനും എൻ്റെ കയ്യിലെ വീണപ്പെണ്ണും വയലിൻ്റെ അരികിൽ ഇരിക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതായത് ഈ ഓണത്തപ്പനെ വരവേൽക്കുമ്പോൾ കവി പറയുകയാണ് എന്താണ്? ഞാൻ അഭിമാനം കൊള്ളുകയാണ്. പിന്നെ പറയാണെന്താ? ഞാൻ പഴയൊരു പുള്ളുവനാണ്. പാടത്ത് പണിയെടുക്കുന്ന കർഷക സ്ത്രീകളായിട്ടുള്ള പെണ്ണുങ്ങൾക്ക്, ഓക്കെ, ആ സ്ത്രീകൾക്ക് ഞാൻ എൻ്റെ വീണപ്പെണ്ണുമായിട്ട് ഞാൻ അടുത്ത് പോയിട്ട് എൻ്റെ പുള്ളുവൻ പാട്ടുകൾ പാടുമ്പോൾ അവർക്ക് എന്താണ്? അത് സന്തോഷവും ആനന്ദവും നൽകുകയാണ്. പിന്നെയോ
വെറ്റിലയൊന്ന് മുറുക്കാനും ഒന്ന് കൊറിക്കാനുമുള്ള നെല്ലും ചിലപ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് തിരുവോണപ്പാട്ടുകൾ പാടി എൻ്റെ നാടിനെ ഉണർത്താൻ ഓണക്കാലത്ത് ഞാൻ നേരത്തെ ഉണരും. അല്ലേ? ഈ പുള്ളുവനായിട്ടുള്ള ആൾ പോകുന്നത് ചില പ്രതീക്ഷയോട് കൂടിയാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷ? വെറ്റില ചിലപ്പോൾ കിട്ടും. ചിലപ്പോൾ എന്താണ്, ഈ ഓണപ്പാട്ട് പുള്ളുവൻ പാട്ട് പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് കിട്ടും, ആരെങ്കിലുമൊക്കെ വെറ്റില കൊടുക്കും, വെറ്റില മുറുക്കാൻ വേണ്ടി വെറ്റില കൊടുക്കും. പിന്നെയോ കുറച്ച് ആളുകൾ ചിലപ്പോൾ നെല്ല് കൊടുക്കും. ഓക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും. എന്ത് കിട്ടിയാലും എന്തായിരുന്നു, ആ പുള്ളുവൻ സംതൃപ്തനായിരുന്നു, അയാൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഓക്കെ, പിന്നെന്താ പറയുന്നത്? പൊന്നിൻ ചിങ്ങം വന്നു പിറന്നു കരഞ്ഞും ചിരിച്ചും കൈകാൽ കുടഞ്ഞും ഓണത്തിന്റെ മധുരക്കറി മനോഹരമായ വായിൽ തേച്ചത് നൊട്ടി നുണച്ചു കളിക്കുന്ന കളി കണ്ട് ഓണത്തപ്പൻ പൂത്തറയിൽ പനയോലക്കുടയും ചൂടിയിരിക്കുമ്പോൾ മലയാള തറവാട്ടുമുറ്റത്തെ വെള്ളമണലിൽ ഞാനും ഇരിക്കുന്നു. ഓക്കെ, മനസ്സിലാക്കുക. പിന്നെയോ എൻ്റെ കയ്യിൽ കൊഞ്ചലോടെ പ്രിയമകളാകുന്ന വീണപ്പെണ്ണും ചാഞ്ഞു കിടക്കുന്നുണ്ട്. പഴമയുള്ള പല്ല് നോക്കണേ. ഇനി ഇന്നത്തെ ആളുകൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഓണപ്പാട്ടുകളെ കളിയാക്കുന്നത്? പഴമയുള്ള പല്ല് കൊഴിഞ്ഞ പാട്ടാണെന്ന് പുള്ളുവന്റെ പാട്ടിനെ പരിഷ്കാരത്തിന് തിണ്ണയിലിരിക്കുന്ന പുതുതലമുറ എന്ത് ചെയ്യാണ്? കളിയാക്കിയേക്കാം, പഴിച്ചേക്കാം, കുറ്റപ്പെടുത്തിയേക്കാം. പഴമോ അരിയോ പപ്പടമോ തന്ന് ചിലർ എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കാനും ശ്രമിക്കും. പക്ഷേ ഇവർ എൻ്റെ അഭിമാനം അറിയുന്നില്ല. എൻ്റെ മുന്നിൽ രത്നം പതിപ്പിച്ച സ്വർണ്ണ സിംഹാസനത്തിൽ മുത്തുക്കുടയും ചൂടിയിരിക്കുന്നത് 3 ലോകവും ഭരിച്ച മഹാബലി മന്നനാണെന്ന് പറഞ്ഞുകൊണ്ട് കവിത എന്തിയാണ്? അവസാനിക്കുകയാണ്. അതായത് പുള്ളുവനായതിൽ എന്തിയാണ്? കവി സ്വയം അഭിമാനിക്കുകയാണ്. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായോ? ഇതേ 2 ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളൂടെ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇതേ നോക്കണേ. നീളും മലയുടെ ചങ്ങല വട്ടയിൽ നാളം പാടല വിരലാൽ നീട്ടിയും ഓമൽ കവിളു തുടുത്തും തെല്ലൊരു നാണത്തോട് പരുങ്ങിയൊരുങ്ങി ഓണക്കോടി ഉടുത്തൊരു ഉഷസ്സേ. ഉഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാതം, രാവിലെ. ഈ വരികളുടെ പ്രാധാന്യം നോക്കണേ. ചങ്ങലവട്ടയെടുത്ത്, ചങ്ങലവട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ പണ്ടൊരു വിളക്കാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു വിളക്കാണ് പണ്ടത്തെ, ഓർമ്മിച്ചാൽ മതി. ചങ്ങലവട്ടയെടുത്ത് അതിൻ്റെ നാളം ചുവന്ന വിരല് കൊണ്ട് നീട്ടി മനോഹരമായ തുടുത്ത കവിളോടെ അല്പം നാണത്തോടെയും പരുങ്ങി ഒരുങ്ങി നിൽക്കുകയാണ് ഓണക്കോടിയുടുത്ത ഉഷസ്സാകുന്ന കന്യക. ഓക്കെ, പ്രഭാതത്തെ എന്തിയാണ്? ഒരു പെൺകുട്ടിയോട് കവി ഉപമിച്ചതാണ് കേട്ടോ. ഉഷസ് എന്ന് പറഞ്ഞ പ്രഭാതം. ആ പ്രഭാതത്തെ എന്തിയാണ്? ഒരു പെൺകുട്ടിയോട് ഉപമിച്ചിരിക്കുകയാണ്. കേരളീയ പ്രകൃതിയെ നോക്കണം, എന്താ ചെയ്യുന്നത്? കേരളീയ പ്രകൃതിയെ മനോഹരമായ ഒരു ദൃശ്യമാണ് ഇത്. കിഴക്കൻ മലനിരകളെയാണ് ഈ നീളുന്ന ചങ്ങലവട്ട എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിലെ വെസ്റ്റേൺ ഗഡ്സ്, ആ മലകളാണ് എന്ത് ചെയ്തത്? കവി ഇവിടെ നീളും ചങ്ങലവട്ടമായിട്ട്, ഒരു ചങ്ങല പോലെ കണക്കിയിട്ടുള്ള ചങ്ങലവട്ടയായിട്ട് എന്ത് ചെയ്ത് പറയുന്നത്. പിന്നെ അതിൽ തിരിനാളം പോലെ, ഓക്കെ, അതിൽ തിരിനാളം പോലെ സൂര്യൻ ഉദിച്ചു വരുന്നു. അപ്പൊ ആ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് നോക്കിയേ. എടാ, ഇതുപോലെയുള്ള മലനിര, ഓക്കെ, ഇവിടുന്ന് എന്തിയാണ്? വിളക്ക് പോലെ സൂര്യൻ എന്തിയാണ്? പതിയെ ഉദിച്ചു വരുന്ന ആ ഒരു കാഴ്ചയാണ് എന്ത് ചെയ്യുന്നത്? കവി ഇവിടെ വർണ്ണിച്ചത്. ഓക്കെ, പിന്നെ അതിനെ ചുവന്ന വിരലുകൊണ്ട് നീട്ടുകയാണ് ഉഷസ്. കിഴക്കൻ മലനിരകളിലെ വൃക്ഷങ്ങൾ ചുവന്ന വിരലായി കൽപ്പിച്ചിരിക്കുന്നു. പ്രകാശം പരന്നു തുടങ്ങിയിട്ടേയുള്ളൂ. ആ സമയത്ത് പ്രദേശമാകെ ചെറിയ ചുവപ്പ് നിറം വ്യാപിക്കും. അല്ലെ, പ്രഭാതത്തിൽ ചെറിയൊരു ചുവപ്പ് നിറം വരും, നമുക്കറിയാം. പിന്നെയോ ഉഷസ് എന്ന സുന്ദരിയുടെ, പ്രഭാതമാണ്, രാവിലെയാണ് ഉഷസ് എന്ന് പറഞ്ഞാൽ, ഉഷസ് എന്ന സുന്ദരിയുടെ ഓമൽ കവിളുകൾ തുടുക്കുന്നതായി അതിനെ കവി കൽപ്പിക്കുന്നു. ഇരുളുമാറി പ്രകാശം പരക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥയെ തെല്ലൊരു നാണത്തോടെയുള്ള പരുങ്ങലായിട്ട് എന്തിയാണ് കവി പറയുന്നു. ഇതേ അവസാന ചോദ്യമാണ്. പഴമയോടും പുള്ളുവനോടുമുള്ള പുതുതലമുറയുടെ മനോഭാവം കവിതയിൽ അവതരിപ്പിച്ചത് എങ്ങനെ? ഓക്കെ, പഴമക്കാരോടും അതുപോലെ ഈ ഓണത്തോടും പുള്ളുവന്മാരോടൊക്കെയുള്ള പുതുതലമുറയുടെ മനോഭാവം ഓക്കെ എന്താണ് നോക്കിയേ. ഓണം എത്തുമ്പോൾ മനുഷ്യരോടൊപ്പം പ്രകൃതിയും മഹാബലിയെ വരവേൽക്കാൻ ഒരുങ്ങുന്നതിനെ വർണ്ണിക്കുന്ന കവിതയാണ് വൈലോപ്പള്ളിയുടെ ഓണമുറ്റത്ത്. ഓണക്കാല പ്രകൃതിയുടെ വർണ്ണനയ്ക്കു ശേഷം കവി സ്വയം ഒരു പുള്ളുവനായി, അല്ല, ആദ്യ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട് കവി? ആദ്യ ഭാഗത്ത് എന്താണ്? പ്രകൃതിയെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. പിന്നീട് കവി സ്വയം ഒരു പുള്ളുവനായി ഓണക്കാലത്ത് വീടുകൾ തോറും പാടി വരുന്ന പുള്ളുവന്റെ പാട്ട്
പഴമയിൽ ഇഴയുന്ന പല്ലുകൊഴിഞ്ഞ പാട്ടാണെന്ന് പുതുതലമുറ പഴിച്ചേക്കാം. പഴിക്കുക എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തിയേക്കാം. കാരണം അവർ ജീവിക്കുന്നത് പുത്തൻ പരിഷ്കാരങ്ങളുടെ തിണ്ണയിലാണ്. അല്ലെ, നമ്മൾ ജീവിക്കുന്നത് ഇപ്പൊ പുത്തൻ മറ്റേ എന്താ വിപണിയുടെ അതായത് വിപണിയുടെ ലോകത്താണ് എന്ത് ചെയ്തത് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം വിപണി, ഭക്ഷണം ആയിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ, പൂക്കളായിക്കോട്ടെ, എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ ഒരു ലോകത്താണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് എന്തറിയില്ല, നമ്മുടെ കേരള സംസ്കാരത്തെയോ അല്ലെങ്കിൽ നമ്മുടെ കേരള പഴമയെ കുറിച്ചോ അറിയില്ല. പഴവും അരിയും പപ്പടവും കൊടുത്ത് പാട്ടുകാരന്റെ ശല്യം ഒഴിവാക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. കാലം മാറുമ്പോൾ നമ്മുടെ സംസ്കാരത്തിനും ഓണത്തിനുമെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ കവി വേദനയോടെ ഓർക്കുകയാണ് ഇവിടെ. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെയാണോ? മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർമ്മിക്കുക. അങ്കവാക്യം, അങ്കിവാക്യം. അങ്കിവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായി നിൽക്കാൻ പറ്റുന്ന സ്വതന്ത്രമായിട്ടുള്ള വാക്യമാണ് അങ്കിവാക്യം. ആ അങ്കിവാക്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് അങ്കവാക്യം. പിന്നെ കർത്തരി പ്രയോഗത്തിൽ നിന്ന് കർമ്മണിയിലേക്ക് ആക്കുക. കർമ്മണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആൽ പ്രത്യയം ചേർക്കണം, പെട് എന്ന് പറയുന്ന ധാതു ചേർക്കണം അല്ലേ. പിന്നെ ഇപ്പുറത്തേക്ക് മാറ്റണം, അറിയാലോ, ഡീലാണേ. ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ ഓണമുറ്റത്ത് പിന്നെ ബാക്കി നമ്മുടെ 9 ചാപ്റ്റർ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഉറങ്ങേണ്ടി വരും എല്ലാവരും കൂടെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. ഇതാണ് നമ്മുടെ അവസാനത്തെ ക്ലാസ്. ഇനി നമ്മൾ കാണുമോ നമ്മുടെ എവിടെ നിങ്ങൾ അറിഞ്ഞുകൂടാ, പക്ഷെങ്കിൽ എപ്പോഴെങ്കിലും എവിടെന്നെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ, വല്ല ട്രെയിനെന്നോ എന്തെങ്കിലുമൊക്കെ വെച്ച് കാണുകയാണെങ്കിൽ വന്ന് സംസാരിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സാമൊക്കെ എഴുതി നന്നായിട്ട് പഠിച്ചു പോയിട്ട് എഴുതുക. എന്ത് ചെയ്യുക, എന്നിട്ട് പറയാം എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് പറയാം. അപ്പോൾ ഓക്കെ, ബൈ. വേദ ബൈ എല്ലാവരോടും. ഓക്കെ, എല്ലാവരെയും മിസ് ചെയ്യും. ബൈ.